நீங்கள் ஜெபித்து சுகந்தரிக்கணும். நீங்கள் பிரார்த்திச்சதிനെ സ്വീകരിക്കണം. നിങ്ങൾ ദേവ സമൂഹത്തിൽ തരിത്തിരുന്ന് സുഗന്ധരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ அதை നിങ്ങൾ സ്വീകരിക്കണം. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് വിടുതൽ തരുന്ന ആവിയാനവൻ നമ്മളോട് ഉണ്ട്. നമുക്ക് വിടുതൽ തരുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ. നല്ല മുഴുവലത്തോടെ കൈകളെ തട്ടി രാജാവേ, ശക്തിയോടെ കരങ്ങൾ അടിച്ചു പറയാം. இன்னைக்கு கர்த்தருடைய ஆவியானவர், ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ആണ്ടുകൊള്ള പോകുகிறார். നമ്മളെ അവൻ വാഴുവാൻ പോവുകയാണ്. 7 സഭയ്ക്കും അവർ தூது சொல்லுகிற பொழுது, 7 സഭയെ നോക്കി ദൈവം പ്രവചിച്ചപ്പോൾ, உன் கிரிகளை நான் அறிந்திருக்கிறேன் என்கிறார். നിന്റെ പ്രവൃത്തികളൊക്കെയും ഞാൻ അറിയുന്നു. இந்த சபையிலே இந்த சமூகத்திலே அமர்ந்திருக்கிற ஒவ்வொருடைய கிரிகளையும் தேவன் அறிவார். ഈ സഭയിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ പ്രവൃത്തികളെയും ദൈവം അറിയുന്നു. தேவன் அதை கண்ணார நோக்கி இருக்கிறார். ദൈവം തന്റെ കണ്ണുകളെ കൊണ്ട് അത് കണ്ടിട്ടുണ്ട്. கட்டாயம் தேவன் அற்புதம் செய்வார். തീർച്ചയായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. அவர் நம்மிலே வியாபிச்சிருக்கிறார். അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. எத்தனை பேர் விசுவாசிக்கிறீங்க? എത്ര പേർ വിശ്വസിക്കുന്നു? நீங்கள் வாயை திறந்து அறிக்கை செய்யுங்க. വായ് തുറന്ന് ഈ കാര്യങ്ങൾ ഏറ്റുപറ. கர்த்தருடைய ஆவியானவர் என் மேல் இருக்கிறார். പരിശുദ്ധാത്മാവ് എന്റെ മുകളിലുണ്ട്. சத்தமாய் சொல்லுங்க. ഉറക്കെ പറഞ്ഞാട്ടെ. சத்தமா ഉറക്കെ പറഞ്ഞാട്ടെ. கர்த்தருடைய ஆவியானவர் പരിശുദ്ധാത്മാവ് என் மேலே இருக்கிறார். എന്റെ മുകളിലുണ്ട്. ஹல்லேலூயா, ഹല്ലേലൂയ. பரிசுத்த ஆவியானவர் தாமே, പരിശുദ്ധാത്മാവ് തന്നെ நம்மோடு பேச சித்தம் கொண்டபடி நான் தேவனை ஸ்தோத்திரிக்கிறேன். നമ്മോട് ഇടപെടുവാൻ അവൻ താല്പര്യമുള്ളതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കാം. தேவன் நமக்கு தந்த நித்திய ஜீவனுள்ள வசனத்தின் தூதை ஒருவர் வாசிக்க கேட்கலாம். ദൈവം നമുക്ക് കൊടുത്ത നിത്യ ജീവനുള്ള വചനത്തെ നാം വായിക്കാം. 1 சாமுவேலின் புத்தகம் 17:40 ஒருவர் வாசிக்க கேட்கலாம். 1 ശമൂവേലിന്റെ പുസ്തകം 17:40 വാക്യം. தன் தடியை கையிலே பிடித்துக்கொண்டு ஆற்றில் இருக்கிற 5 கூழாங்கல்களை தெரிந்து கொண்டு கைகளை தட்டி கர்த்தருடைய நாமத்தை மகிமைப்படுத்தலாம். കരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. என் அருமையான தேவ ஜனமே, എനിക്ക് പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, இந்த வசனம் தான் தேவன் நமக்கு தந்த ஒரு பெரிய திறவுகோலாகும். ഈ വാക്യമേ ദൈവം നമുക്ക് തന്ന ഒരു താക്കോൽ വാക്യമായിരിക്കുന്നു. இந்த சத்தியத்தை கொண்டு தேவன் நம்மோடு இடைபெற விரும்புகிறார். ഈ സത്യവചനം കൊണ്ട് ദൈവം നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. இந்த வார்த்தையினுடைய காரியத்தை நாம் அறிய வேண்டும். ഈ വാക്കിന്റെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കണം. அதனுடைய சூழ்நிலை நமக்கு நன்றாய் தெரிய வேண்டும். അതിന്റെ പരിസ്ഥിതിയൊക്കെ നാം മനസ്സിലാക്കണം. அங்கே நடக்கிற சூழ்நிலைகள் என்ன? അവിടുത്തെ സംഭവിക്കുന്ന ആ പരിസ്ഥിതി എന്താണ്? இஸ்ரவேலுக்கு சவுல் ராஜாவாய் இருக்கிறார். ഇസ്രായേൽ ജനങ്ങൾക്ക് ശൗൽ രാജാവായിരിക്കെ, பெலிஸ்தன் இஸ்ரவேல் ஜனங்களுக்கு விரோதமாய் வந்து நிற்கிறார். ഫെലിസ്തീയർ ഇസ്രായേൽ ജനങ്ങൾക്ക് വിരോധമായി വന്ന് നിൽക്കുമ്പോൾ அவன் இஸ்ரவேல் ஜனங்களை பார்த்து சொல்லுகிறான், என்னோடு யுத்தம் பண்ணுகிறவர்கள் நீங்கள் வாருங்கள் என்று கூப்பிடுகிறான். ഇസ്രായേൽ ജനങ്ങളെ നോക്കി പറയുന്നു, എന്നോട് യുദ്ധം ചെയ്യുവാനായിട്ട് നിങ്ങൾ കടന്നു വരുവിനെന്ന് പറയുന്നു. இப்ப இஸ்ரவேலின் ராணுவம் களத்துல இருக்கு. ഇസ്രായേലിലെ യുദ്ധം ചെയ്യുന്ന സേവകന്മാർ ഇപ്പോഴത് അവിടെ ഉണ്ട്. ஆனா அவனோட எதிர்த்து நிற்பதற்கு அங்கே நபர்கள் இல்லை. അവരോട് എതിർത്ത് നിൽപ്പാൻ ആരും അവിടെ ഇല്ല. அவனோட போர் செய்வதற்கு ஆள் இல்லை. അവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് ആരുമില്ല. சவுலும் இல்லை, ശൗലുമില്ല, இஸ்ரவேலின் ராணுவமும் இல்லை, ഇസ്രായേലിന്റെ അവരുടെ സൈന്യവുമില്ല. ஆனா யுத்த களத்துல தான் இருக்கிறாங்க. അവരെല്ലാരും യുദ്ധകളത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ஆனா யுத்த களத்திலே சத்துருவை மேற்கொள்வதற்கு அவர்களுக்கு எந்த திராணியும் இல்லாமல் போயிற்று. അവരിടത്തിൽ ആ ശത്രുവിനെ ജയിക്കുവാനായിട്ട് അവരിടത്തിൽ ഒന്നുമില്ലായിരുന്നു. நீங்கள் கவனிக்க வேண்டிய இந்த நேரத்திலே ഈ സമയം നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. சத்துரு எப்ப வர்றான்னு பாருங்க. ശത്രു എപ്പോഴാണ് വരുന്നത് നോക്കൂ. எப்ப சவுலை விட்டு ஆவியானவர் விலகினாரோ அப்பொழுதே சத்துரு அங்கே தலை தூக்குகிறார். ഏത് സമയത്ത് ശൗലിനടുത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പോയോ ആ സമയത്ത് ശത്രു അവിടെ കയറി വന്നു.
വന്നു. ஆனா சவுல் மேலே ஆவியானவர் தங்கி கிரியை செய்கிற பொழுது எல்லா சத்துருக்களோடு யுத்தம் பண்ணி சவுல் ஜெயத்தை எடுத்தார். എന്നാൽ പരിശുദ്ധാത്മാവ് ശൗലിന്റെ മുകളിൽ ഉള്ളപ്പോൾ അവൻ എല്ലാ ശത്രുക്കളുടെ മുകളിലും ജയം പ്രാപിച്ചു. ஜெயத்தை எடுத்தார். അവൻ ജയം പ്രാപിച്ചു. ஆனா പക്ഷേ இங்கே ഇവിടെ சவுலால பெலிஸ்தனோட யுத்தம் பண்ண முடியல. ശൗലെ കൊണ്ട് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ കഴിഞ്ഞില്ല. இப்ப கோலியாத்தை கண்டு சவுலுக்கு பயம். ഇപ്പോഴോ ഗോലിയാത്തിനെ കണ്ട് ശൗൽ പേടിക്കുന്നു. அங்கே இஸ்ரவேல் ஜனங்கள் பயப்படுறாங்க. അവിടെ ഇസ്രായേൽ ജനങ്ങൾ ഭയപ്പെട്ടു. சவுலால அந்த பெலிஸ்தனோட யுத்தம் பண்ண முடியல. ശൗലെ കൊണ്ട് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ കഴിഞ്ഞില്ല. ஏன்? എന്തുകൊണ്ടാണ്? ஏன்னா அபிஷேகம் இல்லை. എന്തുകൊണ്ടാണ്? അവിടെ അഭിഷേകമില്ല. ஏன்னா அபிஷேகம் இல்லை. അഭിഷേകം അവിടെ ഇല്ല. இங்க நீங்களும் நானும் ஒரு பெரிய பாடத்தை கற்றுக்கொள்ள வேண்டும். ഇവിടെ ഇന്ന് നമ്മൾ വലിയൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. நீங்க 1 சாமுவேல் 14:47 வாச்சு பார்த்தா 1 ശമൂവേൽ 16:46 വായിച്ചു നോക്കിയാൽ சவுல் നേരടിയായി പോയി ശത്രുവോട് യുദ്ധം பண்ணி ശത്രുவை മേற்കൊള്ളുகிறார். ശൗൽ നേരടിയായിട്ട് ചേർന്ന് ശത്രുവോട് യുദ്ധം ചെയ്ത് വിജയിക്കുന്നു. അവൻ ശത്രുവോട് യുദ്ധം பண்றான். അവൻ ശത്രുവോട് യുദ്ധം ചെയ്യുന്നു. எல்லாரையும் மடங்கடிக்கிறான். എല്ലാവരുടെ മുകളിലും അവൻ ജയം പ്രാപിക്കുന്നു. அவன் அமலேக்கோட யுத்தம் பண்றான். അമാലേക്യരോട് യുദ്ധം ചെയ്യുന്നു. அமலேக்க ஜெயிக்கிறான். അമാലേക്യരെ അവൻ ജയിക്കുന്നു. சுற்றி இருக்கிற எல்லா ശത്രുவோட യുദ്ധം பண்ணி ஜெயிக்கிறான். അവനെ ചുറ്റിയിരിക്കുന്ന എല്ലാ ശത്രുക്കളുടെ മുകളിലും അവൻ വിജയം പ്രാപിക്കുന്നു. ഇവൻ யாரோட യുദ്ധം பண்ணாலும் ஜெயம். ഇവൻ ആരോടൊക്കെയാണോ ഇവൻ യുദ്ധം ചെയ്യുന്നു അവരോടൊക്കെയെല്ലാം അവൻ വിജയം പ്രാപിച്ചു. ஆனா இங்க பெலிஸ்தனோட சவுலால யுத்தம் பண்ண முடியல. പക്ഷേ ഇവിടെ ഫെലിസ്ത്യരോട് ശൗലെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. ஆனா பெலிஸ்தனோட எதிர்த்து நிற்கத்தக்கதான அந்த காரியம் அவனுக்குள் இருந்தும் அதை ஜெயத்துக்குள்ள கொண்டு வர முடியல. ഫെലിസ്ത്യരോട് എതിർത്ത് നിൽപ്പാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും പക്ഷേ അവനെ കൊണ്ടത് കഴിഞ്ഞില്ല. ஏன்? എന്തുകൊണ്ടാണ്? ஏன்னா யுத்தத்தை நம் நடப்பித்து ஜெயத்தை தருகிற ஆவியானவர் இப்ப சவுலிடத்தில் இல்லை. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യുദ്ധത്തെ നടത്തുന്ന ജയത്തെ തരുന്ന പരിശുദ്ധാത്മാവ് അവനോട് കൂടെയില്ല. நீங்க ஒரு காரியத்தை நல்லா கவனிக்கணும். നിങ്ങൾ ഒരു കാര്യത്തെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ஒரு பிரச்சனை குறித்து உங்களுக்கு பயம் வருதா? ഒരു പോരാട്ടം ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ഭയം വരുന്നുണ്ടെങ്കിൽ, ஏதாகிலும் ஒரு பிரச்சனை உங்களை தாக்கும்போது உங்களுக்கு பயம் உண்டாகுதா? ഏതെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ച കാര്യം നിങ്ങൾക്ക് ഭയം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ஏதோ ஒரு சூழ்நிலைகள் உங்களுக்கு எதிரடையாய் வரும்பொழுது இருதயம் கலங்கி போகுதா? പരിസ്ഥിതികളെല്ലാം നിങ്ങൾക്ക് വിരുദ്ധമായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനം കലക്കമുണ്ടാകുന്നെങ്കിൽ, அப்போ நீங்க கவனிக்க வேண்டிய ஒரு விஷயம் என்ன தெரியுமா? ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ, அபிஷேகம் உங்களுக்குள்ள குறைஞ்சிருக்குங்கிறது அடையாளம். ആ ഒരു അടയാളം എന്തെന്ന് വെച്ചാൽ അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ കുറഞ്ഞിട്ടുണ്ട്. குறைஞ்சிருக்குதுன்னு அடையாளம். അത് കുറഞ്ഞിട്ടുണ്ട് എന്നത് അടയാളമായിരിക്കുന്നു. அபிஷேகம் இருந்தா பயம் வராது. അഭിഷേകം ഉണ്ടെങ്കിൽ ഭയമില്ല. அபிஷேகம் இருந்தா எந்த காரியத்துக்கும் பயம் வராது. അഭിഷേകം ഉണ്ടെങ്കിൽ ഏത് കാര്യത്തെ നോക്കും നിങ്ങൾക്ക് ഭയമുണ്ടാകില്ല. பாருங்க, சிம்சோன் வந்து நிற்கிற பொழுது ஒரு பாலசிங்கம் அவனுக்கு எதிராய் வந்து நிற்கிறது. കണ്ടോ, സിംസോൻ വന്ന് നിൽക്കുമ്പോൾ അവനെതിരെ ഒരു സിംഹം വന്ന് നിൽക്കുന്നു. ஆனா சிம்சோனுக்கு பயம் இல்ல. സിംസോൻ അവിടെ പേടിച്ചില്ല. அவனுக்கு பயம் இல்ல. അവന് പേടിയേ ഇല്ല. ஏன்? എന്തുകൊണ്ട്? அவன் மேல் அபிஷேகம் இருந்தது. അവന്റെ മുകളിൽ അഭിഷേകമുണ്ടായിരുന്നു. அவனுக்குள்ள தேவ பிரசன்னம் இருந்தது. അവന്റെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. நீங்க கவனிக்க வேண்டிய ஒரு விஷயம் என்ன தெரியுமா? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ஒரு சின்ன பிரச்சனை ஆனால் உங்களுக்கு பயம் வந்தா உங்களுக்குள்ள இருக்கிற அபிஷேகம் குறைஞ்சிருக்குங்கிறதுக்கு அடையாளம். ഒരു ചെറിയ പ്രശ്നത്തെ കണ്ട് നിങ്ങൾ പേടിക്കുന്നുവോ, നിങ്ങളുടെ അകത്തുള്ള ഒരു അഭിഷേകം കുറഞ്ഞു പോയെന്നതാണ് അടയാളം. ஒரு சின்ன பயம் வந்தாலும் கூட, ഒരു ചെറിയ ഭയം എന്ന് വന്നാലോ, அது மனுஷனை கண்டோ, பிசாசை கண்டோ, சூழ்நிலை கண்டோ, போராட்டத்தை கண்டோ, வியாதியை கண்டோ, எதுவா வேணாலும் இருக்கட்டும். അത് മനുഷ്യനെ കണ്ടായാലും അത് രോഗത്തെ കണ്ടായാലും എന്ത് കണ്ടായാലും, எதை கண்டாலும் பயம் வருதா? എന്ത് കണ്ടാലും നിങ്ങൾക്ക് ഭയം വരുന്നുണ്ടോ? அபிஷேகம் குறைஞ்சு போச்சு. അഭിഷേകം കുറഞ്ഞു പോയിട്ടുണ്ട്. இதுதான் அடையாளம். ഇത് തന്നെ ആണ് അടയാളം. ஆனா எத்தனை சூழ்நிலைகள் வந்தாலும் உனக்குள்ள சிங்கத்தை போல கெர்ச்சிக்கிற தைரியம் வந்தா, ഏത് പരിസ്ഥിതിയിലും സിംഹം പോലെ ഗർജിക്കുന്ന ഒരു ധൈര്യമുണ്ടെങ്കിൽ, உன் மேல அபிஷேகம் வியாபிச்சுட்டே இருக்குது. നിന്റെ
നിന്റെ അകത്ത് അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. உன் மேல அபிஷேகம் ஆட்கொண்டுட்டு இருக்குது. നിന്റെ അകത്ത് അഭിഷേകം ആർപ്പിടുന്നുണ്ട്. அதுதான் அடையாளம். അത് തന്നെയാണ് അടയാളം. இன்னைக்கு சொல்றத நல்ல கவனமா கேளுங்க. ഇന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ஆவியானவர் தீர்க்கதரிசனமாய் உங்களோடு பேச விரும்புகிறார். പരിശുദ്ധാത്മാവ് പ്രവചനമായി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. உங்களுக்கு ஏதாவது பிரச்சனை வருதா? നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ, ஏதாவது ஒரு போராட்டம் வருதா? ഏതെങ്കിലും ഒരു പോരാട്ടം വരുമ്പോൾ, அது எதுவா வேணா இருக்கட்டும், അത് എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, உனக்குள்ள பயமும் திகிலும் கலக்கமும் வருதா? നിന്റെ അകത്തൊരു ഭയം ഉണ്ടാകുന്നുണ്ടോ? உங்களுக்குள்ள நீங்க அறிஞ்சு கொள்ள வேண்டிய ஒரு காரியம் அந்த இடத்துல இருக்கு. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. கவனமா கேளுங்க, ശ്രദ്ധിച്ചു കേൾക്കൂ. உங்க இருதயம் கலங்க ஆரம்பிச்சிட்டாலே அபிஷேகம் குறைஞ்சிருச்சுன்னு அர்த்தம். നിങ്ങളുടെ ഹൃദയം കലങ്ങിയാലേ നിങ്ങളുടെ അകത്തുള്ള അഭിഷേകത്തിന് കുറവ് പറ്റിയെന്നാണ്. இந்த வேதத்திலே ஆவியானவர் கற்று அறிந்து வளர்த்த விதத்தை சொல்லுகிறேன், கேளுங்கள். ഈ വചനം കൊണ്ട് ദൈവം പഠിപ്പിച്ച് എന്നെ വളർത്തിയ കാര്യങ്ങളെ ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കൂ. நல்லா கவனிச்சு கேளுங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. இப்ப சிம்சோன் வந்து நிக்கிறான். ഇപ്പോ ശിംശോൻ വന്ന് നിൽക്കുകയാണ്. அவன் நிக்கிற வேளையில பால சிங்கம் அவனுக்கு எதிராய் நிற்கிறது. ശിംശോനിന് എതിരെ അവിടുത്തെ സിംഹം നിൽക്കുകയാണ്. இவ்வளவு வேணும் அவனுக்கு பயம் வரல. അവന് ചെറുതായിട്ട് പോലും ഭയമില്ല. ஏன்னா அவனுக்குள்ள தேவ பிரசனை இருக்கு. എന്തുകൊണ്ടാ? അവന്റെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. இந்த சிங்கத்தின் வல்லமையை பார்க்கலும் எனக்குள்ள தேவன் தந்த வல்லமை பெரியது என்றார். ഈ സിംഹത്തിന്റെ ശക്തിയെ കാട്ടിലും എന്റെ അകത്ത് ദൈവം തന്ന ശക്തി വലുതാണ്. எலிசாவை பிடிப்பதற்கு சீரியா ராணுவம் சூழ்ந்த பொழுது, എലിശാവിനെ പിടിക്കാൻ സിറിയയുടെ സേവകന്മാർ അവിടെ കൂടിയപ്പോൾ, அது எலிசாவை குறிவைத்த பொழுது, അവർ എലിശാവിനെ ഉന്നം വച്ച്, வேலைக்காரன் பயப்படுறான், எலிசாவுக்கு பயம் இல்லை. അവന്റെ വേലക്കാരൻ ഭയപ്പെടുന്നു, എലിശാവിന് എന്തു പറ്റും? நல்லா കവനിங்க, ശ്രദ്ധിച്ചു കേൾക്കൂ. அங்க நமக்கு ஒரு பெரிய பாடம் இருக்கு. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. அங்க எலிசா யாருக்கு ஜெபம் பண்றான்? എലിശ ആരിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? பெலிஸ்தனுக்காக ஜெபம் பண்றானா? ഫെലിസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? என்னை காத்தரணும்னு ஆண்டவரை நோக்கி ஜெபிக்கிறானா? എന്നെ രക്ഷിക്കൂ എന്ന് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ടോ? ஆண்டவரே எனக்கு பயமா இருக்குன்னு ஜெபம் பண்றானா? ദൈവമേ എനിക്ക് പേടിയാണെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ஆண்டவரே நான் என்ன செய்ய போறேன்னு தெரியலன்னு ஜெபம் பண்றானா? ദൈവമേ ഞാൻ എന്ത് ചെയ്യാൻ പോവാ എന്ന് അറിയത്തില്ല, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? இந்த ஜெபத்தை எலிசா செய்யவே இல்லை. ഈ പ്രാർത്ഥനകളെ അവൻ ചെയ്തിട്ടേ ഇല്ല. இப்ப நான் உங்களை பார்த்து ஒரு கேள்வி கேட்கிறேன், பதில் சொல்லுங்க. ഞാൻ നിങ്ങളെ നോക്കി ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയണം. அந்த சூழ்நிலை நீங்க இருந்தா என்ன பண்ணுவீங்க? ആ പരിസ്ഥിതിയിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? உங்கள் எதிரி ஒரு ராணுவத்தோட வந்து உங்களை ஆயுதம் தரிச்சு எதிரா நின்னா என்ன பண்ணுவீங்க? നിങ്ങളുടെ ദുഷ്ടൻ ഒരു സൈന്യമായി വന്ന് നിങ്ങളെ എതിർത്ത് നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? நீங்க என்ன பண்ணுவீங்க? നിങ്ങൾ എന്ത് ചെയ്യും? நான் ஆவிக்குரியவங்களுக்கு சொல்றேன். ആത്മീയരായിട്ടുള്ളവരോട് ഞാൻ പറയുന്നു, ஆண்டவரை நோக்கி கர்த்தாவே என்னை காப்பாத்துன்னு ஜெபம் பண்ணுவீங்க. ദൈവത്തെ നോക്കി ദൈവമേ എന്നെ രക്ഷിക്കൂ എന്ന് പ്രാർത്ഥിക്കും. ஐயோ எப்படியாவது என்ன தப்புவீங்கன்னு சொல்லி ஜெபம் பண்ணுவீங்க. എങ്ങനെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. இவன் கையில என்னை ஒரு நாள் ஒப்பு கொடுத்துறாதீங்கன்னு ஜெபம் பண்ணுவீங்க. ഇവന്റെ കരങ്ങളിൽ എന്നെ കൊടുക്കല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. இவன் கண்ணுக்கு என்னை எப்படியாவது மறைச்சு கொள்ளுங்கன்னு ஜெபம் பண்ணுவீங்க. ഇവന്റെ കണ്ണുകൾക്ക് എന്നെ എങ്ങനെങ്കിലും മറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. எப்படியாகிலும் இப்படித்தான் நம்ம ஜெபம் இருக்கும். ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയുള്ളത്. ஆனா இங்க எலிசாவின் ஜெபமே வித்தியாசம். പക്ഷേ എലീശാവിന്റെ പ്രാർത്ഥന വ്യത്യസ്തമുള്ളതായിരുന്നു. கூட இருக்கிறவன் பார்க்கும்படி ஜெபிக்க சொல்றான். തന്റെ കൂടെ ഇരിക്കുന്നവൻ കാണത്തക്ക വിധം അവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. அவன் என்ன பார்க்கணும்? അവൻ ഏത് കാണണം? അവൻ ഏത് കാണണം? எலிசாவோடு கூட இருக்கிற பரலோக சேனையை பார்க்கணும். എലീശയോട് കൂടെ നിൽക്കുന്ന പരലോകത്തിന്റെ സ്വർഗീയ സൈന്യങ്ങളെ കാണുവാൻ, அவனோட இருக்கிற தேவனை பார்க்கணும். അവനോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെ കാണുവാൻ തക്കവണ്ണം, அவருடைய வல்லமையை காணணும். അവന്റെ ശക്തിയെ കാണുവാൻ തക്കവണ്ണം. பாருங்க, அவருடைய ஜெபமே வித்தியாசம். അവന്റെ പ്രാർത്ഥനയോ വ്യത്യസ്തമുള്ളത്. ஏன் தெரியுமா? എന്തുകൊണ്ടാണെന്നറിയാമോ? சத்துருவை குறித்து எலிசாவுக்கு பயம் இல்லை. ശത്രുവിനെ പറ്റിയുള്ള ഭയം എലീശാവിന് ഇല്ല. എന്തുകൊണ്ട്? അഭിഷേകം അവന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അഭിഷേകം അവന്റെ മുകളിൽ ഉണ്ടായിരുന്നു. വേദം சொல்லுது, വചനം പറയുന്നു, യുദ്ധ കളത്തിലെ മോശയുടെ കരം
താഴ ഇറങ്ങും പൊழுது യുദ്ധ മൈതാനത്തിലെ മോശയുടെ കരം താഴോട്ട് വരുമ്പോൾ മോശയ്ക്കുള്ള இருக்கிற അഭിഷേകം സാധാരണ അഭിഷേകം അല്ല. മോശയുടെ അകത്തുള്ള അഭിഷേകം ഒരു സാധാരണമായ അഭിഷേകമല്ല. അത് സമുദ്രത്തെ പിളക്കാം. അത് സമുദ്രങ്ങളെ വിഭജിക്കുന്ന അഭിഷേകമാണ്. ഈജിപ്തെ കലങ്കടിക്കാം. അത് ഈജിപ്തിനെ കലങ്ങ ചെയ്യുന്ന അഭിഷേകമാണ്. അത് മന്ത്രവാദ വല്ലമകളെ വിഴുങ്ങി പോടാ. മാന്ത്രിക ശക്തികളെ വിഴുങ്ങത്തക്കവണ്ണമുള്ള അഭിഷേകമാണ്. സകല ശത്രുക്കളെ വേറെറുക്കാം. സകല ശത്രുവിന്റെ വേറെ അറുക്കുന്ന അഭിഷേകമാണ്. അപ്പടി ഇരുന്ന പോതിലും അങ്ങനെ ആയിട്ടും കൂടെ മോശയുടെ കരം മോശയുടെ കരം ഉയർത്തപ്പെട്ടിരിക്കുമ്പോൾ അത് താഴെ ഇറങ്ങുമാണ്. അത് താഴെ ഇറങ്ങിയാൽ അത് കൊഞ്ചം ഇറങ്ങ തുടങ്ങിട്ട അത് ചെറുതായിട്ടെങ്കിലും താഴോട്ട് ഇറങ്ങിയാൽ ശത്രു മേലോങ്ക തുടങ്ങുകയാണ്. ശത്രു വളരുവാൻ തുടങ്ങും. ഇങ്ങ നീങ്ങളും നാനും ഒരു പെരിയ പാഠത്തെ കത്തുക്കണം. ഇവിടെ നിങ്ങളും ഞാനും ഒരു വലിയ പാഠം പഠിക്കുവാനുണ്ട്. നമ്മ ഒരു പെരിയ പാഠത്തെ കற்று നമ്മ വളരണം. ഒരു വലിയൊരു പാഠം പഠിച്ചു വളരണം. നമുക്കുള്ള വല്ലமை இருக்கு, நமக்குள்ள அபிஷேகம் இருக்கு, நமக்குள்ள தேவ பலன் இருக்கு. உண்மை. നമ്മുടെ അകത്ത് അഭിഷേകമുണ്ട്, നമ്മുടെ അടുത്ത് ശക്തിയുണ്ട്, നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ബലമുണ്ട്. അത് സത്യമാണ്. ആനാ നമ്മ കരം തളരവേ കൂടാതെ. പക്ഷേ നമ്മുടെ കരം തളർന്നു പോകരുത്. നമ്മ കാൽ തള്ളാട കൂടാതെ. നമ്മുടെ കാലുകൾ അത് അനങ്ങി പോകരുത്. ദീർഘദർശനമാ சொல்றேன் கேளுங்க. പ്രവചനമായി ഞാൻ പറയുന്നു, കേൾക്കുക. இப்ப இருக்கிற अनेक பிரச்சனைகள் இருக்கிற பிள்ளைகள் விடுதலை ஆகாம இருக்கிறதுக்கு காரணம் என்ன தெரியுமா? ഇപ്പോൾ നീ ഇരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഓ പ്രശ്നയെ നീ ഈസിയാ ജയിക്ക முடியும். നിന്റെ പ്രശ്നത്തെ നീ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ഉன்னுடைய ശത്രുക്കളെ നീ ഈസിയാ ജയിக்கலாம். നിന്റെ ശത്രുവിനെ നീ ഈസി ആയിട്ട് വിജയം പ്രാപിക്കാൻ കഴിയും. മേലെ இருக்கிற അഭിഷേകத்துக்கும் ശത്രുவோட பெரிய ஆள் இல்ல. നിന്റെ മുകളിലുള്ള അഭിഷേകത്തിനേക്കാളും ശത്രു വലിയവനല്ല. ആനാ അവൻ ജയിക്കണം. പക്ഷേ അവൻ ജയിക്കുന്നു. എന്തുകൊണ്ട്? ഉൻ കൈ തളർന്നായിട്ട്. നിന്റെ കരം തളർന്നു പോയി. ഉൻ മനം തളർന്നായിട്ട്. നിന്റെ മനം തളർന്നു പോയി. ഒരു ജപിக்கிறவனுக்குள்ளே കാണപ്പെட വേണ്ടിയ ഒരു വെളിപ്പാട് என்ன தெரியுமா? പ്രാർത്ഥിക്കുന്നവന്റെ അകത്തുള്ള ഒരു വെളിപ്പാട് എന്തെന്ന് വെച്ചാൽ ഉன்னுடைய കരം ഒരുപോലും തളരக்கூடாது. നിന്റെ കരം ഒരിക്കലും തളർന്നു പോകരുത്. ദേവൻ താൻ ഉയർത്ത சொன்னார். ദൈവമേ എന്റെ കരം ഉയർത്തുവാൻ പറഞ്ഞത്. നീ ഉയർത്ത് മോശേ. നീ നിന്റെ കരം ഉയർത്ത് മോശേ. യുദ്ധത്തെ ഞാൻ നടപ്പിച്ച് ജയത്തെ തരുവേൻ. യുദ്ധം ഞാൻ ചെയ്ത് ഞാൻ നിനക്ക് വിജയം നൽകി തരും. இந்த கை கீழே வரக்கூடாது. ഈ കരം താഴോട്ട് വരരുത്. இந்த கை தளரக்கூடாது. ഈ കരം തളർന്നു പോകരുത്. இந்த கை சோரக்கூடாது. ഈ കരം തളർന്നു പോകരുത്. ഇത് ഉറുതിയാ നിൽക്കണം. ഇത് ഉയർത്തപ്പെട്ടിരിക്കണം. ശത്രു കരുവറുക്കപ്പെടും വരെയല്ല. ശത്രുവിന്റെ കരു അറുക്കപ്പെടും വരെ. ഓ എതിരി കരുവറുക്കപ്പെടും വരെയല്ല. നിന്റെ ശത്രുവിന്റെ കരുവറുക്കപ്പെടും വരെ. ഓ പോരാട്ടം മുടിവുക്ക് വരും വരെയല്ല. നിന്റെ പോരാട്ടം അവസാനത്തിലെത്തുവോളം. ഓ കൈ തളരക്കൂടാതെ. നിന്റെ കരം തളർന്നു പോകരുത്. ഓ മനം തളരക്കൂടാതെ. നിന്റെ മനം ഹൃദയം തളർന്നു പോകരുത്. പൗൽ சொல்றத കേളുங்க. പൗൽ പറയുന്നതേ കേൾക്കൂ. நீங்க என்ன ஒடுக்க ஆரம்பிச்சா, നിങ്ങൾ എന്നെ ഒടുക്കാൻ ശ്രമിച്ചാൽ, நீங்க என்ன தள்ள ஆரம்பிச்சா, നിങ്ങൾ എന്നെ തള്ളാൻ തുടങ്ങിയാൽ, நீங்க என்ன அழிக்க ஆரம்பிச்சா, നിങ്ങൾ എന്നെ അഴിക്കുവാൻ തുടങ്ങിയാൽ, எனக்கு உள்ள ஒண்ணு நடக்கும் சொல்ற கேளுங்கறாரு பவுல். എന്റെ അകത്ത് ഒന്ന് സംഭവിക്കും, അത് പറയുന്നതേ കേൾക്കൂ. நீ என்ன எவ்வளவு நெருக்கறியோ அவ்வளவாய் நான் பலப்படுவேன். നീ എത്രത്തോളം എന്നെ ഞെരുക്കുന്നു അത്രത്തോളം ഞാൻ ബലം പ്രാപിക്കും. நீ எவ்வளவு என்ன ஒடுக்க பார்க்கறியோ அவ்வளவாய் நான் எழும்புவேன். നീ എത്രത്തോളം എന്നെ ഞെരുക്കുന്നു അത്രത്തോളം ഞാൻ ഉയരും. நீ எவ்வளவாய் என்னை எதிர்த்து போராறையோ அந்த அளவுக்கு ஜெயம் എന്നിലിருந்து വെളിപ്പെടും. എത്രത്തോളം നീ എന്നെ എതിർത്ത് പോരാടുന്നു അത്രത്തോളം വിജയം എന്നിൽ വെളിപ്പെടും. இதுதான் பவுலுடைய அறிக்கை. ഇതാണ് പൗലിന്റെ വാക്കുകൾ. நீங்கள் என்னை தள்ளினீர்கள், നിങ്ങൾ എന്നെ തള്ളി, ஆனா நாங்க மடிஞ்சு போகல. ഞങ്ങൾ വീണു പോയില്ല. நீங்க என்ன நெருக்குனீங்க, ഞങ്ങളെ ഞെരുക്കി, நாங்க ஒடுங்கி போகல. ഞങ്ങൾ ഒടുങ്ങി ഞെരുക്കപ്പെട്ടു പോയില്ല. நெருக்க நாங்க பலன் அடைவோம். ഞെരുക്കും തോറും
ഞങ്ങൾ ബലം പ്രാപിച്ചു. തള്ള നാങ്ക എഴുമ്പി നിற்போம். ഞങ്ങളെ തള്ള ഞങ്ങൾ ബലം എഴുന്നു നിന്നു. இதுதான் அபிஷேகத்தின் கிரிகை. ഇത് തന്നെയാണ് അഭിഷേകത്തിന്റെ പ്രവർത്തികൾ. இதுதான் அபிஷேகத்தின் வல்லமை. ഇത് തന്നെയാണ് അഭിഷേകത്തിന്റെ ശക്തി. இதுதான் ஆவியானுடைய நடத்திப்பு. ഇത് തന്നെയാണ് ആത്മാവിന്റെ നടത്തിപ്പ്. இப்போ நீங்க காரியம் அறியணும். ஒண்ணு നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. கூடாது. കരം തളർന്നു പോകരുത്. உன் கை தளரக்கூடாது. നിന്റെ കരം തളർന്നു പോകരുത്. நான் அடிக்கடி ஒரு வார்த்தை உங்களுக்கு சொல்லுவேன். ഞാൻ വീണ്ടും വീണ്ടും ഒരു വാക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. நீ ஜெபிக்கிற பிள்ளை, നീ പ്രാർത്ഥിക്കുന്ന മകൾ, நீ தேவ சமூகத்துல உட்கார நபர், നീ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കേണ്ടവൻ. உன் ஜெபம் மங்கி போகாதபடிக்கு கவனமாயிரு. നിന്റെ പ്രാർത്ഥന കുറയാതെ വണ്ണം നീ ജാഗരിച്ചിരിക്കണം. உன் ஜெபத்துல வல்லமை குறையாதபடி கவனமாயிரு. നിന്റെ പ്രാർത്ഥനയിൽ ശക്തി കുറയാതെ വണ്ണം നീ ജാഗരിച്ചിരിക്കണം. அதனால நீ கவனமா நட. നീ ശ്രദ്ധിച്ച് നടക്കണം. ஏன்னா உன் நட தடுமாற ஆரம்பிச்சா ஜெபത്തിന്റെ வல்லமை குறைய ஆரம்பிச்சிடும். എന്തുകൊണ്ടാ നിന്റെ നടപ്പ് തടുമാറിയാൽ ജപത്തിന്റെ ശക്തി കുറയും. മോശ உன்ற கரம், നിന്റെ കരം உயர்த்தப்பட்டுட்டே இருக்கணும். നിന്റെ കരം ഉയർത്തിക്കൊണ്ടേയിരിക്കണം. அது சத்ருவுக்கு அழிவை கொண்டு வரும். അത് ശത്രുവിന് നാശത്തെ കൊണ്ടുവരും. அவன் அழியும் வரையிலும் கை தளரக்கூடாது. അവന് നാശം വരുന്നവരെ നിന്റെ കരം തളരരുത്. இப்போ மோசேயின் கை தளருது. ഇപ്പോൾ മോശയുടെ കരം തളർന്നു പോയി. சத்ரு மேலோங்கறான். ശത്രു ഉയരാൻ തുടങ്ങി. இஸ்ரவேல் ஜனங்களை ஜெயிக்கிறான். ഇസ്രായേൽ ജനം അവിടെ ജയിക്കുന്നില്ല. இதுதான் நம்ம வாழ்க்கையில நடக்குது. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. வாழ்க்கையில ஜெபம் குறைய குறைய தேவ சமூகத்தின் நேரம் குறைய குறைய சத்துரு மேலோங்கறான். നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സമയം, പ്രാർത്ഥനാ സമയം കുറയ കുറയ അവൻ ഉയരുന്നുണ്ട്. நீதான் சத்துருக்கு இடம் கொடுக்கற. നീ തന്നെയാണ് ശത്രുവിന് സ്ഥാനം കൊടുക്കുന്നത്. காரணம் உன் கையை தளர வைக்க பார்க்கறான். അവൻ നിന്റെ കരത്തെ തളർത്തുവാൻ നോക്കുന്നു. உன் மனதை தளர வைக்க பார்க்கறான். നിന്റെ മനതിനെ തളർത്തുവാൻ നോക്കുന്നു. இந்த இடத்துல இருக்கிற சில நபர்களுக்கு தேவன் தீர்க்கதரிசனமா சொல்றார், கேள். ഇവിടെ ഇരിക്കുന്ന ചിലരെ നോക്ക്, ദൈവം പ്രവചനമായി പറയുന്നു, കേൾക്ക. மோசே உன் கரம் இனி தளர கூடாது. മോശേ നിന്റെ കരം തളർന്നു പോകരുത്. அந்த கரத்தை ஸ்திரப்படுத்துகிற கல்லின் மேல ஒரு அஸ்திவாரம் போடு. ആ കരത്തെ സ്ഥിരപ്പെടുത്തുന്ന കരം നിന്റെ കരത്തിലുണ്ട്. தளராதபடி உன் கையை உறுதிப்படுத்து. തളരാതെ നിന്റെ കരത്തെ നിലനിർത്തുവാൻ நீ உன் கையை உறுதிப்படுத்திட்டா, നീ നിന്റെ കരത്തെ നിലനിർത്തിയാൽ நீ உன் ஜெயத்தை உறுதிப்படுத்தியாச்சுன்னு அர்த்தம். നീ നിന്റെ വിജയത്തെ അവിടെ നിശ്ചയിച്ചിരിക്കുന്നു. நான் மீண்டும் சொல்லுகிறேன், கேள். ഞാൻ വീണ്ടും പറയുന്നു, കേൾക്കുക. நீ உன் கரத்தை உறுதிப்படுத்திக்கிட்டா, നീ നിന്റെ കരത്തെ അവിടെ നിശ്ചയിച്ചാൽ உன் ஜெயத்தை நீ உறுதிப்படுத்தியாயிற்று. നിന്റെ വിജയം അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. உன் கரத்தை நீ உறுதிப்படுத்திட்டா, നിന്റെ കരത്തെ നീ അവിടെ ഉറുതിയാക്കിയാൽ உன் சத்துருடைய முடிவை நீ தீர்மானம் பண்ணியாயாச்சு. നിന്റെ ശത്രുവിന്റെ അന്ത്യത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. இப்போ பிரச்சனை என்ன தெரியுமா? ഇപ്പോൾ പ്രശ്നം എന്താണ്? உன் கரத்துல இருக்கிற பலகீனம், നിന്റെ കരത്തിലിരിക്കുന്ന ബലഹീനം, உன் மனதில் இருக்கிற பலகீனம், നിന്റെ ഹൃദയത്തിലിരിക്കുന്ന ബലഹീനം இன்னைக்கு உன் ஜெபத்துல அபிஷேகத்தை ஊத்து. ഇന്ന് നിന്റെ ജഡത്തിൽ നിന്ന് അഭിഷേകത്തെ ഒഴിക്കുക. உன் ஜெபத்துல அபிஷேகம் கூடட்டும். നിന്റെ പ്രാർത്ഥനയിൽ അഭിഷേകം ഉണ്ടാകട്ടെ. உன் கையில பலன் கூடட்டும். നിന്റെ കരത്തിൽ ബലൻ ഉണ്ടാകട്ടെ. அது வெளிப்படட்டும். അത് വെളിപ്പെടട്ടെ. நீ வெளிப்படட்டும். അത് വെളിപ്പെടട്ടെ. அது வெளிப்படட்டும். ഇപ്പോൾ വെളിപ്പെടട്ടെ. இங்க இருக்கிற எல்லாரும் கைகளை ஒரு நிமிஷம் உயர்த்துங்க. എല്ലാ കരങ്ങളെ ഒരു മിനിറ്റ് ഉയർത്തിയാട്ടെ. இந்த கரத்தை பலப்படுத்துகிற தேவன், ഈ കരങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവം, தேவன் இறங்கி வருவார். ദൈവം ഇറങ്ങി വരും. நல்ல கையை உயர்த்து. കരങ്ങളെ ഉയർത്തി இப்ப சத்துருவுக்கு ஒரு முடிவை கட்டு. ഇപ്പോ നിന്റെ ശത്രുവിന് ഒരു അന്ത്യത്തെ നിശ്ചയിച്ച உன் பிரச்சனைக்கு ஒரு முடிவை கட்டு. നിന്റെ പ്രശ്നത്തിന് ഒരു അന്ത്യം കുറിക്കൂ. உன்னுடைய போராட்டத்துக்கு ஒரு முடிவை கட்டு. നിന്റെ പോരാട്ടത്തിന് ഒരു അന്ത്യം കുറിക്കൂ. உன்னோட யுத்தம் பண்ணுகிற ஆவிகளுக்கு ஒரு முடிவை உண்டாக்கு. നിന്നോട് യുദ്ധം ചെയ്യുന്ന ആത്മാവിന് ഒരു അന്ത്യം വയ്ക്കൂ. உன் கையை தளர விடாதே. നിന്റെ കരത്തിനെ തളരുവാൻ അനുവദിക്കരുത്. அதை உறுதிப்படுத்து. അതിനെ സ്ഥിരതയോട് നിർത്ത. இனி அது
அது தளர்ந்து போக கூடாது. இனி அது தளர்ந்து போகிறது. அது பலவீனப்பட கூடாது. அது பலவீனப்பட்டு போகிறது. அது ஒரு நாள் சோர்ந்து போக கூடாது. அது ஒரு நாளும் தளர்ந்து போக இழையாகிறது. கையை உறுதிப்படுத்துகிற அபிஷேகம், നിന്റെ കരത്തെ ബലപ്പെടുത്തുന്ന അഭിഷേകം இப்ப வெளிப்படுது. ഇപ്പോൾ വെളിപ്പെടുന്നു. അനേക കരത്തിന്റെ മേലെ ദൈവത്തിന്റെ വല്ലമ പ്രത്യക്ഷമാ ഇറങ്ങുക. പലരുടെ കരത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. ആവിയാനവർ അസൈവാടുகிறார். പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നു. ഒരു ജയത്തെ തരുகிற സാൽവേ ഓ കരത്തിൽ മേലെ അസൈവാടുക. വിജയം തരുന്ന ഒരു കമ്പളം നിന്റെ കരങ്ങളിലെ തരുവാൻ ഇവിടെ വ്യാപരിക്കുന്നു. இந்த நேரத்தை விட்டுறாதே. ഈ സമയത്തെ വിടരുത്. இந்த നേരത്തെ വിட்டுறாதே. ഈ സമയത്തെ വിടരുത്. இதோ வல்லமை, ഏതോ ശക്തി, இதோ அந்த வல்லமை ഇവിടെ ആ ശക്തി உன்னுடைய கரத்துல வெளிப்படுது. നിന്റെ കരങ്ങളിൽ അത് വെളിപ്പെടുന്നു. தளர்ந்து போன கையே, തളർന്നു പോയ കരങ്ങളെ நீ பலப்படுத்து. നീ ബലപ്പെടൂ. உன் ஜெயத்தை தீர்மானி. ഹല്ലേലൂയ. உன் ஜெயத்தை தீர்மானி. നിന്റെ വിജയത്തെ നീ തീരുമാനിക്കുക. உன்னுடைய ஜெயத்தை தீர்மானி. നിന്റെ വിജയത്തെ നീ തീരുമാനിക്കുക. இதோ வல்லமை இறங்குது. ആ ശക്തി ഇറങ്ങി വരുന്നു. இதோ அபிஷேகம் இறங்குது. അഭിഷേകം ഇറങ്ങി വരുന്നു. உன் கரத்தின் மேல வெளிப்படுது. നിന്റെ കരങ്ങളിൽ അത് വെളിപ്പെടുന്നു. சத்துரு மடங்கடிக்கப்படுகிறார். ശത്രുവിന്റെ മുകളിൽ അത് വിജയം പെറുന്നു. கைகளை தட்டி ஆவியிலே കരങ്ങൾ അടിച്ച് விடாத 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 கைகளை தட்டி ஆவியிலே உடமனக திடபா உடகத்தனா ரகசிய. ஓ, நன்றாய் கவனிங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. இங்கே சவுலுடைய நிலைமை, இஸ்ரவேல் ஜனங்களுடைய நிலைமை என்ன? ഇവിടെ ശൗലിന്റെയും ഇസ്രായേൽ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? பெலிஸ்தனுடைய எந்த வல்லமையும் அவங்களால ஜெயிக்க முடியாத ஒரு சூழ்நிலைக்குள்ளே அங்கே ஜனங்கள் கடந்து போகிறார்கள். ഫെലിസ്ത്യരുടെ ശക്തിയെ വിജയിക്കാവണ്ണം ജനങ്ങൾ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിലൂടെ കടന്നു പോകുന്നു. ஒரு கோலியாத் அங்க ஜெயிக்க முடியல. ഒരു ഗോലിയാത്തിനെ നേരിടാൻ കഴിയുന്നില്ല. இந்த ராணுவத்துக்கு பெயர் என்ன தெரியுமா? ഇതിന്റെ പേരെന്താണെന്നറിയാമോ? ഇസ്രായേലിൻ രാணுവം. ഈ സൈന്യത്തിന്റെ പേര് ഇസ്രായേൽ സൈന്യം. ഇസ്രായേലിന് അർത്ഥം என்ன தெரியுமா? ഇസ്രായേലിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇസ്രായേലിന് അർത്ഥം என்ன தெரியுமா? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇസ്രായേൽ என்றாலே ജയിக்கிறവൻ என்ற அர்த்தம். ഇസ്രായേൽ എന്ന് വെച്ചാൽ വിജയം പ്രാപിക്കുന്നവൻ എന്ന അർത്ഥം. ഇസ്രായേൽ என்றாலே ജയിக்கிறവൻ. ഇസ്രായേൽ എന്നാലേ ജയം പ്രാപിക്കുന്നവൻ, ജയത്തെ എടുக்கிறവൻ, ജയം എടുക്കുന്നവൻ, ജയത്തെ തരുகிறவன், ജയം പ്രാപിക്കുന്നവൻ, ജയത്തെ ഉടയവൻ, ജയത്തെ കൊണ്ടവൻ. நீங்க வேதத்தை கவனமா வாசிச்சு பார்த்தீங்கன்னா വചനത്തെ ശ്രദ്ധിച്ചു വായിച്ചു നോക്കിയാൽ 3 இடத்துல இஸ்ரவேல் என்பதை நான் உங்களுக்கு காட்டுகிறேன். 3 സ്ഥലത്തിലെ ഇസ്രായേൽ ജനങ്ങളെ പറ്റി ഞാൻ കാണിച്ചു കൊടുക്കാം. யாக்கோப்பு தேவனோடு போராடி ஜெயித்த பொழுது தேவன் அவனுக்கு ஒரு பெயரை வைக்கிறார். യാക്കോബ് ദൈവത്തോട് അവൻ യുദ്ധം ചെയ്തപ്പോൾ ദൈവം അവന് ഒരു പേരിടുന്നു. என்ன பேர் தெரியுமா? അത് എന്താണെന്നറിയാം? உனக்கு இஸ்ரவேல் என்னும் பேர் இருப்பதாக. നിനക്ക് ഇസ്രായേൽ എന്ന് പേരുണ്ടാകട്ടെ. யாக்கோப்பு இல்லை, നീ യാക്കോബല്ല, நீ இஸ்ரவேல். ഇനി തൊട്ട് നീ ഇസ്രായേൽ. அப்படின்னா அர்த்தம் என்ன? അതിന്റെ അർത്ഥം എന്താ? நீ ஜெயிக்கிறவன், നീ വിജയം പ്രാപിക്കുന്നവൻ, நீ ஜெயிக்கிறவன், നീ വിജയം പ്രാപിക്കുന്നവൻ. இப்ப அடுத்தது இன்னொரு இடத்துல ஒரு பேர் வைக்கப்படுது. അടുത്ത ഒരു പേര് വയ്ക്കുന്നു. எலியா பேர் வைக்கிறாரு. എലിയ പേരിടുന്നു. 1 ராஜாக்கள் 18:30 வாசிச்சு பாத்தீங்கன்னா 1 രാജാക്കന്മാർ 18:30 വായിച്ചു നോക്കിയാൽ அங்கே எலியா சொல்லுகிறார். അവിടെ എലിയ പറയുന്നു, தகர்க்கப்பட்ட பலிபீடத்தை பார்த்து சொல்லுகிறார். ഇടിക്കപ്പെട്ടു പോയ ബലിപീഠത്തെ നോക്കി പറയുന്നു. செப்பனிட தொடங்கும் பொழுதே பேர் வைக்கிறாரு. ബലിപീഠം കട്ട തുടങ്ങിയപ്പോഴേ അവൻ പേരിടുന്നു. அது கட்டை எடுத்து வைக்கிறதுக்கு முன்னாடி ஒரு பேர் வைக்கிறாரு. അതിനുடைய കട്ടകൾ എടുത്തു വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പേരിടുന്നു. என்ன
பேர் தெரியுமா? ആ നാമം എന്താണെന്നറിയാമോ? உனக்கு இஸ்ரவேல் என்னும் பேர் இருப்பதாக. നിനക്ക് ഇസ്രായേൽ എന്ന പേര് ഇരിക്കട്ടെ. அப்பனா அர்த்தம் என்ன தெரியுமா? അതിന്റെ അർത്ഥം എന്താ? இப்ப நீ தகர்ந்து கிடக்கிற, ഇപ്പോഴോ നീ തകർക്കപ്പെട്ടിരിക്കുന്നു. இப்ப நீ சத்ருவால தோற்கடிக்கப்பட்டு கிடக்கிற, ഇപ്പോഴോ ശത്രുവാൽ നീ തോറ്റുപോയിരിക്കുന്നു. சில வல்லமையினால நீ தோற்று போய் கிடக்கிற. ചില ശക്തികളാൽ നീ തോറ്റുപോയിരിക്കുന്നു. தேவன் உன்னை திரும்ப கட்ட விரும்புகிறார். ദൈവം നിന്നെ വീണ്ടും പണിയാൻ ആഗ്രഹിക്കുന്നു. கட்டுவதற்கு முன்னாடியே நிர்ணயம் பண்ணுகிறார் தேவா. കെട്ടുന്നതിന് മുമ്പേ ദൈവം ഇടപെടുന്നു. நீ இனி இஸ்ரவேலாய் இருப்பாய். നീ ഇനി ഇസ്രായേലായിരിക്കും. தோற்று போகிறவனாய் இல்லை, തോറ്റു പോകുന്നവനായല്ല, நீ ஜெயிக்கிறவனாய் இருப்பாய். വിജയം പ്രാപിക്കുന്നവനായിരിക്കും. நீ தோற்று போகிறவன் இல்லை, നീ തോറ്റു പോകുന്നവനല്ല. எலியாவின் தேவன் வெச்ச பேராக்கா. ഏലിയാവിന്റെ ദൈവം ഇട്ട പേരാണ്. தீர்க்க தரிசனமா சொல்றேன், പ്രവചനമായി പറയുന്നു. இந்த இடத்துல அமர்ந்திருக்கிற ஒரு பிள்ளைகள் மேலே தேவன் இந்த வார்த்தை அனுப்புகிறார். ഇവിടെ ഇരിക്കുന്ന ഒരു മകളുടെ മേളിൽ ദൈവൻ ഈ വാക്കുകളെ, ഈ പ്രവചനത്തെ അയക്കുന്നു. நீ இனி தோற்று போகிற பிள்ளை இல்லை, ഇനി നീ തോറ്റു പോകുന്ന മകളല്ല. உனக்கு இஸ்ரவேல் என்னும் பேர். നിന്റെ പേര് ഇസ്രായേൽ. தேவன் முத்தரிக்கிறார். ദൈവം മുദ്ര ചെയ്യുന്നു. நீ ஜெயிக்கிறவன், നീ വിജയം പ്രാപിക്കുന്നവൾ. நீ ஜெயிக்கிறவன், നീ വിജയം പ്രാപിക്കുന്നവൾ. நீ எல்லாத்தையும் ஜெயிப்ப, നീ സകലത്തിലും ജയാളി. நீ சகலவற்றையும் மேற்கொள்ளுவ. നീ സകലത്തിലും ജയാളി. ஒன்று உன்னை மேற்கொள்வது இல்லை, ഒന്നും നിന്റെ മുകളിൽ ജയം പ്രാപിക്കില്ല. இதுதான் இஸ்ரவேல். ഇതാണ് ഇസ്രായേൽ. அல்லேலூயா, ഹല്ലേലൂയ, அல்லேலூயா. ഹല്ലേലൂയ. நீங்க கவனிச்சு பாருங்க, ശ്രദ്ധിച്ചു നോക്കൂ. நீ அப்படித்தான் வாழணும், അങ്ങനെയാണ് നീ ജീവിക്കേണ്ടത്. நீ அப்படித்தான் ஜீவிக்கணும். അങ്ങനെ തന്നെയാണ് നീ ജീവിക്കേണ്ടത്. உன்னுடைய நாமம் இஸ்ரவேல். നിന്റെ നാമമോ ഇസ്രായേൽ. அப்படின்னா என்ன அர்த்தம்? ഇസ്രായേൽ എന്നതിന്റെ അർത്ഥം എന്താണ്? நீ ஜெயிக்கிறவள். നീ വിജയം പ്രാപിക്കുന്നവൻ. இஸ்ரவேல் என்றால் என்ன அர்த்தம்? ഇസ്രായേൽ എന്നാൽ അർത്ഥം എന്താണ്? ஜெயிக்கிறவன். വിജയം പ്രാപിക്കുന്നവൻ, ஜெயிக்கிறவன், ജയിക്കുന്നവൻ. அவன் பேரே ஜெயம். അവന്റെ പേര് തന്നെ ജയാളി. ஆனா இப்ப நிலைமைய பாருங்க, ഇപ്പോഴോ അവന്റെ സ്ഥിതി, അവന്റെ പരിസ്ഥിതി നോക്കൂ. இஸ்ரவேலின் ராணுவம், ഇസ്രായേലിന്റെ സൈന്യം, இஸ்ரவேலின் ராணுவம், ഇസ്രായേലിന്റെ സൈന്യം. அதுக்கு அர்த்தம் என்ன? അതിന്റെ അർത്ഥം എന്താണ്? அதனுடைய அர்த்தத்தினுடைய காரியம் என்ன? അർത്ഥം എന്താണ്? ஜெயிக்கிறவர்கள், വിജയം പ്രാപിക്കുന്നവர்கள், யுத்தம் பண்ணி ஜெயிக்கிறவர்கள், യുദ്ധം ചെയ്ത് വിജയം പ്രാപിക്കുന്നവർ, ஜெயத்துக்காகவே யுத்தம் பண்ணுகிறவர்கள், ജയത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവർ. அதுதான் பேரு. അത് തന്നെയാണ് ആ പേര്. ஆனா இப்ப நிலைமை என்ன? ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? இஸ்ரவேலின் மேல இருந்த ஜெயத்தின் அபிஷேகம் அங்க இல்லாமல் போகிறது. ഇസ്രായേലിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആ ജയത്തിന്റെ അഭിഷേകം ഇപ്പോഴോ ഇല്ല. இப்போ சத்துரு மேல ஓங்கி சொல்றான், என்னோட யுத்தம் பண்றவன் ஒருத்தனுமே இல்லையா? ഇപ്പോഴോ ശത്രു പറയുന്നു, എന്നോട് യുദ്ധം ചെയ്യുവാൻ ഒരുവനും ഇല്ലയോ? நீ யாராவது இருந்தாவா? ആരെങ്കിലും ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ വാ. அவன் 40 நாள் இப்படியே சொல்லிக்கிட்டே இருக்கிறான். 40 ദിവസവും അവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ஆனா ஒருத்தனும் முன் வரல, ഒരുത്തരും അവിടെ വന്നില്ല, ஒருத்தனும் எழும்பல, ഒരുത്തനും വന്നില്ല. இதோ இதே சூழ்நிலை இதோ இனி வருகிற காலங்களில் நடக்க தொடங்கி ஆயிற்று. ഇതുപോലത്തെ പരിസ്ഥിതി വരുന്ന കാലഘട്ടങ്ങളിലും സംഭവിക്കാൻ ആരംഭിച്ചു. சத்துருவோடு யுத்தம் பண்ணுகிற நபர்கள் இல்லை, ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരില്ല. எபிரேயர் நிருபத்தை எழுதின ஆக்கியோன் சொல்லுகிறார், എബ്രായർ എഴുതിയവൻ പറയുന്നു, 12:4 சொல்லுகிறார், 12:4 പറയുന്നു, யுத்தம் பண்ணுகிறவன் இல்லையோ, யுத்தம் ചെയ്യുന്നവൻ ഇല്ലയോ, பாவத்துக்கு விரோதமாய் போராடுகிறவன் இல்லைയോ, പാപത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവൻ പോരാടുന്നവൻ ഇല്ലയോ, அன்றைக்கல்ல இன்றைக்கு அது தொடங்கி ஆயிற்றுங்கிறார் ஆவியானவர். അന്നല്ല ഇന്നത് ആരംഭിച്ചു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. இதோ அந்த தேசத்தை கலங்கடிக்கிற அந்த தேசாந்தர ஆவியோட யுத்தம் பண்ண சவுலால முடியல, இஸ்ரவேல் ராணுவத்தால முடியல. ആ ദേശത്തിനോട് പോരാടുന്ന ദേശത്തിന്റെ ശക്തിയോട് പോരാടുവാൻ ഒരുത്തനെ കൊണ്ടും കഴിയുന്നില്ല. சத்துரு ஜெயம் எடுத்துட்டே இருக்கிறான், ശത്രു വിജയം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. அவன் வந்து தான் ஜெயத்தை நிர்ணயம் பண்றான். അവൻ ജയത്തെ അവൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. அவன் வந்து சொல்றான், வாடாங்கறான்.
അവൻ വന്ന് പറയുന്നു നീ എന്നെ നേരിടൂ, வந்து யுத்தம் பண்ணுகிறான். വന്ന് യുദ്ധം ചെയ്യുന്നു പറയുന്നു. ஆனா ஒருத்தனும் முன் வரல. ഒരുത്തിനും വന്നിട്ടില്ല. எல்லார் இருதயம் கலங்கி போச்சு. എല്ലാവരുടെ ഹൃദയവും കലങ്ങിപ്പോയി. எல்லாருடைய மனமும் துவண்டு போச்சு. എല്ലാവരുടെ മനമും തളർന്നു പോയി. இதை தேவன் பார்க்கிறாரு. ഇതിനെ ദൈവം നോക്കി. தேவன் பார்க்கிறாரு. ഇതിനെ ദൈവം നോക്കി. இன்றைக்கு தேவன் ஒரு காரியத்தை செய்ய அவர் இறங்கி இருக்கிறார். ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. இதோ அந்த கோலியாத்து கேட்க உറக்க சொல்லுகிறேன். ആ ഗോലിയാത്ത് കേൾക്കുവാൻ തക്കവണ്ണം ശബ്ദം കൊണ്ട് പറയുന്നു, ഇസ്രായേലിലെ ഒരു നദി ഉണ്ട്. ഇസ്രായേലിലെ ഒരു നദിയുണ്ട്. ഇസ്രായേലിൽ ഒരു ആറ് ഉണ്ട്. ഇസ്രായേലിൽ ഒരു നദിയുണ്ട്. இந்த கோலியாத்தை ഈ ഗോലിയാത്ത് ഒരേ അടിയിലെ ഒറ്റടി കൊണ്ട് തകർത്തു പോടുന്ന அந்த கூழாங்கற்களை ആ കല്ലുകൾ കൊണ്ട് அந்த ஆற்றுக்குள்ள ആറ്റിന്റെ അകത്ത് ദൈവം മറച്ചു വെച്ചിരിக்கிறாரு. ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. ദൈവം മറച്ചു വെച്ചിരിக்கிறாரு. ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. ദേശത്തെ കളങ്കടിക്കുന്ന ആവികളെ, ദേശത്തോട് പോരാടുന്ന എല്ലാ ആത്മാവിനെയും, ദേശത്തെ കളങ്കടിക്കുന്ന அந்த ആവികളെ, ദേശത്തിനെ കലങ്കം ചെയ്യുന്ന എല്ലാ ആത്മാവിനോടും ഒരേ അടിയിലെ ഒറ്റടി കൊണ്ട്, ഒരേ കല്ലിലെ ഒറ്റ കല്ല് കൊണ്ട് ദൈവം മുറിയടിக்கிற, ദൈവം വിജയം പ്രാപിക്കാൻ ഒരു പരലോക സേനയെ, ഒരു സ്വർഗീയ സൈന്യത്തെ, ഒരു യുദ്ധം பண்ணுகிற സേനയെ, യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യത്തെ ഇസ്രായേലുക്കാக தேவன் വെച്ചിരിக்கிறாரு. ഇസ്രായേലിന് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. அந்த கல் எங்க இருக்கு? ആ കല്ല് എവിടാണുള്ളത്? ആറ്റുക്കുള്ളേ. ആറ്റിന്റെ അകത്ത്. ആറ്റുക്കുള്ളേ. ആറ്റിന്റെ അകത്ത്. அதனால இன்னைக்கு தேவன் ஒரு தலைப்பை கொடுத்தார். അതുകൊണ്ടാണ് ദൈവം ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ മിനുസമുള്ള കല്ല. இன்னைக்கு செய்தியின் தலைப்பு என்ன? ഇന്നത്തെ വചനത്തിന്റെ ടോപ്പിക് എന്താണ്? கூழாங்கல். അത് മിനുസമുള്ള ഒരു കല്ല്. நல்லா கவனிங்க, ശ്രദ്ധിച്ചു കേൾക്കൂ. அந்த கோலியாத்துக்கு தெரியாது. ഗോലിയാത്ത് അറിഞ്ഞിട്ടില്ല. அவன் மேலோட்டமா பார்க்கறான். അവൻ ഇങ്ങനെ മുകളോട്ട് ഉള്ള കാര്യങ്ങളെ നോക്കുന്നു. ഇസ്രായേൽ റാണുവത്തെ பார்த்து അവൻ കൊക്കറിக்கிறான். ഇസ്രായേൽ സൈന്യത്തെ നോക്കി അവൻ ഇങ്ങനൊക്കെ പറയുന്നുണ്ട്. அங்கே சவுலை பார்த்து அவன் மேலோங்கறான். ശൗലിനെ നോക്കി ഇങ്ങനൊക്കെ പറയുന്നുണ്ട്. ஆனா அவனுக்கு ஒண்ணும் தெரியல. പക്ഷേ അവൻ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ஒரே அடி அகர்க்கிற அந்த கல்ல தேவன் ஆற்றுக்குள்ளே மறைச்சு வச்சிருக்கிறாரு. ഒറ്റടി കൊണ്ട് തകർക്കുന്ന കല്ലിനെ ദൈവം ആറ്റിനകത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. அந்த கல்ல தேவன் மறைச்சு வச்சிருக்கிறாரு. ആ കല്ലെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. அது മാംസமான കണ്ണുക്ക് പുലപ്പെടാതെ, അതും ജഡ കണ്ണുകൾക്ക് അത് കാണത്തില്ല. அது சவுலின் கண்ணுக்கு தெரியாது. സൗലിന്റെ കണ്ണുകൾക്ക് അത് കാണത്തില്ല. இஸ்ரவேலிலே இருக்கிறவனுக்கு அது தெரியாது. ഇസ്രായേലിലുള്ളവർക്ക് അത് അറിയത്തില്ല. அது யாருக்கு தெரியும்? ആർക്കാണ് അത് അറിയുന്നത്? ദാവീദിന്റെ ദൈവത്തിക്ക് தெரியும். ദാവീദിന്റെ ദൈവത്തിന് അതറിയാം. ദാവീദിന്റെ ദൈവത്തിക്ക് தெரியும். ദാവീദിന്റെ ദൈവത്തിന് അതറിയാം. தேவன் என்ன பண்ணுகிறார்? ദൈവം എന്ത് ചെയ്യുന്നു? இந்த கல்லை எங்க வைக்கிறாரு? ഈ കല്ലിനെ എവിടാണ് ദൈവം വയ്ക്കുന്നത്? இதுதான் இந்த கல்லை தேவன் தெரிந்து கொள்ளுகிற காரியம். ഇത് തന്നെയാണ് ദൈവം ആ കല്ലിനെ തിരഞ്ഞെടുക്കുന്ന കാര്യം. இன்னைக்கு சரி ஆவில வந்துருங்க. ഇന്ന് ശരിയായിട്ട് ആത്മാവിൽ വന്നോണം. நீ ஆற்றுக்கு வெளியே இருக்க தேவன் உன்னை அழைக்கல. ആറ്റിൽ നിന്നും വെളിയെ ഇരിക്കുവാനായിട്ട് ദൈവം നിന്നെ വിളിച്ചില്ല. உன்னை ஆற்றுக்குள்ளதான் வாழணும்னு தெரிஞ்சிருக்கிறாரு. ദൈവം ആറ്റിനകത്ത് നിൽക്കുവാനാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. நீ வெளியே இருக்கிற ஆள் அல்ல. നീ വെളിയെ ഇരിക്കുന്ന മനുഷ്യനല്ല. நீ ஆற்றுக்குள்ள வாழுகிற நபர். നീ ആറ്റിന്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യൻ. நீ ஆற்றுக்குள்ள மறைஞ்சிருக்கிற நபர். നീ ആറ്റിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന മനുഷ്യൻ. நீங்க கவனிங்க, ശ്രദ്ധിച്ചു കേൾക്കൂ. நல்லா கவனிங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. நீங்க ஆற்றில் இருக்கிற கல்லுக்கும் ആറ്റിൽ ഇരിക്കുന്ന കല്ലിനും வெளியே இருக்கிற கல்லுக்கு வித்தியாசம் இருக்கு. വെളിയെ കിടക്കുന്ന കല്ലിനും വ്യത്യാസമുണ്ട്. இப்ப கோலியாத்து தேசத்தை கலங்கடிக்கிறான். ഗോലിയാത്ത് ദേശത്തോട് പോരാടുന്ന ദേശത്തിനെ കലങ്ങ ചെയ്യുന്നു. என் தேவனுக்கு எல்லாம் தெரியும். എന്റെ ദൈവത്തിന് എല്ലാം അറിയാം. ஒரு நாள் வரும்பொழுது இஸ்ரவேல் சோர்ந்து போகும்னு தெரியும்.
ഒരു ദിവസം ഇസ്രായേൽ ജനം തളർന്നു പോകുമെന്ന് ദൈവം അറിയും. சவுல் ராஜாவன் தளர்ந்துருவான்னு தெரியும். ശൗൽ രാജാവ് പോലും തളർന്നു പോകുമെന്ന് ദൈവം അറിയും. சவுல் ராஜா தளர்ந்த உடனே தேவன் தளர்ந்து போன இடத்திலே ஜெயத்தை எடுக்கிற ஒரு அபிஷேகத்தை தேவன் எழும்ப பண்ணினார். ശൗൽ രാജാവ് പോലും തളർന്ന സ്ഥാനത്ത് ജയം പ്രാപിക്കുന്ന ഒരു അഭിഷേകത്തെ ദൈവം തന്നു. இன்னைக்கு ஆவில நிரம்பி சொல்லுகிறேன், ഇന്ന് ആത്മാവിൽ നിറഞ്ഞു പറ, நீ தோற்று போன இடத்திலே, நீ தோல்வி அடைந்த இடத்திலே ஜெயத்தை எடுக்கிற ஒரு அபிஷேகத்தை தெய்வம் எழும்ப பண்ணுகிறார். നീ തോറ്റുപോയ സ്ഥാനത്തിൽ ജയം പ്രാപിക്കുന്ന അഭിഷേകത്തെ ദൈവം തരുന്നു. இதோ எழும்பு தந்த அபிஷேகம். ഇപ്പോഴേ അഭിഷേകം വരുന്നു. ஓ இருதய கலங்க வேண்டாம், നിന്റെ ഹൃദയം കലങ്ങി പോകരുത്. நீ பயப்பட வேண்டாம். നീ ഭയപ്പെടേണ്ട. இதோ ஆற்றில் இருக்கிற கல் ഇതോ ആറ്റിന്റെ അകത്തിരിക്കുന്ന കല്ല് மேல வரப்போகுது. അത് മുകളിലോട്ട് വരാൻ പോകുന്നു. கவனமா கேளுங்க, ശ്രദ്ധിച്ചു കേൾക്കൂ, கவனமா கேளுங்க, ശ്രദ്ധിച്ചു കേൾക്കൂ, கவனமா கேளுங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. இந்த கல் எங்க இருக்கு? ഈ കല്ല് എവിടാണ് ഇരിക്കുന്നത്? ஆற்றுக்குள்ள. ആറ്റിന്റെ അകത്ത്. இந்த கல் எங்க இருக்கு? ഈ കല്ല് എവിടാണ് ഇരിക്കുന്നത്? ஆற்றுக்குள்ள. ആറ്റിന്റെ അകത്ത്. அங்க நீங்க கவனிக்கணும். അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. கோலியாத்து எழும்பி தேசத்தை கலங்கடிக்கிற பொழுது, ഗോലിയാത്ത് ഉയർന്ന് ദേശത്തിനോട് പോരാടുമ്പോഴും കലങ്കം ചെയ്യുമ്പോഴും, தேசமே கலங்கி இருக்கிற பொழுது, ദേശം മൊത്തം കലകത്താൽ നിറഞ്ഞിരിക്കുന്നു. தேவ ஜனம் அவரை ஆராதிக்கிற ஜனம் கலங்கி இருக்கிற பொழுது, ദൈവത്തെ ആരാധിക്കുന്ന ജനം കലകത്തിലായിരിക്കുന്നു. நீங்க நல்லா கவனிக்கணும். നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. அந்த தேசத்தினுடைய எல்லா கலக்கத்தையும் மாற்றுகிற ஒரு மனிதனை அந்த தேசத்துல தேவன் உருவாக்கி இருக்கிறார். ദൈവ ആ ദേശത്തിന്റെ സകല കുഴപ്പങ്ങളും കലകത്തെയും മാറ്റുവാൻ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ஒரு நாட்களிலே இந்த ஜனங்கள் நல்லா சந்தோஷமா இருந்தாங்க. കുറച്ച് ദിവസം ഈ ജനങ്ങൾ നല്ല സന്തോഷിച്ചിരുന്നു. ஆனா தாவீது விடாய்த்து போயிருந்தான். ദാവീദ് തളർന്നു പോയിരുന്നു. அவன் ரொம்ப கலங்கடிச்சிருந்தான். ദാവീദ് അങ്ങനെ കുഴമ്പിയിരുന്നു. அவனை கண்டுக்கிற ஒரு மனுஷன் இல்ல. ദാവീദിനെ കാണുവാനോ നോക്കുവാനോ ഒരുത്തരും ഇല്ലാതിരുന്നു. அவனுக்கு வனாந்தரம். അവന് അത് ഒരു മരുഭൂമിയായിരുന്നു. அந்த வனாந்தர பாதை எதுக்கு? ആ മരുഭൂമിയുടെ വഴി എന്തിനാണ്? அவன் கலங்கின வாழ்க்கை எதுக்கு? അവന്റെ അങ്ങനത്തെ ജീവിതം എന്തിനാണ്? ஏன் அவனை தேவன் உடைச்சாரு? എന്തിനാണ് ദൈവം ദാവീദിനെ ഉടച്ചത്? ஏன் அவனை நொறுகுண்ட பலியாக்கினாரு? എന്തിനാ അവനെ ഉടഞ്ഞ ബലിയായി മാറ്റിയത്? ஏன் அவனை நறுகுண்ட பலியாக்கினாரு? എന്തിനാ ദൈവം അവനെ അങ്ങനത്തെ ഒരു ബലിയായി മാറ്റിയത്? ஏன்னா நீ ஒரு மனுஷனுடைய கலக்கத்தை மாற்ற தேவன் உன்னை தெரிந்து கொள்ளல. ഒരു മനുഷ്യന്റെ ആ കുഴപ്പത്തെ കലങ്ങത്തെ മാറ്റുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തില്ല. தேசத்தின் முழு கலக்கத்தை மாற்றுகிற ஒரு பாத்திரமாகவே தேவன் உன்னை தெரிந்து கொண்டார். ദേശത്തിന്റെ കലക്കത്തെയും പോരാട്ടത്തെയും മാറ്റുവാനായിട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. நீங்க நல்லா கவனிச்சு பார்த்தா, നിങ്ങൾ നല്ല ശ്രദ്ധിച്ചു നോക്കിയാൽ, நல்ல ஆவியில கேட்டா புரியும் உங்களுக்கு. ആത്മാവിലെ നിങ്ങൾ ഇതിനെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. பிலிப்பு ஒரு பட்டணத்துக்கு போறாங்க. ഫിലിപ്പോസ് ഒരു പട്ടണത്തിൽ പോകുന്നു. பிலிப்பு போன உடனே பிசாசுகளை அலக்கழிக்குது. ഫിലിപ്പോസ് ചെന്ന ഉടനെ അവിടെ പിശാചുകൾ ഇളകുവാൻ തുടങ്ങി. எல்லா ആവിയും வெளியேறுது. എല്ലാ ആത്മാവും പുറത്തോട്ട് പോയി. நீங்க கவனிச்சு பாருங்க. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. அந்த ஆவிகள்லாம் போன உடனே, ആ ദുഷ്ടാത്മാക്കളെല്ലാം പോയതിനു ശേഷം அந்த தேசத்துல மிகுந்த சமாதானம் வந்துருச்சா. ആ ദേശത്തിൽ ഒരു വലിയ സമാധാനമുണ്ടായി. மிகுந்த மகிழ்ச்சி வந்துருச்சா. ഒരു വലിയ സന്തോഷമുണ്ടായി. அப்ப இதுல இருந்து என்ன தெரியுது? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? உன் மேல இருக்கிற அபிஷேகம், നിന്റെ മുകളിലുള്ള അഭിഷേകം, உனக்குள்ள தேவன் வச்சிருக்கிற அபிஷேகம், നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന நீ അഭിഷേകം, ஏதோ ஒரு மனுஷனே ஒரு குடும்பத்தை சமாதானத்துல மகிழ்ச்சியில அது கர்த்தருக்குள்ள நடத்துறதுக்கு இல்ல. ഒരു മനുഷ്യനെയോ ഒരു കുടുംബത്തിനെയോ ഒരു സമാധാനത്തിലോട്ടോ സന്തോഷത്തിലോട്ടോ നയിക്കുവാനല്ല. தேசத்தையே சமாதானத்திலும் கர்த்தருக்குள்ள நடத்துகிற அந்த அபிஷேகத்தை தேவன் உனக்குள்ள வச்சிருக்கிறார். ഈ മുഴുവൻ ദേശത്തെയും സന്തോഷത്തിലും സമാധാനത്തിലും നയിക്കുവാനുള്ള അഭിഷേകം ദൈവം നിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. அது பிலிப்பு அந்த அபிஷேகம் கட்டவிழ்க்கப்படுது. ആ അഭിഷേകം ഇവിടെ തുറന്നു വരുന്നു. அந்த அபிஷேகത്തിന്റെ வல்லமை கட்டவிழ்க்கப்படுது. ആ അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ അഴിഞ്ഞു വരുന്നു. நீ ஆவியில கேட்டால்
ഇനി അമര മുടിയാതെ. ആത്മാവിൽ നീ ഇതേ ശ്രദ്ധിച്ചാൽ നീ ചുമ്മാതിരിക്കാൻ കഴിയുകയില്ല. ஏன்னா அபிஷேகம் இறங்குற இடத்துல ஒரு அசைவு உண்டு. എന്തെന്ന് വെച്ചാൽ അഭിഷേകം വരുന്ന സ്ഥലത്ത് ഒരു വ്യാപാരമുണ്ട്. அந்த அபிஷேகம் அந்த இடத்தை ஆண்டு கொள்ள. അഭിഷേകം ആ സ്ഥലത്തെ വാഴും. எல்லா சத்துருக்களை வெளியேற்ற. സകല ശത്രുക്കളെയും പുറത്താക്കൂ. நல்லா கவனிங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. நல்லா കവനിங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. இப்ப சத்ரு மேலே எழும்பி அங்கே 40 நாள் போராடுறான். ഇപ്പോൾ ശത്രു ഉയർച്ചയിലായി 40 ദിവസം പോരാടുന്നു. இவன் போராடுறான். 40 ദിവസം പോരാടുന്നു. ஆண்டவர் பார்த்துட்டே இருக்கிறாரு. ദൈവം നോക്കിക്കൊണ്ടേ ഇരിക്കുക. இந்த கூழாங்கல் ഈ മിനുസമുള്ള ഈ കല്ലുകൾ சத்துரு என்ன சத்தம் போட்டாலும் என்ன செஞ்சாலும் இந்த கூழாங்கல் அதை எதுவுமே கண்டுக்கல. ശത്രു എന്ത് പറഞ്ഞാലും ഈ കല്ലുകൾ അതിനെ ശ്രദ്ധിച്ചില്ല. இது கொஞ்சம் கூட மேல வரல. ഇത് മുകളിലോട്ട് വന്നേ ഇല്ല. இது തന്നെത്താനെ ஒருபோதும் തന്നെ தூக்கிக்காது. ഇത് തന്നെത്താനെ അത് ഉയർത്തി കാണിക്കുകയുമില്ല. இது തന്നെത്താനെ நான் இருக்கிறேன்னு வரவே வராது. ഇത് ഞാനുണ്ടെന്ന് ഇത് പുറത്തു വരില്ല. அது தேசமே கலங்கடிச்சாலும் இது தானா வராது. ദേശം മുഴുവനും പോരാടിയാലും തന്നെത്താനെ ഇത് മുകളിലോട്ട് വരില്ല. இன்னைக்கு நிறைய பேரை பாருங்க, പലരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ஆவிக்குரிய பூரணம் இருக்காது. ஆவிக்குரிய பூரணம் இருக்காது. ആത്മീക നിറവുണ്ടാകില്ല. எந்த விதமான தாக்கம் ஆவிக்குரிய தன்மையில உங்களுக்குள்ள இருக்காது. ആത്മീകമായിട്ടുള്ള ഒരു കാര്യവും അവരുടെ ഉണ്ടാവില്ല. ஆனா தன்னை ஒரு சக்தி போல காட்டுகிற சீமோன்கள் உண்டு. അവര് പദ്ധതി പോലെ കാണിക്കുന്ന സീമോന്മാർ കുറെ ഉണ്ട്. அது ஒண்ணுமே தெரியாது. അവന് ഒന്നും അറിയില്ല. அபிஷேகம் பண்ணப்பட்டவன் கையை வச்சா தான் விஷயமே தெரியும். അഭിഷക്തൻ കരം വച്ചാല് പറഞ്ഞ ആൾ വേറൊരു ആത്മാവിലെ പറയും. அது வேற ஆவியில பேசும். വേറൊരു ആത്മാവിൽ അത് പറയും. ஆனா பரிசுத்த ஆவியினால் பெறப்பட்ட கிருபை பெறப்பட்ட ஊழியக்காரன் கையை வைக்கிறேன்னு அது தீர்க்கதரிசனம் பேசும். പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷക്തൻ കരം വച്ചില്ലെങ്കിൽ ഇത് പ്രവചനം പറയും. இது வெளிப்பாடு சொல்லும். ഇത് വെളിപ്പാടും പറയും. ஆனா அபிஷேகம் பண்ணப்பட்டவன் வந்து நின்னா இது வேலை செய்யாது. അഭിഷേകം ചെയ്യപ്പെട്ടവൻ വന്നാൽ ഇത് അവിടെ ചലിക്കില്ല. செய்யாது. അത് അവിടെ ചലിക്കില്ല. செய்யாது. അത് അവിടെ ചലിക്കില്ല. தேவநாம மகிமைக்காய் சொல்லுகிறேன். ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനും പറയുന്നു. தேசத்துக்கே தீர்க்கதரிசியாய் இருந்த ஒரு சகோதரி, ഈ ദേശത്തിലെ ഒരു പ്രവാചികയായിരുന്ന ഒരു സഹോദരി நாசரேத்துல இருக்கிறாங்க. നാസറേത്ത് പട്ടണത്തിലുണ്ട്. நான் போயிருந்தேன். ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. நான் அந்த அம்மாட்ட ஜெபிக்கத்தான் போனேன். ഞാൻ അവരുടെ അടുത്തുനിന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. ஆனா எனக்கு விஷயம் தெரியாது. எம்மேல இருக்கிற வரம், எம்மேல இருக்கிற தேவனை நடத்திப்பு எனக்கு ஒண்ணுமே தெரியாது. എന്റെ മുകളിലുള്ള ദൈവത്തിന്റെ നടത്തിപ്പൊന്നും എനിക്കൊന്നും അറിയില്ല. அவங்க எல்லாத்துக்கும் சொல்றாங்க. സകലരിനു വേണ്ടിയും അവർ പ്രവചനം പറഞ്ഞു. நான் உள்ள வந்தாச்சு. ഞാൻ അകത്ത് കടന്നു വന്നു. எனக்கு ஒண்ணும் சொல்லல. എനിക്ക് അവർ ഒന്നും പറഞ്ഞില്ല. எனக்கு ரொம்ப கவலை. എനിക്ക് ഭയങ്കര ദുഃഖമുണ്ടായി. வந்த எல்லாருக்கும் வெளிப்பாடு வருது. വന്ന എല്ലാവർക്കും വെളിപ്പാട് വന്നു. எல்லாருக்கும் ரகசியம் வருது. എല്ലാവർക്കും രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ஆனா எனக்கு ஒண்ணுமே இல்ல. എന്നാൽ എനിക്ക് ഒന്നും പറഞ്ഞില്ല. எனக்கு புரியல. എനിക്ക് മനസ്സിലായില്ല. அந்த அம்மா என்ன குறித்து சொல்ல மாட்டேங்குது. ആ സ്ത്രീ എന്നെ പറ്റി ഒന്നും പറയുന്നില്ല. இவனை முதல்ல கூட்டிட்டு போங்குது. ഇവനെ വിളിച്ചോണ്ട് പോ എന്ന് പറയുന്നു. நான் ரொம்ப துக்கமாயிட்டேன். ഞാൻ ദുഃഖമുണ്ടായി. என் கண்ணுல கண்ணீரா வருது. ഞാൻ കരയാൻ തുടങ്ങി. நான் எந்த பாவம் பண்ணினேன்னு தெரியலையே. ഞാൻ ഏത് പാപം ചെയ്തെന്ന് എനിക്കറിയില്ല. ஐயோ எனக்கு அது விளங்கலையே. എനിക്കിത് മനസ്സിലാകുന്നില്ല. நான் உடனே பாத்ரூம்ல போய் அழுகிறேன். ഞാൻ ബാത്റൂമിൽ പോയി കരയുവാൻ തുടങ്ങി. அழுகிறதா இருந்தாலும் கௌரவமா அழுவோம். കരയുമ്പോഴും ഗൗരവത്തോട് കരയും. அப்படித்தான் அழுதேன். അങ്ങനെ ഞാൻ കരഞ്ഞു. ஒண்ணும் வரல. ഒന്നും വന്നില്ല. நான் போனதுக்கு அப்புறம் யாருக்கு வெளிப்பாடும் வரல. ഞാൻ പോയതിനു ശേഷം ഒരാൾക്ക് പോലും വെളിപ്പാട് വന്നില്ല. அதுக்கப்புறம் தான் விஷயம் புரிஞ்சது. അതിനുശേഷം കാര്യം പിടികിട്ടി. ஏன் அப்புறம் தான் தெரிஞ்சது. അതിനുശേഷം കാര്യം മനസ്സിലായി. தேவனுடைய நாம மகிமைப்படட்டும். ദൈവത്തിന്റെ നാമം മഹത്വമുണ്ടാകട്ടെ. நான் அதை சொல்ல விரும்பல. ഞാനത് പറയുന്നില്ല. நல்லா கவனிங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. ഓ മേല രാജാ ആളുകை செஞ்சா, നിന്റെ മുകളിൽ ദൈവം വാഴുന്നുണ്ടെങ്കിൽ, ആവിയാനവർ എഴുമ്പി നിന്നാ, ആ പരിശുദ്ധാത്മാവ് ഉയർന്നു നിൽക്കുവാണെങ്കിൽ, എന്ത് ആവിയും വേല ചെയ്യാതെ ഏതൊരു ആത്മാവും അവിടെ ചലിക്കില്ല. ഹല്ലേലൂയ, റബക്കത്തുടാനിയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഗവനിங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. ഇപ്പൊ ഗോലിയാത്ത് എലുമ്പി കൊക്കരിക്കണം. ഇപ്പോൾ ഗോലിയാത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫെലിസ്ത്യர்கள் പക്ക ആരവാരം. ഫിലിസ്ത്യരെല്ലാം ഇങ്ങനെ ആർപ്പരിക്കുന്നു. ശത്രു ആർപ്പരിക്കണം. ശത്രു എല്ലാം ആർപ്പാടം ചെയ്യുന്നു. കുതിക്കണം. എല്ലാരും കുതിച്ച് ആർപ്പാടം ചെയ്യുന്നു. യുദ്ധം പண்றதுக்கு ആളേ ഇല്ല.
ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഒരുവനുമില്ല. இனி இந்த தேசம் எங்களுக்கு சொந்தங்கிறான். ഇനി ഈ ദേശം ഞങ്ങൾക്കുള്ളത്. ஆனா அவனுக்கு விஷயம் தெரியாது. പക്ഷെ അവർക്ക് ഒരു കാര്യം മനസ്സിലായില്ല. இஸ்ரவேலிலே ஒரு நதி இருக்கு. ഇസ്രായേലിൽ ഒരു നദിയുണ്ട്. இஸ்ரவேலிலே ஒரு ஆறு இருக்கு. ഇസ്രായേലിൽ ഒരു നദിയുണ്ട്. அதற்குள்ளாக ஒரு கூழாங்கல் உண்டு. അതിന്റെ അകത്ത് ഒരു മിനുസമുള്ള ഒരു കല്ലുണ്ട്. அந்த நதியிலே தன் ஜீவியத்தை கழிக்கிற ஒரு கூட்டம் உண்டு. ആ നദിയിൽ തങ്ങളുടെ ജീവിതം ജീവിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഇതാ ദീർഘദർശനമായി ഉറയ്க்கிறேன் കേൾ. ഞാൻ പ്രവചനമായി പറയുന്നു, കേൾക്കുക. இந்த இந்திய தேசத்திலே, ഈ ഇന്ത്യ ദേശത്തില്, இந்த தமிழ்நாட்டிலே, ഈ തമിഴ്നാടില് അന്ധകാരത്തിൻ വല്ലமை, സകല അന്ധകാരത്തിന്റെ ശക്തികൾ, പാപത്തിൻ വല്ലமை, പാപത്തിന്റെ ശക്തികൾ, ശത്രുവിൻ വല്ലமை, ശത്രുവിന്റെ ശക്തികൾ, അവരുടെ ക്രിയകൾ, അവന്റെ പ്രവർത്തികൾ മേലോങ്ങിട്ടേ இருக்குது. ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ ജയിച്ചിട്ടേ ഇരിக்கிறான். അവൻ വിജയം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അവനുക്ക് தெரியாது, അവൻ ഒരു കാര്യം അറിയത്തില്ല. ഇന്ത്യ ദേശത്തിൽ ഒരു നദി ഇருக்கு. ദേശത്തിൽ ഇങ്ങനെ ഒരു നദിയുണ്ട്. തമിഴ്നാട്ടിൽ ഒരു നദി ഉണ്ട്. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു നദിയുണ്ട്. இந்த திருப்பூர் மாவட்டத்தில் ஒரு நதி உண்டு. ഈ തിരുപ്പൂരിൽ ഒരു നദിയുണ്ട്. നാം വസിക്കുന്ന ദേശത്തിൽ ഒരു നദി ഉണ്ട്. ഞാൻ താമസിക്കുന്ന ദേശത്തിൽ ഒരു നദിയുണ്ട്. அந்த നദിക്കുള്ള ആ നദിയുടെ അകത്ത് ജീവിതത്തെ ഒപ്പിക്കൊടുത്ത് തന്റെ ജീവിതം സമർപ്പിച്ച് அந்த നദിയിലെ വളരുകിற, ആ നദിയിലെ വളരുന്ന, அந்த നദിയിലെ வாழ்கிற, ആ നദിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഒരു കൂട്ടം ജനമുണ്ട്. அதுல ஒரு நபர் எழும்பினாலே போதும். അതിൽ ഒരുത്തൻ എഴുന്നേറ്റാൽ മതി. ഒരുത്ത எழும்பினா போதும். ഒരുത്തൻ എഴുന്നേറ്റാൽ മതി. கோலியாத்திന്റെ കളക്കം ദേശത്തെ വിട്ട് നീങ്ങി പോകാം. ഗോലിയാത്തിന്റെ പോരാട്ടം ദേശത്തെ വിട്ട് നീങ്ങി പോകുവാൻ இதோ அந்த கூழாங்கல்ல, இதோ ആ മിനുസമുള്ള കല്ല്. தேவன் வெளியெடுக்கிற காலம் வருதுங்கிறாரு. ദൈവം വരുന്ന കാലം വരുന്നു. ഹല്ലേലൂയ. அந்த ரகடபுஷத உடமனகதிதகஸ்ய அத்துட உடம அதரகட உடகஸ்பெக்கேன். நல்லா கவனிச்சு பாரு, ശ്രദ്ധിച്ചു നോക്കൂ. இந்த கூழாங்கல் ഈ മിനുസമുള്ള കല്ല് வெளியே வாழாது. வெளியே வாழாது. പുറത്ത് ജീവിക്കില്ല. வெளியே வாழாது. പുറത്ത് ജീവിക്കില്ല. வெளியே வாழாது. പുറത്ത് ജീവിക്കില്ല. வெளியே வாழாது. പുറത്ത് ജീവിക്കില്ല. நல்ல கவனி, ശ്രദ്ധിച്ചു നോക്കൂ. இது வெளியே வாழாது. ഇത് പുറത്ത് ജീവിക്കില്ല. கூழாங்கல்னா இதுதான் கூழாங்கல். മിനുസമുള്ള കല്ല് എന്ന് വെച്ചാൽ ഇതാണ് ആ കല്ല്. இது என்ன கல்லு? ഇത് എന്ത് കല്ലാണ്? கூழாங்கல். ഒരു മിനുസമുള്ള കല്ല്. ஒரு மிஷின் இத செய்யல. ഒരു മെഷീൻ കൊണ്ട് ഇത് ചെയ്തില്ല. இல்ல மனுஷன் கை இத செய்யல. ഒരു മനുഷ്യന്റെ കരമല്ല ഇത് ചെയ്തത്. இவ்வளவு அழகா இருக்குது, இது யார் செஞ்சது? ഇത്ര മനോഹരമായിട്ടുണ്ടല്ലോ, ഇത് ആരാണ് ചെയ്തത്? இந்த கல்லின் மேலே பாய்ந்த ஆறாக்கா, ഈ കല്ലിന്റെ മുകളിലെ പാഞ്ഞ ആര്, ആ വെള്ളം. இந்த கல்லுக்கு வந்த அழகுக்கு யார் காரணம்? ഈ കല്ലിൻ മേലുള്ള ഇതിന് ആരാണ് കാരണം? இந்த കല്ലുக்கு மேக்கப் மனுஷன் போட்டானா? ഈ കല്ലിനുള്ള ഈ മേക്കപ്പ് മനുഷ്യനാണോ ചെയ്തത്? இந்த കല്லுக்கு அழகு மனுஷன் உண்டாக்குனானா? കല്ലിന്റെ മനോഹരം മനുഷ്യൻ തന്നതാണോ? இல்ல മനുഷ്യൻ കണ്ടുപിടിച്ച മെഷീൻ കൊണ്ട് വന്നതാ? മനുഷ്യനാൽ കണ്ടുപിടിക്കപ്പെട്ട മെഷീൻ കൊണ്ട് ഉണ്ടാക്കിയതാണോ? இந்த கல்லுக்கு மனுஷன் பாலிஷ் போட்டானா? ഈ കല്ലിന് മനുഷ്യനാണോ പോളിഷ് കൊടുത്തത്? இந்த மனுஷ கரம் அல்ல, ഒരു മനുഷ്യന്റെയും കരമല്ല. இந்த கல்லின் மேல பாய்ந்தோடின ஆற்றினின்று கிருகையாக்கா. ഈ കല്ലിന്റെ മുകളിൽ പാഞ്ഞു ചെന്ന ആത്മീക നദിയായ വെള്ളം. இன்றைக்கு ஆவியானவர் சொல்லுகிறார், ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, കേൾക്കുക. ஒரு மனுஷ கரம் உன்னை உருவாக்கல, ഒരു മനുഷ്യന്റെ കരം നിന്നെ പണിഞ്ഞില്ല. ஒரு மனுஷ கரம் உன்னை தெரிந்து கொள்ளல, ഒരു മനുഷ്യന്റെ കരം നിന്നെ തിരഞ്ഞെടുത്തില്ല. நீங்களும் நானும் ஆராதிக்கிற தெய்வம், നിങ്ങളും ഞാനും സേവിക്കുന്ന ദൈവം இந்த கல்லை தெரிந்து கொண்டிருக்கிறார். ഈ കല്ലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. இந்த கல்லின் மேல் அந்த நதி பாய்கிறது. കല്ലിന്റെ മുകളിൽ ആ നദിയുടെ വെള്ളം പായുന്നു. அந்த நதியினால் இந்த கல் அழகாகிறது. ആ നദിയുടെ വെള്ളത്താൽ ഈ കല്ല് മനോഹരമായി തീർന്നു. ഹല്ലേലൂയ. இந்த கல்லை பிடிச்சு பாருங்க. ഈ കല്ലെ തൊട്ട് നോക്കൂ. இந்த கல்லை பிடிங்க. ഈ കല്ലെ തൊട്ട് നോക്കൂ. என்ன அழகு!
എത്ര മനോഹരം, எவ்வளவு அழகு, എത്ര മനോഹരം. எவ்வளவு வேணாலும் செய்யுங்க, എത്ര വേണമെങ്കിലും ഉരച്ചു നോക്കൂ. சூப்பரா இருக்குல்ல? നന്നായിട്ടുണ്ട്. நீங்க தொட்டு பாக்குறீங்களா? നിങ്ങൾ തൊട്ട് നോക്കുന്നുണ്ടോ? இந்த தொட்டு பாத்துக்கோ, ഇതേ തൊട്ട് നോക്കൂ. நல்லா கைய பிடிச்சு பாத்துக்கோ, ഇത് നന്നായിട്ട് തൊട്ട് നോക്കൂ. எவ்வளவு அழகா இருக்கு, എത്ര മനോഹരമായിരിക്കുന്നു. இப்படித்தான் உன்னை தெரிஞ்சிருக்கிறாரு, ഇങ്ങനാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. இப்படித்தான் உன்னை புரிச்சிருக்கிறாரு. നിന്നെ ഇങ്ങനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. நீ ஆற்றில வளர்கிற நபராக்கும், നീ ആറ്റിന്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ. அந்த நதி மோதி 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 உன்னை உருவாக்கி கொண்டிருக்கிறதாக்கும். ആ നദിയുടെ വെള്ളം നിന്റെ മുകളിൽ പട്ട് നിന്നെ അത് പണിയുന്നു. நீங்க நல்லா கவனிச்சு பாருங்க. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. உனக்கு ஆசை இருக்காத பிடிக்கிறதுக்கு? നിനക്ക് ആഗ്രഹമുണ്ടോ ഇതേ തൊടുവാൻ? இந்த பிடிச்சுக்கோ, இத தொட்டு பாரு, ഇത് തൊട്ട് നോക്കൂ. நல்லா கையில பிடிச்சு நாம்பி பாரு, അതെ നല്ല കയ്യിൽ പിടിച്ച് ഉരച്ചു നോക്കൂ. பார்த்தா നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ இது வெளியே இருக்கிற கல்லு, ഇത് പുറത്തുള്ള കല്ല്. இது எந்த கல்லு? ഇത് പുറത്തുള്ള കല്ല്. இது வெளியே இருக்கிற கல்லு, ഇത് പുറത്തുള്ള കല്ല്. இது அழகா இருக்கா? ഇത് കാണുവാൻ മനോഹരമുണ്ടോ? இத பிடிச்சு பாக்குறீங்களா? ഇത് തൊട്ട് നോക്കുന്നു. நான் உங்களுக்கு ஒரு காரியத்தை சொல்ல கவனிங்க. ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിക്കൂ. ഈ കല്ലെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഉരസുന്നു. ഞാൻ നല്ല പ്രഷർ കൊടുത്ത് ഉരസുന്നു. காயமே இல்லை, ഒരു കായമുമില്ല. மசாஜ் பண்ண மாதிரி இருக்குது, മസാജ് ചെയ്ത പോലെ ഉണ്ട്. இந்த கல்லை தேய்ச்சா ഈ കല്ല് കൊണ്ട് ഉരസിയാൽ ரத்தம் வரும், അവിടെ ചോര വരും. நீ சபைக்குள்ள எந்த கல்? നീ സഭയ്ക്കകത്ത് നീ എങ്ങനെയുള്ള കല്ലായിരിക്കുന്നു? எந்த கல்லு? എങ്ങനെയുള്ള കല്ല്? இந்த கல் பட்ட காயம் ஆகாது. ഈ കല്ല് കൊണ്ടാൽ നമുക്ക് പുണ്ണുണ്ടാകില്ല. இந்த கல்லை நான் அடிக்க மாட்டேன். ഈ കല്ലെ കൊണ്ട് ഞാൻ അടിക്കത്തുമില്ല. அடிச்சா என்ன நடக்குன்னு தெரியுமே. ഈ കല്ലെ കൊണ്ട് അടിച്ചാൽ എന്ത് നടക്കുമെന്ന് അറിയാം. இந்த கல்லு ஒண்ணும் ஆகாது, இது காயப்படுத்துற கல்லு. ഈ കല്ലെ കൊണ്ട് അടിച്ചാൽ നമുക്ക് പുണ്ണുണ്ടാകും. இந்த கல்லுக்கு ஆற்றுக்கும் சம்பந்தம் கிடையாது. ഈ കല്ലിനും ആറ്റിനും സംബന്ധമേ ഇല്ല. இது நேத்து மழையில நனைஞ்ச கல்லு, ഇന്നലെ മഴയത്ത് നനഞ്ഞ കല്ല്. இன்னைக்கு காலையிலும் மழையில நனைஞ்ச கல்லு. ഇന്ന് രാവിലെയും മഴയത്ത് നനഞ്ഞ കല്ല. மாற்றம் கிடையாது, ഒരു മാറ്റവുമില്ല. எதுலயும் மாற்றம் இல்லை, ഒരു മാറ്റവുമില്ല. எந்த காரியத்திலும் மாற்றம் இல்லை. ഒരു കാര്യത്തിലും ഒരു മാറ്റവുമില്ല. மாற்றம் வந்த ஏதாகிலும் இடம் இருக்கான்னு பாக்குறேன். മാറ്റം വന്ന ഏതായാലും സ്ഥലമുണ്ടോ എന്ന് നോക്കുക. ஒண்ணும் இல்லை, ഒരു മാറ്റവുമില്ല. எங்கிருந்து கண்டுபிடிச்சானோ தெரியல, கரெக்டா இருக்குது. എവിടെ നിന്ന് കണ്ടുപിടിച്ചതെന്ന് അറിയത്തില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. இது யார் எடுத்துட்டு வந்தாங்கன்னு தெளிவா எடுத்துட்டு வந்திருக்காங்க. ആരാണോ കൊണ്ടുവന്ന് അറിയത്തില്ല, കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. எந்த பக்கம் பார்த்தாலும் ஒரு ஷைனிங் கிடையாது, എവിടെയും ഒരു മിനിസമുമില്ല. ஒண்ணும் இல்ல. ഒരു മിനിസമുമില്ല. நான் பாக்குறேன், ഞാൻ നോക്കുന്നു, எங்கேயாவது காயப்படுத்துற காரியம் இருக்கான்னு பாக்குறேன். ഇവിടെ നമുക്ക് വേദനിപ്പിക്കുന്ന പുണ്ണുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ஒரு இப்பல வேணும் அதில் இல்லை, ഒന്നുപോലുമില്ല. எதுலயும் இல்லை, ഒന്നുമില്ല. எதுலயும் இல்லை, ഒന്നുമില്ല. எதுலயும் இல்லை. ഒന്നുമില്ല. பாஸ் என்ன விட நல்லா பாக்குறாரு, எதுலயும் இல்லை, ഒന്നുമില്ല. ஒண்ணும் கிடையாது, ഒന്നുമേ ഇല്ല. ஒண்ணும் கிடையாது. ഒന്നുമില്ല. நீங்க வேணா சோதிச்சு பாக்குறீங்களா? നിങ്ങൾ ഇതിനെ പരിശോധിച്ച് നോക്കൂ. சோதிச்சு பாக்குறீங்களா? പരിശോധിച്ച് നോക്കൂ. நான் உங்களுக்கு கொடுக்கட்டா? ഞാൻ നിങ്ങളുടെ இல்ல நான் தரேன், அப்பதான் உங்களுக்கு புரியும். നിങ്ങൾ ഇത് പരിശോധിച്ച് നോക്കൂ. நான் உங்க பக்கத்துல வர்றேன், புரியும். இதை சோதிச்சு பாக்குறீங்களா? നിങ്ങൾ ഇത് പരിശോധിച്ച് നോക്കൂ. நீங்க சோதிச்சு பாக்குறீங்களா? നിങ്ങൾ ഇത് പരിശോധിച്ച് നോക്കൂ. வருஷ வளைத்த அக்கா சோதிச்சு பாருங்க. ഇത് പിടിച്ചു നോക്കൂ. இதையும் பாருங்க. என்ன தெரியுது? குத்துதா? அதான் பிரச்சனை. என்ன தெரியுது? காயப்படுத்துதா? அதான் பிரச்சனை. ஆண்கள் பக்கம் வரலன்னு ரொம்ப வருத்தப்படுறாங்க, போற இருங்க. என்ன தெரியுது? எல்லாமே தெரியுது. இது நல்லா இருக்கு, இது நல்லா இல்லை, இது ரொம்ப பிரச்சனையா இருக்கு, இது தூக்கி போட்டுருவோம் சீக்கிரமா. இந்த ப்ரேயர் முடியறதுக்குள்ள தூக்கி போட்டுருவோம். அதுக்கு தானே மெசேஜ். பார்த்தாலே பயமா இருக்கா? அதான் பிரச்சனை, பார்த்தாலே பயம்தான். பாருங்க, பிடிச்சு பாருங்க, அப்பதான் தெரியும்.
இதுக்கும் சம்பந்தம் இல்லை. ആറ്റിനും ഈ കല്ലിനും സംബന്ധമേ ഇല്ല. மழை வரும், മഴ വരും, இந்த கல் நனையும், ഈ കല്ല് നനയും, அந்த മഴയിனால വെള്ളം വരും, ആ മഴയാൽ വെള്ളം இது ഉണ്ടാവും, மேல ഓടും. ഇതിന്റെ മുകളിൽ കൂടെ ഓടും. ஆனா ஒரு நாள் தான், പക്ഷെ ഒരു ദിവസം മാത്രം, ஆனா மாறாது. ഇതിന് മാറ്റമുണ്ടാവില്ല. ஆனா இந்த கல் அப்படி அல்ல. ഈ കല്ല് അങ്ങനെ അല്ല. 24 மணி நேரமும் வாழ்கிற காலம் வரையிலும் ஆற்றுக்குள்ளேயே ஜீவித்து ஆற்றுக்குள்ளேயே வாழ்ந்து ஆற்றுக்குள்ளேயே நடக்கிற കല്ലാക്കും. 24 മണിക്കൂറും ആറ്റിന്റെ അകത്ത് തന്നെ ജീവിച്ച് ആറ്റിന്റെ അകത്ത് തന്നെ നടക്കുന്ന ഒരു കല്ലായിരിക്കും. ഇത് ആറ് മോദി 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 ആ ആറ്റിന്റെ വെള്ളം ഇതിന്റെ മുകളിൽ കൂടെ ഓടിക്കൊണ്ട് செதுக்கப்பட்டிருக்கிறது. ഇത് അങ്ങനെ ചെതുക്കപ്പെട്ടിരിക്കുന്നു. நல்லா கவனிக்க சொல்லுகிறேன், கேளுங்கள். നന്നായിട്ട് ശ്രദ്ധിക്കൂ. இந்த கல் ഈ കല്ല് ஒரு காலத்துல ഒരു കാലഘട്ടങ്ങളിൽ இப்படித்தான் இருந்தது. ഇങ്ങനെ തന്നെ ആയിരുന്നു. ஒரு காலத்துல இப்படித்தான் இருந்தது. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു. ஆற்றின் தண்ணீர் பாயாதவர்கள் இப்படித்தான் இருந்தது. ആറ്റിന്റെ വെള്ളം പായുന്നതിന് മുമ്പ് ഇങ്ങനെ തന്നെ ആയിരുന്നു. இப்படித்தான் இருந்தது. അത് ഇങ്ങനെ ആയിരുന്നു. ஆனா ஆற்றுக்குள்ளதான் இதா இருக்கும்படி தெரிஞ்சிட்டாரு. ആറ്റിന്റെ അകത്തിരിക്കുവാനായിട്ട് ദൈവം ഇത് തിരഞ്ഞെടുത്തു. ஒரு காலத்துல நீங்களும் நானும் இந்த கல்லை போலதான் இருந்தோம். ഒരു കാലത്തിൽ ഞാനും നിങ്ങളും ഈ കല്ലിനെ പോലെ തന്നെ ആയിരുന്നു. காட்டு ஒலிவ மரமாத்தான் இருந்தோம். കാട്ടിന്റെ ഒലിവ മരമായി തന്നെ ആയിരുന്നു. ஒரு முள் மரமாத்தான் இருந்தோம். ഒരു മുൾ മരത്തെ പോലെ ആയിരുന്നു. ஆனா நம்முடைய தெரிந்து கொள்வது விசேஷமானது. പക്ഷേ നമ്മളെ ദൈവം വിശേഷമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. நான் ஆற்றுக்குள்ள ஜீவிக்க அழைக்கப்பட்டவன். ആറ്റിന്റെ അകത്ത് ജീവിക്കുവാനായി വിളിക്കപ്പെട്ടവൻ. இது நானா மாற முடியாது. ഇത് ഞാനായിട്ട് മാറുവാൻ കഴിയില്ല. நானா மாற முடியாது. ഞാൻ തന്നായിട്ട് മാറാൻ പറ്റില്ല. என்னை தெரிந்து கொண்ட அந்த அழைப்பு, എന്നെ തിരഞ്ഞെടുത്ത ആ വിളി, என்னை தெரிந்து கொண்ட என்னுடைய அழைப்பு, എന്നെ തിരഞ്ഞെടുത്ത ആ വിളി, அந்த ஆற்றினுடைய தண்ணீர் ആറ്റിന്റെ വെള്ളം என்னை மாற்றுகிறது, എന്നെ മാറ്റുന്നു, என்னை உருவாக்குகிறது. എന്നെ സൃഷ്ടിക്കുന്നു. இந்த விஷயம் இஸ்ரவேலுக்கு தெரியாது. ഈ കാര്യം ഇസ്രായേലിനും അറിയത്തില്ല. சவுலுக்கும் தெரியாது. சவுலுக்கும் தெரியாது. ശൗലിനും അറിയത്തില്ല. இஸ்ரவேலுக்கும் தெரியாது. ഇസ്രായേലിനും അറിയില്ല. அந்த தேசத்துக்கு யாருக்கும் தெரியாது. ദേശത്തിലുള്ള ഒരുവനും അറിയില്ല. நான் இன்னைக்கு சொல்றேன், ഞാൻ ഇന്ന് പറയുന്നു, நீ எல்லாராலும் மறக்கப்பட்டது போல இருக்கிறியா? നീ എല്ലാവരും சம்பவம் வருது சொல்றேன், கேளுங்க. ഒരു സംഭവം വരുന്നുണ്ടെന്ന് ഞാൻ പറയുവാ. முதல்ல பாம்பே பட்டணத்துக்கு ஊழியத்துக்கு போறேன். ആദ്യമായി ഞാൻ ബോംബെക്ക് ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു. பாம்பே ஜங்ஷன்ல இறங்கி நிக்கிறேன். ബോംബെ ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ என்னோட இன்னொரு ஊழியக்காரர் வந்திருக்கிறாரு. എന്റെ കൂടെ ഒരു ദൈവത്തിന്റെ ദേവദാസൻ ഉണ്ടായിരുന്നു. எங்களை கூப்பிட்டு போறக்கு ஆள் வருது. എന്നെ വിളിച്ചോണ്ട് പോകാൻ ആൾക്കാർ വരുന്നുണ്ട്. அவர் தேர்றாருன்னு எனக்கு தெரியுது. അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. நாங்க போன பெட்டி S8. ഞങ്ങൾ കടന്നുപോയ ആ പെട്ടി S8. அந்த பெட்டி பூரா தேர்றாரு. ആ പെട്ടി മുഴുവനും അവർ അന്വേഷിക്കുന്നു. நான் முன்னாடியே நிக்கிறேன். ഞാൻ മുമ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. எனக்கு அவர் தேர்றதுலயே புரிஞ்சிருச்சு നമ്മളെ தான் தேர்றாரு. അവർ അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അവർ എന്നെ തന്നെയാണ് അന്വേഷിക്കുന്നത്. நான் சொன்ன பிரதர் யாரை தேர்றீங்க? ഞാൻ സഹോദര ആരെയാണ് അന്വേഷിക്കുന്നത്? ജേക്കബ് ഗുണാൻ ഒരു പാസ്റ്റർ വരുവാർ, അവർ தேர்றேன்னு. ജേക്കബ് ഗുണ എന്നൊരു പാസ്റ്റർ വരുന്നുണ്ട്, അവരെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. நான் தாங்கறேன். ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണത്. அவர் என்ன തള്ളി വിട്ടിട്ട് പോയിട്ടേ இருக்கிறாரு. അവരെന്നെ മാറ്റി വിട്ടിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. நான் சொன்ன பிரதர் அப்படினே വീണ്ടും പറഞ്ഞു സഹോദര, நம்ம பேசின தமிழ் அவருக்கு புரியலையோன்னு நினைச்சிட்டேன். ഞാൻ വിചാരിച്ചു ഞാൻ സംസാരിക്കുന്ന തമിഴ് മനസ്സിലായില്ലെന്ന്. திரும்ப சொன்ன பிரதர் நான் தான் ஜேக்கப் குணான். വീണ്ടും പറഞ്ഞു ബ്രദർ ഞാനാണ് ജേക്കബ് ഗുണ. என் கூட வந்த பாஸ்டர் பார்க்கறாரு, அவர்தான் ஜேக்கப் குணான் நினைச்சிட்டாரு. நான் சொல்றேன் ஆனா நம்ப மாட்டேங்கிறாரு. എന്റെ കൂടെ വന്ന ആ ശുശ്രൂഷകനെ ജേക്കബ് ഗുണ എന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ല. நீ ஆற்றுக்குள்ள வாழ்ந்தா இந்த உலகத்துக்கு உன்னை கண் தெரியாது. നീ ആറ്റിന്റെ അകത്ത് ജീവിച്ചാൽ ഈ ലോകത്തിന് നിന്നെ അറിയില്ല. தெரியாது. നിന്നെ പറ്റി തെറിയില്ല. தெரியவே தெரியாது. നിന്നെ പറ്റി അവർക്ക് മനസ്സിലാവില്ല. ஏன்னா ஆற்றுக்குள் நீ மூடப்பட்டிருக்கிற. എന്തെന്ന് വെച്ചാൽ ആറ്റിന്റെ അകത്ത് നീ മറഞ്ഞിരിക്കുന്നു. ആ വെള്ളം നിന്നെ മൂടിയിരിക്കുന്നു. ஆற்றின் தண்ணீருக்குள் நீ மறைக்கப்பட்டிருக்கிற. ആറ്റിന്റെ വെള്ളത്തിന്റെ അകത്ത് നീ മറഞ്ഞിരിക്കുന്നു. நீ வெளியே இருக்கிற ஆள் இல்ல. നീ വെളിയെ ഉള്ള മനുഷ്യനല്ല. நீ ஆற்றுக்குள்ள வாழ்ற நபர். ആറ്റിന്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. நீ ஆற்றுக்குள்ள வளருகிற நபர். നീ ആറ്റിന്റെ അകത്ത് വളരുന്ന ഒരു മനുഷ്യൻ. இந்த உலகத்துக்கு உன்னை தெரியாது. ഈ ലോകം നിന്നെ അറിയത്തില്ല. உன்னை கட்டின புருஷனுக்கு உன்னை பத்தி தெரியாது. നിന്നെ വിവാഹം കഴിച്ച നിന്റെ പുരുഷൻ നിന്നെ മനസ്സിലാവില്ല. உன்னை கட்டின மனைவிக்கு உன்னை தெரியாது. നിന്റെ ഭാര്യയ്ക്ക് നിന്നെ മനസ്സിലാവില്ല. ஏன் நீ பெத்த பிள்ளைக்கு கூட உன்னை பத்தி தெரியாது. നീ പെറ്റ നിന്റെ പിള്ളേർക്ക് പോലും നിന്നെ മനസ്സിലാവില്ല. பெத்த பிள்ளையை குறித்து தகப்பனுக்கு தாய்க்கு தெரியாது. പെറ്റ പിള്ളേർക്ക് പോലും
മാതാപിതാക്കളെ കുറിച്ച് മനസ്സിലാവില്ല. உன்னை பத்தி இந்த உலகத்துக்கு தெரியாது. നിന്നെ കുറിച്ച് ഈ ലോകത്തിന് പോലും മനസ്സിലാവില്ല. உன்னை பத்தி உன் சொந்தக்காரனுக்கு தெரியாது. നിന്നെ പറ്റി ബന്ധുമിത്രാദികൾക്ക് പോലും മനസ്സിലാവില്ല. உன்னை பத்தி உன் கூட பிறந்த சகோதரனுக்கும் தெரியாது. നിന്നെ പറ്റി നിന്റെ സഹോദരന്മാർക്ക് പോലും മനസ്സിലാവില്ല. ஏன்னா நீ ஆற்றுக்குள் மறைக்கப்பட்டிருக்கிற. എന്തുകൊണ്ടാണ് നീ ആറ്റിനകത്ത് മറഞ്ഞിരിക്കുന്നു? நீ ஆற்றுக்குள்ள மறைக்கப்பட்ட நபர். നീ ആറ്റിനകത്ത് മറയ്ക്കപ്പെട്ട മനുഷ്യൻ. உன்னை யாராலும் ஆராய முடியாது. നിന്നെ ഒരു മനുഷ്യനാലും അറിയാൻ കഴിയുകയില്ല. உன்னை யாராலும் தெரிந்து கொள்ள முடியாது. നിന്നെ ഒരുത്തനെ കൊണ്ടും തിരഞ്ഞുകൊള്ളാൻ പറ്റില്ല. ஏன் தெரியுமா? എന്തുകൊണ്ടാ? என்ன காரணம் தெரியுமா? എന്താ കാരണമെന്ന് അറിയാമോ? உன் அழைப்பு ஆற்றுக்குள்ளே. നിന്റെ വിളി ആറ്റിന്റെ അകത്ത്. நீ ஆற்றுக்குள்ள வாழ்கிற நபர். നീ ആറ്റിന്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യൻ. நீ ஆற்றுக்குள்ள வளர்கிற நபர். നീ ആറ്റിന്റെ അകത്ത് വളരുന്ന മനുഷ്യൻ. நல்லா கவனிக்கணும். ശ്രദ്ധിച്ചു കേൾക്കൂ. சொல்லி முடிக்கிறேன், கவனமா கேளுங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. இந்த கல் ஏற்கனவே இப்படித்தான் இருந்தது. ഈ കല്ല് മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. இந்த அழைப்பு என்ன தெரியுமா பண்ணது? ആ വിളി എന്ത് ചെയ്യുന്നു? உன்னை வெளியே விடல. നിന്നെ പുറത്തു പോകാൻ അനുവദിച്ചില്ല. ஒரு கரம் வந்து உன்னை ஆற்றுக்குள்ள கொண்டு போய் வைக்குது. ഒരു കരം ആറ്റിന്റെ അകത്ത് നിന്നെ കൊണ്ടുവന്നു நீ വിട്ടു. அந்த ആற்றுக்குள்ள இருக்கிற. നീ ആറ്റിന്റെ അകത്ത് നിൽക്കുന്നു. இப்ப தண்ணி பாயுது. ഇപ്പോ ആ വെള്ളം നിന്റെ മുകളിൽ കൂടെ പോകുന്നു. இந்த கல்லின் மேல மோதி அடிக்குது. ഈ കല്ലിന്റെ മുകളിൽ അത് അടിക്കുന്നു. இந்த தண்ணீர் இந்த கல்லை உருட்டுது பரட்டுது. ഈ വെള്ളം ആ കല്ലിനെ ഉരുട്ടുന്നു, ഉരുട്ടിക്കൊണ്ടേയിരിക്കുന്നു. இப்படியே உருட்டிட்டே இருக்குது. അത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ஒரு நிமிஷம் ஓய்வெடுக்க விட மாட்டேங்குது. ഒരു നിമിഷം പോലും നിൽക്കാൻ സമ്മതിക്കുന്നില്ല. உருண்டு என்னால முடியல, தயவு செய்து ஆரே கொஞ்சம் நில்லு, நான் நிக்க மாட்டேங்குது. ഉരുണ്ടുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല, വെള്ളം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്നില്ല. நம்ம வேண்டாம் வேகம் கூடுது. വേണ്ട എന്ന് പറയുമ്പോൾ അതിന്റെ വേഗത കൂടുകയാണ്. அது எச்சா நம்மளை புரட்டுது. അത് കൂടുതലും നമ്മളെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. ஏன்னா காலத்தை அறிந்த தேவன் எந்த காலத்துக்குள்ள நீ உருவாகணுங்கிறதை தேவன் அறிஞ்சிருக்கிறார். എന്തുകൊണ്ട് ആ കാലങ്ങളെ അറിയുന്ന ദൈവം ഏത് കാലത്ത് നീ ഉരുളണമെന്ന് ദൈവം അറിയുന്നു. இந்த தேசத்தை கெடுக்கிற ஆவிகள் வரப்போகுது. ഈ ദേശത്തെ നശിപ്പിക്കുന്ന ആത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ വരാൻ പോകുന്നു. தேவ ஜனத்தை கலங்கடிக்கிற வல்லமை எழும்ப போகுது. ദൈവത്തിന്റെ ജനത്തെ ദുഷിപ്പിക്കുന്ന ആത്മാവ് വരാൻ പോകുന്നു. அது வந்து நிற்பதற்குள்ளே, അത് വന്ന് നിൽക്കുന്നതിന് മുൻപ്, கல்லே நான் உன்னை உருவாக்க வேண்டாம், കല്ലേ ഞാൻ നിന്നെ പണിയേണ്ടത് ആവശ്യമാണ്. நான் உன்னை கூழாங்கல்லாய் மாற்ற வேண்டாம். നിന്നെ മിനുസമുള്ള കല്ലായിട്ട് പണിയാൻ ആവശ്യമുണ്ട്. கெடுக்கிற ஆவிகளை ஒரே அடியிலே தகர்க்கிற வல்லமையுள்ள ஒரு கல்லாய் நீ மாற வேண்டாம். നശിപ്പിക്കുന്ന ദുഷ്ട ആത്മാവിനെ നശിപ്പിക്കാൻ ഒരു കല്ലായിട്ട്. அதனால்தான் ஆற்றின் வேகத்தை கூட்டுகிறார். അതുകൊണ്ടാണ് വെള്ളത്തിന്റെ വേഗതയെ കൂട്ടുന്നത്. அதனால்தான் ஆற்றினுடைய வல்லமையை கூட்டுகிறார். അതുകൊണ്ടാണ് ആറ്റിന്റെ വെള്ളത്തിന്റെ ശക്തിയെ കൂട്ടുന്നത്. எதற்காக? എന്തുകൊണ്ട്? இந்த கல் வெளிப்பட, ഈ കല്ല് വെളിപ്പെടേണ്ടതിന്. இது உருவாயிட்டே இருக்குது. ഈ കല്ല് അങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. இங்க இருக்கிற ஒவ்வொரு நபர்களுக்கும் சொல்றேன், ഇവിടെയുള്ള ഓരോ വ്യക്തികളെയും നോക്കി പറയുന്നു, உன் அழைப்பு ஆற்றுக்குள் வாழ்கிறதா இருந்தா, നിന്റെ വിളി ആറ്റിനകത്ത് ജീവിക്കേണ്ട വിളിയാണെങ്കിൽ, நீ என்ன புரண்டாலும் உருண்டாலும் ஆற்றுக்குள்ளதான் கிடக்க முடியும், வெளியே போக முடியாது. നീ എന്ത് ചെയ്താലും ആറ്റിന്റെ അകത്ത് തന്നെ നീ ഇരിക്കും, പുറത്തു വരാൻ കഴിയുകയില്ല. ஆனா வெளியே இருக்கிற கல் உள்ள வரவும் முடியாது. വെളിയെ ഉള്ള കല്ല് അകത്തോട്ട് വരാനും കഴിയുകയില്ല. இந்த ஆறு இந்த கல்லை உருவாக்க தொடங்குது. ഈ വെള്ളം, ഈ ആറ്റിന്റെ വെള്ളം ഈ കല്ലിനെ പണിയുവാൻ തുടങ്ങുന്നു. ஏன்னா എന്തുകൊണ്ടാ? தெரிஞ்சு கொள்ளப்பட்ட தெய்வம், ഇത് തിരഞ്ഞെടുത്ത ആ ദൈവം, சத்துரு எழும்பக்கூடிய காலத்தை அறிந்த தெய்வம், ശത്രു ഉയരുന്ന ആ കാലഘട്ടത്തെ അറിഞ്ഞ ദൈവം, ஒவ்வொரு காலத்தையும் கணக்கிடுகிற தெய்வம், ഓരോ കാലത്തെയും കണക്കിടുന്ന ദൈവം, சத்துரு எழும்பி நின்று போரடிப்பதற்கு முன்பதாக, ശത്രു ഉയർന്നു നിന്ന് പോരാടുന്നതിന് മുൻപ് இந்த கல் மேலே வந்தே ஆகணும். ഈ കല്ല് ഉയർന്നേ മതിയാകൂ. இது அடைப்பனுடைய மேய்ப்பனுடைய அடைப்பின் அடைப்பிலே தன்னை ஒப்பு கொடுத்து ஆகணும். ആ
മെയ്പ്പന്റെ കരങ്ങളിൽ വന്നേ പറ്റൂ. അത് മെയ്പ്പന്റെ കരത്തിലിருந்து പുറപ്പെട്ടേ ആകണം. ആ ഇടയന്റെ കരങ്ങളിൽ നിന്ന് അത് പുറത്തു വന്നേ മതിയാകൂ. ആദലാൽ ദേവൻ இந்த കல்லை ഉരുവാക്കി കൊണ്ടിരിக்கிறார். അതുകൊണ്ട് ദൈവം ഈ കല്ലിനെ പണിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. நான் சொல்ற சில காரியத்தை புரிஞ்சுக்கிடுங்க. ഞാൻ പറയുന്ന കാര്യത്തെ മനസ്സിലാക്കിക്കൊള്ളു. நீங்க பிரசங்கத்தை இந்த கல்லா இருந்து கேட்டீங்கன்னா புரியாது. നിങ്ങൾ സാന്നിധ്യത്തിൽ ഈ കല്ല് പോലെ ഇരുന്ന് കേട്ടാൽ മനസ്സിലാവില്ല. நீங்க பிரசங்கத்தை இந்த கல்லா இருந்து கேட்டீங்கன்னா புரியாது. ഈ പ്രസംഗത്തെ ഈ കല്ല് പോലെ ഇരുന്ന് കേട്ടാൽ മനസ്സിലാവില്ല. ஆனா இந்த கல்லா இருந்து கேட்டீங்கன்னா ഈ കല്ല് പോലെ ഇരുന്ന് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ உங்களால அமர முடியாது. നിങ്ങളാൽ ഇരിക്കാൻ കഴിയുകയില്ല. உட்காரவே முடியாது. ഇരിക്കാൻ പറ്റില്ല. ഒരു രാജരീക അഭിഷേകം ഉള്ളിൽ വെളിപ്പെട തുടങ്ങും. ഒരു രാജരീക അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങും. നല്ല ഗവനി, ശ്രദ്ധിച്ചു കേൾക്കൂ. இந்த கல்லினுடைய தாக்கம் என்ன தெரியுமா? ഈ കല്ലിന്റെ ആ താക്കം എന്താണ് അറിയാമോ? ഇത് തണ്ണീരുக்குள் മറഞ്ഞിരിക്കും. ഇത് വെള്ളത്തിനകത്ത് മറഞ്ഞിരിക്കുന്നു. ഉലകത്തെ പറ്റി இதுக்கு தெரியாது. ലോകത്തെ പറ്റി ഇതിനറിയത്തില്ല. ഉലകത്തെ പോയി இந்த கல்லு கிட்ட கேட்டீங்கன்னா, ലോകത്തെ പറ്റി കല്ലിനോട് ചോദിച്ചാൽ, கல்லே இந்த உலகம் எப்படி இருக்கும்? കല്ലിനോട് ഈ ലോകം എങ്ങനെ ഇരിക്കും தெரியாது. എനിക്കറിയില്ല. உலகம் தெரியாது. കല്ല് പറയും എനിക്കറിയില്ല. உலகத்தில் இருக்கிற மனுஷனை பத்தி தெரியுமா? ലോകത്തിലുള്ള മനുഷ്യന്മാരെ കുറിച്ച് അറിയാമോ? தெரியாது. അറിയില്ല. இந்த கல்லுக்கு ஒண்ணுதான் தெரியும். ഈ കല്ലിന് ഒന്ന് മാത്രം അറിയാം. ஆற்றை மட்டும் அறிஞ்சிருக்கும். ആറ്റെ പറ്റി അറിയോ? ஆற்றை பத்தி தான் இந்த கல்லுக்கு தெரியும். ആ ആറ്റിലുള്ള വെള്ളത്തെ പറ്റി അറിയാം. இந்த தண்ணீரை பற்றி தான் தெரியும். ആ വെള്ളത്തെ പറ്റി ഇതിനറിയാം. தண்ணீர் என்ன செய்யணும் தெரியும். ആ വെള്ളം എന്ത് ചെയ്യുമെന്ന് അറിയാം. தண்ணிக்குள் இருக்கிற ஜீவ ஜந்துக்கள் தெரியும். വെള്ളത്തിനകത്തുള്ള ജീവികളെ കുറിച്ചറിയാം. ஆனா வெளியே இருக்கிற எதுவும் இதுக்கு தெரியாது. പക്ഷേ പുറത്തുള്ള ഒന്നിനെ പറ്റിയും ഇതിന് അറിവില്ല. இதுதான் உன் அழைப்பு. ഇത് തന്നെയാണ് നിന്റെ വിളിയും. இதுதான் ராஜரீக அழைப்பு. ഇത് തന്നെയാണ് രാജരീക വിളി. அந்த சத்திய ஆவியானவரை குறித்து, ആ സത്യ പരിശുദ്ധാത്മാവിനെ പറ്റി உலகம் அறியாது. ലോകം അറിയില്ല. அந்த சத்திய ஆவியானவரை குறித்து, അസത്യമായ പരിശുദ്ധാത്മാവിനെ പറ്റി உலகம் அறியாது. ലോകം അറിയില്ല. ஆனா உங்களுக்கு தெரியும். പക്ഷേ നിങ്ങൾക്കറിയോ? ஏன்னா நீங்க ஆற்றிலே வாழும்படி அழைக்கப்பட்டவர்கள். എന്തുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ വിളിക്കപ്പെട്ടവർ? நல்லா கவனிச்சு கேளுங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. நான் வேகமா சொல்லி முடிக்கிறேன். ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. இந்த கல் ഈ കല്ല് ஆற்றுக்குள்ள നദിന്റെ അകത്ത് ഉരുണ്ടിട്ടേ இருக்குது. ഇത് ഉരുണ്ടുകൊണ്ടേ ഇരിക്കുന്നു. இப்ப இந்த கல்லுக்கு போராட்டம் யாரோட தெரியுமா? ഈ കല്ലിന് പോരാട്ടം ആരോടാണ്? நான் சொன்ன ஆச்சரியப்படுவீங்க. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. சத்ருவோடு இல்ல, ശത്രുവോടല്ല, ஆவியானவரோட. ആ ദൈവത്തിന്റെ ആത്മാവോട്. ஏன்னா ஆவியானவனை இடிப்பாரு, ആത്മാവ് നിന്നെ ഇടിക്കും, உன்னை உணர்த்துவாரு, നിന്നെ ഉണർത്തും, உன்னை கண்டிப்பாரு, നിന്നോട് പറയും, உனக்கு வேண்டாத சுவாபத்தை வெட்டுவாரு, നിനക്ക് ആവശ്യമില്ലാത്ത സ്വഭാവത്തെ വെട്ടും, வேண்டாததை செதுக்குவாரு, വേണ്ടാത്തത് ചെത്തിവിടും, உருவாக்கிட்டே இருப்பாரு. അവൻ നിന്നെ പണിഞ്ഞുകൊണ്ടേ உன்னை கண்டிச்சுக்கிட்டே இருப்பாரு, നിന്നോട് അതിനെ പറഞ്ഞുകൊണ്ടേ உன்னை திட்டிக்கிட்டே இருப்பாரு, നിന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. நான் நல்லா കവനിച്ചു சொல்றேன், കേளுங்க. ശ്രദ്ധിച്ചു പറയുന്നു, കേൾക്കൂ. ஆண்டவர் என்ன வளர்த்த விதத்துல ஒண்ணு. ദൈവം എന്നെ വളർത്തിയ രീതിയിൽ ഒരു രീതി. ஒரு കാര്യം என்ன தெரியுமா? ഒരു കാര്യം എന്തെന്ന് അറിയാമോ? என் கூட இருக்கிறவங்க எல்லாம் நல்லா இருப்பாங்க. എന്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും നന്നായിട്ടിരിക്കും. ஆனா எனக்கு மட்டும் அடி விழுந்துகிட்டே இருக்கும். പക്ഷെ എനിക്ക് മാത്രം അടി വീണുകൊണ്ടേയിരിക്കും. நல்ல எல்லா மற்றவங்க எல்லாம் மாய்மாலமா இருப்பாங்க. മറ്റവരെല്ലാം കപടത്തോടിരിക്കും. ஆனா நான் மட்டும் உண்மையா அன்பா இருக்கணும்னு நினைப்பேன். പക്ഷെ ഞാൻ സത്യത്തിൽ സ്നേഹിച്ചോണ്ടിരിക്കണമെന്ന് വിചാരിക്കും. நான் பயந்து பேசுறேன். ഞാൻ ഭയത്തോടാണ് സംസാരിക്കുന്നത്. அவரை உயர்த்தி பேசுறேன். ഞാൻ ദൈവത്തെ ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. அப்படிதான் வளர்த்தாரு. അവൻ തന്നെയാണ് എന്നെ വളർത്തിയത്. எனக்கு புரியல, എനിക്ക് മനസ്സിലായില്ല. என்ன மட்டும் ஏன்டா இந்த உலகம் இருக்குது? എന്നെ മാത്രം എന്തിനാ ഈ ലോകം വെറുക്കുന്നത്? ஒரு ஊழியக்காரர் வந்தார். ഒരു ദൈവത്തിന്റെ ദാസൻ വന്നു. என்னுடைய ரத்த சம்பந்தமான உறவுக்காரர் தான். എന്റെ ഒരു ബന്ധുവാണ്. என்னை பார்த்து சொன்னாரு. എന്നെ നോക്കി പറഞ്ഞു. என் മുன்னாடி சொல்லல, എന്റെ മുമ്പല്ല, பக்கத்துல காதுல சொல்லிட்டாரு. എന്റെ അടുത്ത് തന്നെ ഒരിടത്തെടുത്ത് പറഞ്ഞു, அவனுக்குள்ள எரிச்சல் ஆவி இருக்குதுன்னாரு. അവന്റെ അകത്ത് ഇങ്ങനെ ഒരു എരിച്ചിലുള്ള ഒരു ആത്മാവുണ്ട്. அவனுக்குள்ள அந்த ஆவி இருக்குதுன்னாரு. അവന്റെ അടുത്ത് ഇങ്ങനത്തെ ആത്മാവുണ്ട്. நான் நினைச்சேன், ഞാൻ ചിന്തിച്ചു, ஒரு காலத்துல இருந்தது உண்மை, ഒരു കാലത്തിൽ ഉണ്ടായിരുന്നു സത്യം. இருந்திருக்கலாம், ആയിരിക്കാം. அழைப்பின் கரம் என் மேல இருக்கு. പക്ഷെ വിളി എന്റെ മുകളിലുണ്ട്. அந்த கரத்தின் மேல ஒரு இன்ச் கூட என்னால போக முடியாது. ആ
മരത്തിന് ഒരു ഇഞ്ച് പോലും എന്നാൽ പോകാൻ പറ്റില്ല. நான் போக நினைச்சால் என்னால போக முடியாது. ഞാൻ പോകുവാൻ ചിന്തിച്ചാൽ പോലും എന്നാൽ പോകാൻ കഴിയില്ല. அப்படி வாழலாம் நினைச்சால் என்னால வாழ முடியாது. അങ്ങനെ ജീവിക്കാമെന്ന് ചിന്തിച്ചാലും എന്നാൽ വാഴാൻ പറ്റില്ല. ஏன் அந்த கரம் என்னை நடத்துகிற கரம் அல்ல. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കരം എന്നെ നടത്തുന്ന കരം. ജീസസ്. நான் சொல்றது நிறைய பேருக்கு புரியாது. ഞാൻ പറയുന്നത് ചിലർക്ക് മനസ്സിലാവില്ല. தேவன் உடைக்கிற நேரத்துல, ദൈവം നമ്മളെ ഉടക്കുന്ന ആ സമയങ്ങളിൽ, அந்த ஆறு நம்மளை உருவாக்குற நேரத்துல, ആ ആറ്റിന്റെ വെള്ളം നമ്മളെ പണിയുന്ന സമയത്തിൽ, வேண்டாததெல்லாம் உன்னை செதுக்குவார் பாரு. വേണ്ടാത്തതെല്ലാം ചെത്തുന്ന സമയത്തിൽ, வேண்டாதெல்லாம் செதுக்குவார் கடந்து. വേണ്ടാത്തതെല്ലാം ചെത്തുന്ന സമയത്തിൽ வெளியே இருக்கிறவனுக்கு ஒரு பிரச்சனை கிடையாது, പുറത്തുള്ളവനുക്ക് ഒരു പ്രശ്നവുമില്ല. ஆனா இந்த தண்ணீர் இந்த கல்ல மோதி அடிச்சு அதை பிரட்டி உருட்டி எடுத்துக்கிட்டே இருக்கும். ഈ വെള്ളം ആ കല്ലിന്റെ മുകളിൽ അതിനെ ഉരുട്ടിക്കൊണ്ടേയിരിക്കും. இந்த കല്ല അളിக்கிறதுக்கு இல்ல, ആ കല്ലിനെ നശിപ്പിക്കുവാൻ അല്ല, ദേശத்துக்கு ஆசீர்வாதமாய் மாற்ற, ഈ ദേശത്തിന് അനുഗ്രഹമായി മാറ്റി തീർക്കുവാൻ. இங்க இருக்கிற ஒரு சிலவருக்கு தீர்க்க தரிசனமாய் சொல்றேன், ഇവിടെ ഉള്ള ചിലർക്ക് പ്രവചനമായി പറയുന്നു. ஏன் எனக்கு மாத்திரம் பிரச்சனை, എനിക്ക് മാത്രം ഈ പ്രശ്നം എന്തിനാ, ஏன் எனக்கு மாத்திரம் போராட்டம், എനിക്ക് മാത്രം ഈ പോരാട്ടം എന്തിനാ, ஏன் இந்த உலகம் என்னை வெறுக்குது, എന്തിനാ ഈ ലോകം എന്നെ വെറുക്കുന്നത്, ஏன் எல்லாரும் என்ன ஒதுக்குறாங்க, എന്തിനാ എല്ലാരും എന്നെ ഒതുക്കുന്നത്, ஏன் மனுஷ கரம் என்னை காயப்படுத்துது, എന്തിനാ മനുഷ്യന്റെ കരം എനിക്ക് മുറിവുണ്ടാക്കുന്നത്, ஏன் இந்த ஜனங்கள் இப்படி இருக்கிறாங்க, എന്തിനാ ഈ ജനത ഇങ്ങനെ ഇരിക്കുന്നത്, ஏன் எனக்கு விரோதமா போராடுறாங்க, എന്തിനാ എനിക്ക് വിരോധമായി ഇവര് പോരാടുന്നത്, ஏன் இந்த துஷ்டாவிகள் என்னையே தாக்குது, എന്തിനാ ഈ ആത്മാ എന്ന് പോരാടുന്നത്, ஏன் தெரியுமா, എന്തിനാണെന്നറിയാമോ, நீ தேவனால் தெரிந்து கொள்ளப்பட்ட கல், നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കല്ല്, நீ மேய்ப்பனுடைய அட்டையிலிருந்து வெளிப்பட வேண்டிய கல், നീ ഇടയന്റെ കരങ്ങളിലിരുന്ന് വെളിപ്പെടേണ്ട കല്ല്, அந்த அட்டைப்பிலிருந்து புறப்பட போற கல், നീ ഇടയന്റെ കവണിലിരുന്ന് പുറപ്പെടേണ്ട കല്ല്, அந்த தண்ணீர் உன்னை உருவாக்கி கொண்டே இருக்கும், ആ വെള്ളം നിന്നെ പണിഞ്ഞുകൊണ്ടേയിരിക്കും, உன்னை உருவாக்கிட்டே இருக்கும், നിന്നെ പണിഞ്ഞുകൊണ്ടേയിരിക്കും, உன்னை நொறுக்கிக்கிட்டே இருப்பாரு. നിന്നെ നൊറുക്കിക്കൊണ്ടേയിരിക്കും. நீங்க கவனிச்சு பார்த்தா, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ மோசே என்கிற இந்த கூழாங்கல்லை உருவாக்குவதற்கு, മോസേ എന്ന് പറയുന്ന ഈ മിനുസമുള്ള കല്ലെ പണിയുവാൻ, தேவன் ஜலத்திலிருந்து அந்த ஆற்றிலிருந்து எடுப்பதற்கு 40 வருஷம் தேவையா இருந்தது. ആ ആറ്റിലിരുന്ന ആ വെള്ളത്തിൽ നിന്ന് എടുക്കുവാൻ 40 വർഷം ആവശ്യമായിരുന്നു. நல்லா கவனிக்கணும். ശ്രദ്ധിച്ചു കേൾക്കൂ. மோசேனா பேர் என்ன, മോശയുടെ പേരെന്താ, அதனுடைய அர்த்தம் என்ன, അതിന്റെ അർത്ഥം എന്താ, ஜலத்திலிருந்து எடுக்கப்பட்டவன், വെള്ളത്തിലിരുന്ന് എടുക്കപ്പെട്ടവൻ. மோசேனா என்ன அர்த்தம், മോശയുടെ പേരിന്റെ അർത്ഥം എന്താ, ஜலத்திலிருந்து எடுக்கப்பட்டவன், വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. அப்ப நாம யாரு എന്ന് വെച്ചാൽ അവൻ ആരാ, அவன் கூழாங்கல்லாக்கும், അവൻ മിനുസമുള്ള കല്ല്, அவன் கூழாங்கல்லாக்கும், മിനുസമുള്ള കല്ല്, எகிப்தை நொறுக்குகிற கூழாங்கல், മിസ്രൈമിനെ ഞെരുക്കുന്ന നശിപ്പിക്കുന്ന കല്ല്, பார்வோனின் சேனைகளை ராணுவங்களை தகர்த்து போடுகிற கூழாங்கல், ഫാറോനിന്റെ ആ സൈന്യത്തെ തകർക്കുന്ന കല്ല്. அதனால் தான் ஜலத்திலிருந்து எடுத்த கல்லாக்கும். അതുകൊണ്ട് അവൻ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ട കല്ല്. 40 வருஷம் பிடிச்சது. 40 വർഷമായി வனாந்தரத்திலே, മരുഭൂമിയിലെ, മരുഭൂമിയിൽ அந்த வனாந்தரம் என்கிற ஆற்றுக்குள்ளே, മരുഭൂമി എന്ന് പറയുന്ന ആറ്റില് இந்த மோசே என்கிற கல் உருவாக்கப்பட்டது. മോസേ എന്ന് പറയുന്ന ഈ പ്രശ്നം വന്നാല് கொலைதான், അവിടെ അവൻ കൊന്നുകളയും. பட்டயத்தை எடுத்த கொலைதான். അവൻ വാളെടുത്താൽ കൊന്നുകളയും. பேதுருவாது காதத்தான் வெட்டுவாரு, പത്രോസ് ചെവി മാത്രമേ വെട്ടുള്ളൂ. ஆனா இவர் தலையவே வெட்டுவாரு. പക്ഷെ ഇവൻ തല മുറിച്ചു കളയും. எப்படி இருந்த கல்லு, എങ്ങനെ ഉണ്ടായിരുന്ന കല്ലാണ്, எப்படி இருந்த கல்லு, എങ്ങനെ ഉണ്ടായിരുന്ന കല്ലാണത്. இப்ப பாருங்க, நிறைய பேருடைய வாய் നോക്കുവിൻ, ஒரே வார்த்தையில ஆளை கொன்னு போடுது. ഒറ്റ വാക്കിൽ മനുഷ്യനെ കൊന്നുകളയും. ஒரே வார்த்தை, ഒറ്റ വാക്കിൽ. அதுக்கப்புறம் ஆள் இப்படி ஆயிரும். അതിനുശേഷം ഇങ്ങനെ മാറും. அப்படிப்பட்ட ஆளாக்கும். അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ஆண்டவர் கூழாங்கல்லாத்தானே தெரிஞ்சுக்கிட்டாரு. ദൈവം ഒരു മിനുസമുള്ള കല്ലായിട്ടാണ് തിരഞ്ഞെടുത്തത്. இப்போ மோசே இருடா உன்னை செதுக்க ஆரம்பிக்கிறேன். മോശെ നിന്നെ ചെത്തുവാൻ തുടങ്ങുന്നു. இப்ப ஜலத்துல போட்டாச்சு, നിന്നെ ആ വെള്ളത്തിലിട്ടു. இப்ப ஆற்றுல போட்டாச்சு, ആ ആറ്റിൽ നിന്നെ വിട്ടു. இப்ப வனாந்தரம் புரட்டு எடுக்குது, ആ മരുഭൂമി അവനെ ഉലയ്ക്കുന്നു, எடுக்குது. അത് അവനെ ഉലച്ചെടുക്കുന്നു. இப்போ இஸ்ரவேல் ஜனங்கள் அத்தனை
பேரும் கோபப்படுத்தினாலும் ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും കോപിച്ചു. ஒருத்த மேல கூட கோபத்தை காட்டல. അവൻ ഓരോരുത്തർ മേലും അവൻ തന്റെ ദേഷ്യത്തെ വെളിപ്പെടുത്തിയില്ല. இப்படி இருந்த மோசே ഇങ്ങനെ ഉണ്ടായിരുന്ന മോശ இப்படி ஆயிட்டாரு. ഇങ്ങനെ മാറി. இருங்க இருங்க இருங்க. இப்படி இருந்தாலும் ഇങ്ങനെ ഇരുന്ന മനുഷ്യൻ முன்னாடி இப்படித்தான் இருந்தது. ഇങ്ങനെ ഇരുന്ന മനുഷ്യൻ இப்ப இப்படி ஆயாச்சு. ഇപ്പോൾ ഇങ്ങനെ മാറി. இதுக்கு வாயை பிறக்கிறீர்கள். இப்படி யாரும் இருக்க வேண்டாம். ഇങ്ങനെ ആരും ഇരിക്കരുത്. ஆரம்பத்தில் இப்படி இருந்தோம். ഇങ്ങനെ ഇരുന്നു. ஆனா இப்படித்தான் ஆகணும். നമ്മൾ இങ്ങനെ மாறണ്ട ആവശ്യം. இப்படி இருந்து இப்படி ஆயிடக்கூடாது. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മാറരുത്. அதுக்காக ஒரு ஸ்தோத்திரம் பண்ணுங்க. இப்படி இருந்தாலும் இப்படி ஆகணும். ഇങ്ങനെ ഇരുന്ന മനുഷ്യൻ ഇങ്ങനെ മാറണം. இப்படி இருந்தாலும் இப்படி ஆக கூடாது. ഇങ്ങനെയുള്ള മനുഷ്യൻ ഇങ്ങനെ മാറരുത്. அதுக்கு ஸ்தோத்திரம் என்ன? ஸ்தோத்திரம் 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 ஸ்தோத்திரம். நல்லா கவனிங்க. ശ്രദ്ധിച്ചു കേൾക്കൂ. நல்லா கவனிங்க. ശ്രദ്ധിക്കൂ. எதை சொன்னாலும் சரி டபக்குன்னு முன்னாடி வந்து நிப்பார் ஆளு. എന്ത് പറഞ്ഞാലും ഉടനെ മുമ്പിൽ വന്ന് നിൽക്കും. 40 வருஷம் பெரட்டல 40 വർഷം ആ പണിഞ്ഞ പണിയില് മോശേ നീ വാ, നീ പുറത്തു വാ, എന്നെ വിട്ടുങ്ങ ആണ്ടവരേ, എന്നെ വിടൂ ദൈവമേ. എല്ലാം മൂർഖം പോச்சு, എല്ലാ ദേഷ്യം മാറിപ്പോയി, എല്ലാ കോപം പോச்சு, എല്ലാ ദ്വേഷം മാറിപ്പോയി. മോശേ ഞാൻ കൂടെ ഇരിக்கிறேன். മോശേ നിന്റെ കൂടെ ഞാനുണ്ട്. അയ്യോ എനിക്ക് பேசவே தெரியாது, എനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. മോശേ நான் உன்னோடு சேர்ந்து செய்யற காரியம் பயங்கரமா இருக்கும். മോശേ നിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരമായിരിക്കും. അയ്യോ എന്നെ വിട്ടുങ്ങ ആണ്ടവരേ, ഞാൻ ആട്ടം മേച്ചിട്ട് പോയിடுறேன்ப்பா. ദൈവമേ എന്നെ വിടൂ, ഞാൻ ആട് മേച്ചിട്ട് പോയിവിടാം. കൂളാങ്കല്ല് എவ்வளவு അഴகா മാറുது பாருங்க. എങ്ങനെ ഒരു കൽ പണിയപ്പെടുന്നു നോക്കൂ. ഇപ്പോ മോശേ ആണ്ടവരേ சொன்னாலும் ദൈവം പറഞ്ഞാൽ പോലും முடியாது 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 முடியாது, പറ്റില്ല കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. இதுதான் உருவாக்குற தெய்வம், ഇത് തന്നെയാണ് പണിയുന്ന ദൈവം. ഇപ്പോ ഇവർ പഠിക്കല ഭയങ്കരமான ആള്, ഇവർ പഠിക്കാൻ നല്ല കഴിവുള്ള ഒരു മനുഷ്യൻ, പഠിച്ചാല് നല്ല പഠിക്കാൻ കഴിവുള്ള മനുഷ്യൻ. ഇപ്പോ കേളുங்க, ഇപ്പൊ അവനോട് ചോദിച്ചാൽ നീ പഠിച്ചിന ഉൻ പഠിപ്പ് നാത്തെ സാഗടിപ്പാரு, നീ പഠിച്ചാൽ നിന്റെ പഠിപ്പിനെ അവൻ കൊന്നുകളയും. சம்பாதிப்பேன்னு சொன்னா சம்பாதிக்கிற அந்த பலனை கருவறுத்து போடுவாரு. അധ്വാനിക്കുമെന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന ആ ബലത്തെ അവൻ എടുത്തു പോകും. என்னால முடியும்னு சொன்னா நொறுக்கி போடுவாரு. എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ ഞെരുക്കി പോടും. നീ മാംസത്തിലെ സാധിപ്പേன்னு சொன்னா அந்த മാംസത്തെ போட்டு കസക്കി പുളിഞ്ചു போடுவாரு. ജഡം കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ അവൻ ജഡത്തെ മുറിച്ചു കളയും. ஏன்னா நீ கூழாங்கல்ல എന്നു വെച്ചാൽ നീ ഒരു മിനുസമുള്ള കല്ലാണ്. എன்னால முடியும் சொல்றதெல்லாம் நொறுக்கிட்டே இருப்பாரு. എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ ഞെരുക്കും. പൗൽ എപ്പിപ്പെട്ട ആൾ தெரியுமா? പൗൽ എങ്ങനെയുള്ള ആളാണെന്നറിയാമോ? ന്യായ പ്രമാണത്തിൽ പൗലോട് പോട്ടി പോட முடியாது. ന്യായ പ്രമാണത്തിൽ അവനോട് കമാലിയൻ പാദത്തിൽ ഉட்கார்ந்து പഠിച്ചവനാക്കും. ഗമാലിയലിന്റെ പാദത്തിൽ നിന്ന് പഠിച്ച ഒരു മനുഷ്യൻ. ஆனா இப்ப பவுல் என்ன தெரியுமா சொல்றாரு? ഇപ്പൊ പൗൽ എന്ത് പറയുന്ന അറിയാമോ? இப்ப அந்த கூழாங்கல் என்னாச்சு தெரியுமா? ആ മിനുസമുള്ള കല്ല് എന്താണെന്ന് അറിയാമോ? കുതിരയില ഏറി പോയി തുன்பപ്പെടുത്ത പോണ ആള്, കുതിരപ്പുറത്ത് പോയി സഭയെ പീഡിപ്പിക്കാൻ പോയ മനുഷ്യൻ കണ്ണ പുടുങ്ങി നടവ വിട്ടിട്ടാரு. കണ്ണെടുത്ത് മാറ്റി അവനെ ഇങ്ങനെ ആവിയാനവർ മോതുവാര്. പരിശുദ്ധാത്മാവ് ഇടിച്ചപ്പോൾ உங்களுக்கு ആവിയാനവർ മോദறது தெரியல. പരിശുദ്ധാത്മാവ് ഇടിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. പരിശുദ്ധ ആവിയാനവർ മോദി ഉരുവാക്കുന്ന വിഷയം உங்களுக்கு പുരിയല. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇടിക്കുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കൂളാങ്കല്ല തെരഞ്ഞിട്ടാർന്നാ നൊറുക്കി എടുപ്പാര്. നിന്നെ മിനുസമുള്ള കല്ലായി അവൻ തിരഞ്ഞെടുത്താൽ അവൻ നിന്നെ ഞെരുക്കും. നീ മറ്റവൻ ചിരിപ്പാ, മറ്റവരെല്ലാം ചിരിക്കും. ഉന്നാല നടിപ്പ് കൂടെ ചിരിക്ക முடியாது. നിന്നെ കൊണ്ട് അഭിനയിച്ചു പോലും ചിരിക്കാൻ കഴിയില്ല. നിന്നെ ഞെരുക്കും. പക്ഷേ അളിக்கிறதுக்கല്ല, നിന്നെ നശിപ്പിക്കുവാനല്ല. ദേശத்துக்கு ആശീർവാദമായി മാറേ, നീ ഇരിക്കുന്ന ദേശത്തിന് അനുഗ്രഹമായി മാറുവാൻ. എത്ര പേർ ഉണർறீங்க? എത്ര പേര് മനസ്സിലാക്കുന്നു? 40 വർഷം தேவையா இருந்தது. 40 വർഷം പിടിച്ചു. യേശപ്പാവുக்கு 30 വർഷം தேவையா இருந்தது. യേശു ക്രിസ്തുവിന് 30 വർഷം ആവശ്യപ്പെട്ടു. பாத்தீங்களா? ശ്രദ്ധിച്ചോ? ஒரு கல் உருவாகிறதுக்கு, ഒരു കൽ പണിയപ്പെടുവാൻ, இப்படி இருக்கிற கல் இப்படி ஆற்றுக்குள்ள இருந்து உருவாகிறதுக்கு, ഇങ്ങനെയുള്ള കൽ ഇങ്ങനെ ആറ്റിന്റെ അകത്ത് പണിയപ്പെടുവാൻ 40 വർഷം, 40 വർഷം, 30 വർഷം, 30 വർഷം, പല വർഷങ്ങൾ. நீங்க கவனிச்சு பார்த்தா, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ஆற்றுல 24 மணி நேரம் ஆறு ஓடி மோதி 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 உருவாக்குது. 24 മണിക്കൂറും ആറ്റിന്റെ വെള്ളം ഇതിന്റെ മുകളിൽ
പോയി പാൻ ഇതിനെ പണിയുന്നു. ஆனா இப்ப நிறைய பேர் என்னாச்சு, ഇപ്പോ പലർക്കും എന്ത് സംഭവിക്കുന്നു? அழைப்பு கூழாங்கல்லுதான். വിളി മിനുസമുള്ള കല്ലായി മാറുവാൻ. இது ஞாயிற்றுக்கிழமை மட்டும் அப்படியே வந்து நனைஞ்சிட்டு அப்படியே போயிடும். ഞായറാഴ്ച മാത്രം വന്ന് നനഞ്ഞിട്ട് തിരിച്ചു കടന്നു ചെല്ലും. அப்புறம் மறுபடியும் வெளியே. പിന്നെ ബാക്കിയുള്ള ദിവസം പുറത്ത്. அப்படி வாழ்ந்துராத. അങ്ങനെ നീ ജീവിക്കരുത്. அப்படி ജീവിക്കാத. അങ്ങനെ നീ ജീവിക്കരുത്. நீ ஆற்றை விட்டு வெளியே வரவே முடியாது. നീ ആറ്റിലിരുന്ന് പുറത്തു വരാൻ സാധിക്കില്ല. ஆற்றின் தண்ணீர் உனக்குள் ஓடிக்கொண்டே இருக்க வேண்டும். ആറ്റിന്റെ വെള്ളം നിന്റെ അകത്തൂടെ പാഞ്ഞെന്നോണ്ടിരിക്കണം. ദേവശിത്തമാനാൽ അടുത്ത വാരം ഇതേക്കുറിച്ച് തെളിവായി பார்ப்போம். ദൈവഹിതമാണെങ്കിൽ അടുത്ത ആഴ്ചയും ഇതിനെ കുറിച്ച് കാണാം. ഒരേ ഒരു കാര്യത്തെ ചൊല്ലി முடிக்கிறேன். ഒരു കാര്യം പറഞ്ഞു ഞാൻ നിർത്തുന്നു. இந்த கல் தண்ணீருக்குள் மறைந்திருக்கிறது. ഈ കൽ വെള്ളത്തിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്നു. நீங்க உருவாயிட்டு இருக்கீங்க, நீங்க ஆற்றுக்குள் இருக்கீங்கிறதுக்கு அடையாளத்தை சொல்றேன் கேளுங்க. ആറ്റിന്റെ അകത്ത് നിങ്ങൾ ഇരിക്കുന്നു എന്നതിന്റെ അടയാളം ഞാൻ പറയുന്നു. இந்த கல் எங்க இருக்குன்னா ஆத்துக்குள்ள இருக்குது. ഈ കല്ല് ആറ്റിന്റെ അകത്തുണ്ട്. இந்த கல் ஆற்றுக்குள்ள இருக்குது. ഈ കല്ല് ആറ്റിന്റെ അകത്തുണ്ട്. வெளிய இருந்து 1000 മനുഷ്യங்க பேசுறாங்க. പുറത്തിരുന്ന് 1000 മനുഷ്യർ സംസാരിക്കുന്നു. என்ன பேசுறாங்க? എന്ത് പറയുന്നു? இது விளங்காத கல்லு, ഇത് ഒന്നിനും പ്രയോജനമില്ലാത്ത കല്ല്, ஒண்ணுக்கு உதவாத கல்லு, ഒന്നിനും പ്രയോജനമില്ലാത്ത കല്ല്. என்னென்ன பேசணுமோ எல்லாம் பேசுறாங்க. എന്തൊക്കെ പറയണോ എല്ലാം പറയുന്നു. ஆனா இந்த கல்லுக்கு கேட்காது. പക്ഷേ അതൊന്നും ഈ കല്ലിന് കേൾക്കില്ല. எத்தனை பேர் ஆற்றுக்குள்ள முழுகி பழகி இருக்கிறீர்கள்? എത്ര പേർ ഈ ആറ്റിന്റെ അകത്ത് ഇറങ്ങി ശീലിച്ചിട്ടുണ്ട്? இன்னொரு முறை ஞானஸ்தானம் கொடுத்தால் நலமா இருக்கும் என்று எண்ணுகிறேன். ഒരു പ്രാവശ്യം കൂടെ സ്നാനപ്പെട്ടാൽ നല്ലതെന്ന് തോന്നുന്നു. உள்ளுக்குள்ள கொஞ்ச நேரம் முக்கி வச்சிட்டு பேசிட்டு எடுத்துடலாம்னு நினைக்கிறேன். അകത്ത് മുക്കി കുറച്ച് നേരം കഴിഞ്ഞെടുക്കാമെന്ന് ചിന്തിക്കുന്നു. അടക്കാരൻ നടത്തിനാലും പരവായില്ല, എടുത്ത് വെച്ചില്ല. புரியுதா உங்களுக்கு? മനസ്സിലാകുന്നുണ്ടോ? ஆற்றுக்குள்ள இருந்தா வெளியிருந்து வர்ற சத்தம் கேட்காது. ആറ്റിന്റെ അകത്തുണ്ടെങ്കിൽ പുറത്തിരുന്ന് വരുന്ന ശബ്ദം കേൾക്കില്ല. ஆண்கள் பக்கம் கேட்கிறேன், ஏப்பா ஆற்றுக்குள்ள இருக்கிற அனுபவம் எத்தனை பேருக்கு இருக்குது? ആറ്റിന്റെ അകത്തുള്ള അനുഭവം എത്ര പേർക്കുണ്ട്? ആറ്റുക്കുള്ള വേണ തണ്ണിക്കുള്ള മുഴുകുന്ന അനുഭവം എത്ര പേർക്ക് இருக்குது? ആറ്റിന്റെ അകത്തല്ല, വെള്ളത്തിനകത്ത് ഇരിക്കുന്ന അനുഭവം എത്ര പേർക്കുണ്ട്? കൈ തൂക്കുங்க. കരമുയർത്തിയാട്ടെ. நீச்சல் தெரியாதாயா உங்களுக்கு? നീന്താൻ അറിയില്ലേ? അതാ ഇങ്ങ ഉட்கார்ந்து இருக்கிறவங்க டபுள் நீச்சல் அடிப்பாங்க. ഇവിടെ ഇരിക്കുന്നവര് ഡബിൾ നീന്തോ? ராணியக்க டபுள் நீச்சல் அடிக்கும். நான் சொல்றது உங்களுக்கு புரியுதா? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? தண்ணியின் ஆழத்துக்குள்ள இருந்துட்டா, நான் சொல்ற மேல இல்ல, ஆழத்துக்குள்ள இருந்துட்டா. വെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് மேல என்ன சத்தம் போட்டாலும் உள்ள கேட்காது. വെളിയിൽ നിന്നും ഏത് ശബ്ദമിട്ടാലും അകത്ത് കേൾക്കില്ല. நீ கூழாங்கல்லா இருந்தா, നീ ഒരു മിനുസമുള്ള കല്ലാണെങ്കിൽ எந்த மனுஷன் என்ன பேசுறவன் காதுல விழாது. ഏത് മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ചെവിയിൽ അത് കേൾക്കില്ല. நீ என்ன பண்ணுவ தெரியுமா? നീ എന്ത് ചെയ്യും അറിയാമോ? ஆற்றில நனைஞ்சிக்கிட்டே இருப்ப. சம்பாரா கடா துண்டட பௌஷடகத்திடாயா. നീ അന്യഭാഷ സംസാരിച്ചുകൊണ്ട് ആറ്റിന്റെ വെള്ളത്തിൽ നനഞ്ഞുകൊണ്ടേയിരിക്കും. உனக்கு தெரியுமா அவங்க பேசுனது தெரியுமா? അവർ സംസാരിക്കുന്നത് നിനക്ക് അറിയാമോ? சம்பாரா கடகதுடா பௌஷடாத்திடா ரகதட பௌஷத்தடா பௌடா பௌடா. അവർ സംസാരിക്കുന്ന അന്യഭാഷ നിനക്ക് മനസ്സിലാകുമോ? ஆனா இந்த கல்லா இருந்தா, നീ ഈ കല്ലായിരിക്കുമാണെങ്കിൽ பேச வேண்டாம். നീ സംസാരിക്കേ വേണ്ട. அவன் ஏதோ கடைக்கு போலான்னு ஓரமா நின்னு பேசினா கூட, അവൻ ഒരു കടയിൽ പോകുമെന്ന് സൈഡിൽ നിന്ന് സംസാരിച്ചാൽ പോലും, ஒரு போண்டா சாப்பிடுறதுக்கு ஓரமா நின்னு பேசினா கூட, ഒരു ബോണ്ട കഴിക്കാൻ സൈഡിൽ നിന്ന് സംസാരിച്ചാൽ പോലും, என்னத்தான் பேசுறான்? അവൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. என்னை குறித்து தான் பேசுறான். അവൻ എന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. காது பெருசாகும், காது பெருசாகும். അവന്റെ ചെവി വലുതാവും. கேக்குதா? என்னத்தான் பேசுறான்? എന്നെ കുറിച്ചാണ് പറയുന്നത്. என்னத்தான் பேசுனா? എന്നെ കുറിച്ചാണ് പറയുന്നത്. ஐயா, நாங்க உளுந்து வடையை குறித்து பேசுனையா. ഞങ്ങൾ ആ വടയെ കുറിച്ചാണ് പറഞ്ഞത്. நாங்க பேசுறது உளுந்து வடையை குறித்து. ഞങ്ങൾ വടയെ പറ്റിയാണ് പറഞ്ഞത്. உன்னை பத்தி எங்களுக்கு சிந்தையே கிடையாது. നിന്നെ പറ്റിയുള്ള ചിന്തയെ ഞങ്ങൾക്കില്ല. எத்தனை பேர் ஆமென் சொல்றீங்க? എത്ര പേര് ആമേൻ പറയും? இந்த கல் நிறைய இருக்க மாட்டேங்க நாதா. ഇതുപോലത്തെ കൽ കുറെ ഉണ്ടെന്ന് തോന്നുന്നു. ஆமென். நல்லா கவனிங்க, ശ്രദ്ധിച്ചു കേൾക്കൂ. ஆனா கூழாங்கல்ல മിനുസമുള്ള കല്ലോ, அதுகிட்ட இருக்கிற ஒரு சுவாபம் என்ன தெரியுமா? അതിന്റെ ഒരു സ്വഭാവം എന്തെന്നറിയാമോ? என்ன பேசினாலும் சரி, എന്ത് പറഞ്ഞാലും ശരി, அதனுடைய வேலை ஒண்ணே ஒண்ணுதான். അതിന്റെ ജോലി ഒറ്റ ജോലിയേ ഉള്ളൂ. ஆற்றில உருவாக்கப்பட்டுக்கிட்டே இருக்கும். ആറ്റിന്റെ അകത്ത് അത് പണിയപ്പെട്ടുകൊണ്ടേയിരിക്കും. யார் என்ன வேணாலும் பேசிக்க பேசிக்க பேசிக்க. ആരൊക്കെ എന്ത് വേണമെങ്കിലും സംസാരിച്ചാലും, நீ என்ன குறித்து என்ன வேணாலும் பேசு. എന്നെ പറ്റി എന്ത് വേണമെങ്കിലും സംസാരിച്ചു. யார் வேணாலும் பேசு. ആര് എന്ത് വേണമെങ്കിലും സംസാരിക്കട്ടെ. No problem. എനിക്ക് പ്രശ്നമേ ഇല്ല. No problem. എനിക്ക് പ്രശ്നമേ ഇല്ല. No problem. എനിക്ക് പ്രശ്നമേ ഇല്ല. எனக்கு பிரச்சனை இல்ல. എനിക്ക്
பிரச்சனமே இல்ல. நீ பேச பேசத்தான் ஆற்றின் வேகம் அதிகமாகும். നീ സംസാരിക്കും തോറും ആറ്റിന്റെ വെള്ളത്തിന്റെ വേഗത കൂടും. நீ பேச பேசத்தான் எனக்கு அபிஷேகம் கூடும். നീ സംസാരിക്കും തോറും എന്റെ അഭിഷേകത്തിന് അളവ് കൂടും. நீ பேச பேசத்தான் வைராக்கியம் கூடும். നീ സംസാരിക്കും തോറും എനിക്ക് തീഷ്ണത കൂടും. நீ பேச பேசத்தான் வல்லமை கூடும். നീ സംസാരിക്കും തോറും എന്റെ അകത്തുള്ള ശക്തി വർദ്ധിക്കും. நீ பேச பேசத்தான் ஜெப நேரம் கூடும். നീ സംസാരിക്കും തോറും ജപ പ്രാർത്ഥന നേരം അധികമാകും. நீ பேச பேசத்தான் தேவனோட உண்டான ஐக்கியமும் உறவும் கூடும். സംസാരിക്കും തോറും ദൈവത്തോടുള്ള ഐക്യത എനിക്ക് അധികരിക്കും. இதுதான் இந்த கூழாங்கல்லுடைய சுபாவம். ഇത് തന്നെയാണ് ഈ മിനുസമുള്ള കല്ലിന്റെ സ്വഭാവം. இப்ப சொல்லுங்க, எத்தனை பேர் கூழாங்கல்லை போல வாழ்றீங்க? ഇപ്പൊ പറ, എത്ര പേർ ഈ മിനുസമുള്ള കല്ലെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? பொய்யுரையாமல் கையை தூக்குங்கள். കള്ളം പറയാതെ കരമുയർത്തിയാട്ട്. பார்த்து சொன்னது எனக்கு பிடிச்சது. கள்ளம் பறையாம தூக்குங்க. அரக்கை தூக்குறீங்களே, இதுக்கு அர்த்தம் என்ன? அதுல ஜஸ்டுக்கு கீழே போகுதே, என்ன அர்த்தம்? இப்படி தூக்குங்க, மோசே கை மாதிரி இருங்க. മോശയുടെ കരങ്ങളെ പോലെ அப்படி இருங்க. இத்தனை கூழாங்கல் இருந்தா, ഇത്ര മിനുസമുള്ള കല്ലുണ്ടെങ്കിൽ ദേശം இந்த வல்லமையை தாங்குமா? ദേശം ഈ ശക്തിയെ താങ്ങാൻ കഴിയുമോ? சத்துரு தாங்க முடியுமா? ശത്രുവാൽ ഈ ശക്തികളെ താങ്ങാൻ കഴിയുമോ? நல்லா கவனிங்க, ശ്രദ്ധിച്ചു കേൾക്കൂ. இந்த கல், ഈ കല്ല് இப்போ ஒரு அறிவிப்பு வருது. ഇപ്പൊ ഒരു കാര്യം പറയുന്നു. 2 நாளைக்கு வெயிலின் தாக்கம் அதிகமா இருக்கும் அப்படின்னு அறிவிக்கிறாங்க. 2 ദിവസം സൂര്യപ്രകാശത്തിന്റെ താക്കം കൂടിയിരിക്കും. இந்த കല്ലുக்கு കവല வந்துடும். ഈ കല്ലിന് ദുഃഖമുണ്ടാകും. ஏன்னா வெயில் எப்படி அடிக்கும்? എന്തുകൊണ്ടാ? വെയിൽ എങ്ങനെ ആയിരിക്കും? யோனாவுக்கு சுள்ளுன்னு அடிச்சது. എങ്ങനെ വെയിൽ ഇവളോ തീഷ്ണമായിട്ട് അടിച്ചോ? சுள்ளுன்னு அடிச்சோன்னே எரிச்சல் வந்தாச்சு. വെയിലിന്റെ വന്നും അതിന് ഒരു പ്രയോജനമില്ല. இந்த கல்லின் மேலே சூரிய வெளிச்சம் பட்டு அந்த வெப்பம் இதை தாக்கும். ആ സൂര്യപ്രകാശം ഈ കല്ലിന്റെ മേൽ പെട്ട ആ ചൂട് ഇതിന്മേൽ പറ്റും. இப்ப அதே அறிவிப்பு இந்த கல்லுக்கு வருது. അതേ കാര്യം ഈ കല്ലിനും വരുന്നു. கொஞ்சம் அதிகமாவே வருது. അതേക്കാളും കൂടുതൽ വരുന്നു. 7 நாளைக்கு வெப்பம் அதிகமாயிருக்கும். 7 ദിവസത്തിന് സൂര്യപ്രകാശത്തിന്റെ ചൂട് അധികമായിരിക്കും. அதுவும் கத்திரி வெயில் அப்படிங்கறாங்க. അങ്ങനെയുള്ള ഒരു കൊടും ചൂടുണ്ടായിരിക്കും. இது கவலைப்படாது. ഇതിന് ഒരു ദുഃഖവുമില്ല. ஏன்னா இது ஆத்துக்குள்ள இருக்கிறது. എന്തുകൊണ്ടെന്നാൽ ഇത് ആറ്റിന്റെ അകത്തുണ്ട്. இதுக்கு எத்தனை வெயில் அடிச்சாலும் சரி, எத்தனை டிகிரி அடிச்சாலும் சரி, வெப்பம் இது மேல படாது. എത്ര ചൂടാണെങ്കിലും എത്ര വെയിലാണെങ്കിലും അതിൽ ചൂട് ഇതിൽ പെടില്ല. இது இந்த கல்லு உள்ளுக்குள்ள இருந்து ஒரு முழக்கத்தை முழக்கும். ഈ കല്ലകത്തിരുന്ന് ഒരു ശബ്ദം മുഴങ്ങും. சூரியனே, സൂര്യനെ, உபத்திரவமே, ഉപദ്രവമേ, நீ எத்தனை சூட்டை போட்டாலும், എത്ര ചൂട് നീ എന്റെ മുകളിൽ ഇട്ടാലും, அதை தாங்கக்கூடிய ஜீவ தண்ணீர் என் மேல, അതിനെ താങ്ങുവാനുള്ള ജീവജല നദി എനിക്ക് മുകളിലുണ്ട്. என்னை எப்பொழுது ஒரே மாதிரி நடத்துகிற நதி எனக்குள்ளே, ഏത് സമയത്തും ഒരേപോലെ നടത്തുന്ന ആ ജീവജലിയ ജലനദി എനിക്കുള്ളേ. இதுக்கு சூரியனை குறிச்சோ அந்த வெப்பத்தை குறிச்ச கவலை இல்லை. സൂര്യനെ പറ്റിയോ ആ ചൂടിനെ പറ്റിയോ ഒരു ചിന്തയുമില്ല. ஆமென், ആമേൻ. எங்க கூழாங்கல் முகத்தை காட்டுங்க. മിനുസമുള്ള കല്ലിന്റെ മുഖത്തെ കാണട്ടെ. முகத்தை காட்டுனா காட்ட மாட்டேங்கிறீங்களே. ஏன்னா பார்த்தா எந்த கல்லுன்னு. இங்க பக்கத்துல இருக்கிற முகத்தை பாருங்க. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയേ. எப்படி தெரியுது? എങ്ങനെയാണ് ഇരിക്കുന്നത്? எந்த கல்லு மாதிரி தெரியுது? ഏത് കല്ല് പോലെ തോന്നുന്നുണ്ട്? பாஸ்டர் கருங்கல்லு மாதிரியே இருக்குது பாஸ்டர். കരിങ്കല്ല് പോലെ ഇരിക്കുന്നു. அது அது அந்த வெடி வச்சு வெடிப்பாங்களே, அதுல வருமே ஒரு கல்லு, அது மாதிரியே இருக்குது. தெரியாம இங்க வந்து உட்கார்ந்துட்ட பாஸ்டர். പൊട്ടിച്ചെടുക്കുന്ന കല്ല് പോലെ ഇരിക്കുന്നു. അറിയാതെ വന്നിരിക്കുന്നു പാസ്റ്റർ. இனி அங்க உட்கார மாட்டேன். ഇനി ഞാൻ ഇവിടെ ഇരിക്കില്ല. எப்படி இருக்கு கல்லு? ഇങ്ങനത്തെ കല്ലാ നിങ്ങൾ അടുത്തിരിക്കുന്നത്? கொஞ்சம் பார்த்து சொல்லுங்க எனக்கு. നോക്കി പറ. அதிகமா பெண்கள் பக்கம் பாருங்க. என்ன வெக்கப்படுறீங்க? பாருங்க. நானும் பாஸ்டும் பார்த்துக்கிறேன். அழகா இருக்காரு. என்ன கல்லுக்கு கொஞ்சம் தாடி முளைச்சிருக்கு, அவ்வளவுதான். இந்த கல்லுக்கு தாடி இல்லை, அவ்வளவுதான். மீசையும் இல்லை, அவ்வளவுதான். பார்த்தீங்களா?
எப்படி தெரியுது? எந்த கல்லு மாதிரி தெரியுது? ഏത് കല്ല് പോലാണ് തോന്നുന്നത്? எந்த கல்லு மாதிரி தெரியுது? கூழாங்கல் மாதிரி தெரியுதா? தெரியுதா இல்லையா பார்த்து சொல்லுங்க. இல்லை காசை கொடுத்து நான் இங்கே டீ வாங்கி கொடுக்குறேன், வெளியே வந்தீங்கன்னா உனக்கு 2 காய்கறி எக்ஸ்ட்ரா போடுற சாப்பாட்டு நேரத்தில் என்ன அப்படி சொல்லிருன்னு சொல்ல சொன்னாங்களா? எந்த கல்லு மாதிரி தெரியுது? ഏത് കല്ല് പോലാണ് തോന്നുന്നത്? சொல்லுங்க சொல்லுங்க சொல்லுங்க, சீக்கிரம் சொல்லுங்க, முடிக்கிறேன். ஆண்கள் சொல்லுங்க, இப்போ எந்த கல்லு மாதிரி தெரியுது? சரி, பக்கத்தில் இருக்கிறவங்க சாட்சி சொல்லுங்க. என் பக்கத்தில் உட்கார்ந்து இருக்கிற എൻ്റെ അടുത്തിരിക്കുന്ന பார்த்தா கூழாங்கல் அப்படியே இருக்கிறாரு. കണ്ടാൽ മിനുസമുള്ള കല്ല് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. அப்படின்னா பக்கத்தில் இருக்கிறவங்க கை தூக்குங்க. അങ്ങനെയുള്ളവർ അടുത്തിരിക്കുന്നവർ കരം ഉയർത്തിയേ. என் பக்கத்தில் இருக்கிற ஆள் அப்படித்தான் தெரியுதுன்னு சொல்ற ஆள் கை தூக்குங்க. എൻ്റെ അടുത്തുള്ള ആൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നവർ കരം ഉയർത്തിയാട്ടെ. அப்போ உங்களுக்கு என்னதான் தெரியுது? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? என்னடா தெரியுது? அப்படி எப்படித்தான் தெரியும்? நீ என்ன அனனியா மாதிரி சொல்ற? எவ்வளவுக்கு வித்தீங்க? இவ்வளவுக்கு தான். அப்படித்தான் தெரியுது. அது எப்படித்தான் தெரியுது? கூழாங்கல் மாதிரி தான் இருக்குது. யாரு? ஓ ரைசலோ. சரி, உனக்கு எப்படி தெரியுது தீபா? கூழாங்கல் மாதிரி தான் தெரியுது. மாதிரி தான் தெரியுது. என்ன மாதிரியா தெரியுதா? அப்படியே இருக்குதா? மாதிரியா தெரியுதா? நான் குழப்பறேன்னா இனிமேல் நீங்கள் எங்க போனாலும் கூழாங்கல்லை கையில் எடுத்துட்டு போங்க. நீ எവിടെ போயாலும் கல்லின கரங்கள் எடுத்து யாராவது உன்னை திட்டானா டபுக்கு கூழாங்கல்லை பிடிச்சுக்க. ஆமாம் 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 சொல்லுங்க பாஸ்டர். ഇനി ആരെങ്കിലും നിങ്ങളോട് ദേഷ്യത്തിനെങ്കിലും പറഞ്ഞാൽ ആ കല്ലുകളെ കരങ്ങളിൽ പിടിച്ചോണം. நீங்க வேலைக்கு போனீங்கன்னா கூழாங்கல்லை எடுத்து பாக்கெட்ல போட்டு போய் ജോലിക്ക് പോകുമ്പോഴും ആ കല്ലെടുത്ത് പോക്കറ്റിൽ ഇട്ട് പോകണം. நீங்க ஸ்கூலுக்கு போனா கூழாங்கல்லை எடுத்து போய் സ്കൂളിൽ പോകുമ്പോഴും ആ കല്ലെടുത്ത് പോക്കറ്റിൽ ഇട്ട് പോകണം. எங்க போனாலும் கூழாங்கல்லை எடுத்துக்கங்க. എവിടെ പോയാലും ആ കല്ലെടുത്തോണ്ട് പോകണം. ஒரு முக்கிய அறிவிப்பு, ஒரு முக்கிய அறிவிப்பு. ഒരു കാര്യം പറയട്ടെ. சபைக்கு வர்றப்ப 5 கல்லை தூக்கிட்டு வந்துருங்க. സഭയ്ക്ക് വരുമ്പോ 5 കല്ല് എടുത്തോണ്ട് വരണം. ஏன்னா இங்கதான் நமக்கு ரொம்ப தெரியணும். എന്തുകൊണ്ടാൽ ഇവിടാണ് അറിയണ്ടേ. ஏன்னா நீங்க எப்ப யார் என்ன பேசினாலும், എപ്പോ ആരെന്ത് പറഞ്ഞാലും, என்ன சொன்னாலும், എന്ത് പറഞ്ഞാലും இந்த கூழாங்கல்லை கையில பிடிச்சுங்க. ഈ കല്ലിനെ കരങ്ങളിൽ പിടിച്ചുകൊള്ളു. சபாரகதிடகடா சத்தடாக புனாரகடா. நீ கேட்கல சத்துரா ரபக்கடா திடான்னு போயிட்டே இருங்க. ഇത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന അന്യഭാഷ ഇത് കേൾക്കണം. நீங்க அப்படியே போய் பழகுங்க. അങ്ങനെ നിങ്ങൾ ശീലിക്കണം. உங்க വീട്ടുകാരെ பார்க்கும் பொழுது നിങ്ങളുടെ ഭർത്താവ് കാണുമ്പോൾ இந்த கூழாங்கல்லை எடுத்து வச்சுக்கங்க. ഈ കല്ല് കരങ്ങളിൽ പിടിച്ചുകൊൾ. ஓ அடிக்கிறதுக்கு ரெடியா இருக்கிறாளோ நினைக்கிற அளவுக்கு வச்சுக்காதீங்க. നിന്നെ അടിക്കുവാൻ നിൽക്കുന്നതെന്ന് ചിന്തിക്കാതെ நீங்க உள்ள மறைச்சு வச்சுக்கங்க. അത് നിങ്ങൾ മറച്ചു വെച്ചോ. உங்க வீட்டுக்காரர் திட்டார், என்னடி குழம்பு வச்சிருக்கிற அப்படின்னு பாரு. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഉദ്ദേശിച്ച് പറയുമ്പോൾ കറിയാ വെച്ചേക്കുന്നത്. நான் கூழாங்கல் நான் கூழாங்கல் நான் கூழாங்கல் நான் கூழാங்கல்னு சொல்லுங்க. ഞാൻ മിനുസമുള്ള കല്ല് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ. ஓ மனைவி திட்டுது. നിന്റെ ഭാര്യ നിന്നെ വഴക്ക് പറയുന്നു. என்னையா நீ இப்படி இருக்கிறேன்னு சொல்லுது. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്നു. நீங்க கூழாங்கல்ல கல்ல பிடிச்சிட்டு சோதரம் 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 சோதரம்னு சொல்லுங்க. നീ കല്ല് കരങ്ങളിൽ പിടിച്ചുകൊണ്ട് സ്തോത്രം എന്ന് പറ. இனி யார் என்ன சொன்னாலும் கூழாங்கல்ல நாவத்துக்கு வச்சுக்கங்க. ആരെന്ത് പറഞ്ഞാലും ഈ കല്ല് ചിന്തിച്ചുകൊള്ളു. நான் உங்களுக்கு இன்னும் கொஞ்சம் ஆழமா சொல்லி தரேன். ഇതേ കുറിച്ച് ഞാൻ ആഴമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. இந்த கல்லை பாக்கெட்ல வைக்காதீங்க. ഈ കല്ല് നിങ്ങൾ പോക്കറ്റിൽ ഇടണ്ട. இது தொலைஞ்சு போயிடும். ഇത് കാണാതെ പോകും. இத கையில வச்சிருந்தாலும் தொலைஞ்சு போயிடும். കയ്യിലുണ്ടെങ്കിലും ഇത് കാണാതെ പോകും. சிந்தையில வைங்க. ചിന്തയിൽ നിങ്ങൾ വെക്കണം. சிந்தையில வச்சுக்கங்க. നിങ്ങളുടെ ചിന്തയിൽ ഇത് വെക്കണം. ஆழமா பதிச்சு வச்சுக்கங்க. ആഴമായി ഇത് വെക്കണം. பதிச்சு வச்சுக்கங்க. ആഴമായി ഇത് വെക്കണം. ஆழமா வச்சுக்கங்க. ആഴമായി ഇത് വെക്കണം. யாரு சொன்னாலும் நீ கூழாங்கல்ங்கற மறக்காதே. ആരെന്ത് പറഞ്ഞാലും നീ മിനുസമുള്ള കല്ലെന്നത് മറന്നു പോകരുത്. என்ன சொன்னாலும் கூழாங்கல்ங்கறத மறக்காதே. എന്ത് പറഞ്ഞാലും നീ മിനുസമുള്ള കല്ലെന്നത് മറന്നു പോകരുത്. ஆமென் ആമേൻ. கடைசியா சொல்லி முடிக்கிறேன். അവസാനമായി പറഞ്ഞു നിർത്തട്ടെ. சத்துரு அங்கே போரடித்துக் கொண்டிருக்கிறார். ശത്രു അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, அவன் கிரியை செய்து கொண்டிருக்கிறார். അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, சவுல் வரல. സഭ വളരാൻ, இஸ்ரவேல் ஜனங்கள் யுத்த வீரர்கள் வரல. സൈന്യങ്ങൾ വളരുവാൻ வரல வரல வரல. അവർ വന്നില്ല. ஆனா தேவன் ஒரு காரியத்தை பண்ணுகிறார். ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നു. அந்த ஆற்றுக்கு நேராய் ஒருவருடைய பாதம் கடந்து வருது. ആ ആറ്റിലെ
നോക്കി ഒരുത്തന്റെ പാദച്ചുവടുകൾ വരുന്നു. ஒரு மனிதனுடைய பாதம் அங்கே கடந்து வருதே. ഒരു മനുഷ്യന്റെ പാദങ്ങൾ ആ ആറ്റിനെ നോക്കി കടന്നു വരുന്നു. ஆற்றை நோக்கி அல்ல, ആറ്റെ നോക്കി അല്ല, ஆற்றுக்குள் இருக்கிற அந்த கூழாங்கல்லை நோக்கி. ആ നദിയെ നോക്കിയല്ല, ആ നദിയുടെ അകത്തുള്ള കല്ലിനെ നോക്കി. இதோ அந்த மனிதனுடைய கரம் ആ മനുഷ്യന്റെ കരം ஆற்றுக்குள் விடப்படுதே. ആ ആറ്റിനകത്ത് இதோ அந்த கல்ல ആ കല്ലിനെ தன் கரத்துல எடுக்குது. തന്റെ കരത്തിലെടുത്ത இந்த உலகம் காண, ഈ ലോകം കാണുകേ. இத்தனை காலம் நீ மறைந்திருந்தாய். ഇത്ര കാലം നീ മറഞ്ഞിരുന്നു. நீ தன்னைத்தானே வெளிப்படுத்தல, നീ തന്നെത്താൻ വെളിപ്പെടുത്തിയില്ല. தன்னை ஒரு பெரிய ஆளு நீ காட்டல, തന്നെ ഒരു വലിയ മനുഷ്യനെന്ന് വെളിപ്പെടുത്തിയില്ല. உன்னை பெரிய ஜாதி ஆக்குவேன் வாக்கு தத்தம் பண்ணினவன், உன் பேரை பெருமைப்படுத்துவேன் சொன்னவன், നിന്റെ നാമത്തെ വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞ ദൈവം அவர் கரம் உன்னை வெளியே எடுக்குது. അവന്റെ നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. அந்த கரம் வெளியே எடுக்குது. അവന്റെ കരം നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. சத்துரு பார்க்கறான், ശത്രു കാണുകേ. சகல இஸ்ரவேல் ஜனங்கள் பார்க்கறாங்க, സകല ഇസ്രായേൽ ജനങ്ങളും കാണുകേ. சவுல் பார்க்கறான், ശൗൽ കാണുന്നു. சகல ஜனங்கள் பார்க்க தேவ கரத்துக்குள் நீ வெளிப்படுகிற காலம் வரப்போகுது. സകല ജനങ്ങളും കാണുകേ. നീ വെളിപ്പെടുന്ന കാലഘട്ടം വരാൻ പോകുന്നു. இதோ வந்தாச்சே, അത് വന്നു കഴിഞ്ഞു. நீ ஜலத்துல உருவாகி கொண்டிருந்த காலம், നീ വെള്ളത്താൽ പണിയപ്പെട്ട കാലം, இத்தனை காலம் அந்த ஜலத்துல மறைந்திருந்த காலம், ഇത്ര കാലം നീ ആ വെള്ളത്തിൽ മറഞ്ഞിരുന്ന കാലം, இத்தனை காலம் அந்த வெள்ளத்துல உருவான காலம், ഇത്ര കാലം നീ വെള്ളത്തിൽ പണിയപ്പെട്ട കാലം. இப்ப இன்னொரு காலத்துக்குள் நீ வர, നീ മറ്റൊരു കാലത്തിൽ പ്രവേശിക്കാൻ പോകുന്നു. நீ அந்த கரத்திலிருந்து பயன்படுகிற காலத்துக்குள்ள நீ வரப்போற. നീ ആ കരങ്ങളാൽ ഉപയോഗപ്പെടുന്ന കാലം വരാൻ പോകുന്നു. அந்த கரத்தால் நீ வெளிப்படுகிற காலத்துக்குள் நீ வர. ആ കരങ്ങളാൽ വെളിപ്പെടുന്ന കാലഘട്ടങ്ങൾക്കുள் നീ വരാൻ പോകുന്നു. எத்தனை பேர், എത്ര പേർ, மற்ற நபர்களுக்கு அது புரியாது, വെളിയിരിക്കുന്നവർക്ക് അവർ മനസ്സിലാവില്ല. ஆனா ஆற்றுக்குள்ள இருக்கிற கல்லுக்கு அந்த தாக்கம் தெரியா. പക്ഷേ ആറ്റിനകത്തിരിക്കുന്ന കല്ലിന് ഈ കാര്യം മനസ്സിലാകും. இதோ அந்த தெய்வத்தின் கரமும் மேல அசைவாட தொடங்குதே. ആ ദൈവത്തിന്റെ കരം നിന്റെ മുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. இதோ உனக்குள்ள வெளிப்பட தொடங்குதே. നിന്റെ അകത്തത് വെളിപ്പെടാൻ പോകുന്നു. உனக்குள்ள அது வெளிப்பட தொடங்குதே. നിന്റെ അകത്തത് വെളിപ്പെടാൻ പോകുന്നു. உன் மேல வெளிப்பட தொடங்குதே. നിന്റെ മുകളിൽ അത് വെളിപ്പെടാൻ പോകുന്നു. உன்னை வெளியே கொண்டு வர, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. இதுவரை உலகத்துக்கு மறைந்திருந்த பிள்ளையே, ലോകത്തിന് ഇതുവരെ മറഞ്ഞിരുന്ന മകളെ, சகல ஜனங்களால் மறக்கப்பட்ட பிள்ளையே, സകല ജനങ്ങളാലും മറക്കപ്പെട്ട മകളെ, தெய்வக்கரம் உன்னை வெளியே கொண்டு வருதே. ദൈവത്തിന്റെ കരം നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. உன்னை வெளியே கொண்டு வருதே. നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. இந்த உலகத்தை, ഈ ലോകത്തെ எல்லா கலக்கத்தை மாற்றுகிற എല്ലാ കലകത്തെയും മാറ്റിപ്പോടുന്ന மெய்ப்பனுடைய அடைப்பைக்குள் நீ வருகிறாய். ഇടയന്റെ കവണിനുള്ളേ നീ വരുന്നു. நீ மெய்ப்பனுடைய கரத்துக்குள் வருகிறாய். ഇടയന്റെ കരങ്ങളിലേ നീ വരുന്നു. மெய்ப்பண்ட கரம் எடுக்குதே. ഇടയന്റെ കരം നിന്നെ എടുക്കുകയാണ്. உன்னை அந்த கவனுக்குள் வைக்க போகிறாய். നിന്നെ ആ കവണിന്റെ അകത്ത് വയ്ക്കാൻ പോകുന്നു. தேசாந்திர ஆவிகளை ஒரே அடியில் முறியடிக்கிற பாத்திரமா, ദേശത്തിന്റെ ശക്തിയെ ഒറ്റയടി കൊണ്ട് വിജയിക്കുന്ന ശക്തി இதோ நீ வெளிப்பட போகிறாய். ഇപ്പോൾ വെളിപ്പെടാൻ പോകുന്നു. தேவன் எடுக்கிறார். ദൈവം എടുക്കുന്നു. தெய்வ கரவோ மேல அசைவாடுதே. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നു. தேவ கரம் உனக்குள்ள வெளிப்படுதே. ദൈവത്തിന്റെ കരം നിന്റെ അകത്ത് വെളിപ്പെടുന്നു. நீ ஆற்றுக்குள்ள இருக்கிற நபர் என்பது இந்த உலகம் பார்க்க போகுது. നീ ആറ്റിനകത്തിരിക്കുന്ന ജനമെന്ന ഈ ലോകം കാണപ്പോകുന്നു. நீ ஆற்றிலிருந்து வெளிப்படுகிற பாத்திரம் என்பது இந்த உலகம் காண போகுது. ആറ്റിനകത്തുനിന്ന് വെളിപ്പെടുന്ന ജനമെന്ന ഈ ലോകം കാണാൻ പോകുന്നു. தேவ கரம் உன்னை வெளியே கொண்டு வர போகுது. ദൈവത്തിന്റെ കരം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. மனுஷ கரம் அல்ல, മനുഷ്യന്റെ കരമല്ല, மெய்ப்பனின் கரம், ഇടയന്റെ കരം, மெய்ப்பனின் கரம், ഇടയന്റെ കരം, உன்னை நடத்துகிறவர் கரம், നിന്നെ നടത്തുന്ന കരം, உன்னை முன்குறித்தவரின் கரம், നിന്നെ തിരഞ്ഞെടുത്ത കരം, சில நபர்களை தூக்கி எடுக்குது. ചില വ്യക്തികളെ പിടിച്ചു
വലിച്ചെടുക്കുന്നു. அந்த கரത്തിന്റെ வல்லமை அந்த கல்லுக்குள்ள பாயுதே. ആ കരത്തിന്റെ ശക്തി ആ കല്ലിനകത്ത് ഇറങ്ങുന്നു. அந்த ஆற்றினுடைய வல்லமையோ, ആ ആറ്റിന്റെ വെള്ളത്തിന്റെ ശക്തിയോ, அவர் கரത്തിന്റെ வல்லமையோ അവന്റെ കരത്തിന്റെ വല്ലമയും இந்த கல்லுக்குள்ள பாய தொடங்குது. കല്ലിന്റെ അകത്ത് ഇറങ്ങാൻ പോകുന്നു. தேசாந்தர ஆவிகளே, ദേശത്തിന്റെ ശക്തികളെ தலையை நசுக்கி போடுகிறேன். അവന്റെ തലയെ നശിക്കുവാൻ ஒரு பலத்த வல்லமை അങ്ങനെ വലിയൊരു ശക്തി இறங்கி வருது, ഇറങ്ങി വരുന്നു, 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 இறங்கி வருது. ഇറങ്ങി വരുന്നു. இப்பா ഇപ്പോൾ இறங்கி வருது, இறங்கி வருது. இத பற்றி பிடிக்குது, അത് ഇപ്പോ പറ്റി എരിയുന്നു. இந்த வார்த்தை எல்லாருக்கும் உணராது. ഈ വാക്കുകൾ എല്ലാവരും ഉണർത്തപ്പെടില്ല. மற்றவர்கள் வேடிக்கை பார்ப்பாங்க, ചിലർ ഇങ്ങനെ നോട്ടക്കാരായിരിക്കും. ஆனா இந்த கூழாங்கல் வேடிக்கை பார்க்காது. ഈ മിനുസമുള്ളകൾ നോട്ടക്കാരായിരിക്കില്ല. ஏன்னா இப்ப அது தேவ கரத்துக்குள்ள எடுக்கப்படுகிற நேரம் வந்தாச்சு. എന്തുകൊണ്ടാ ദൈവത്തിന്റെ കരം പിടിക്കാനുള്ള സമയമായി. தேவ கரத்துல செயல்படுகிற வேலை வந்தாச்சு. ദൈവത്തിന്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന സമയമായി. நீ கவனுக்குள் வருகிற நேரம், നീ കവണിന്റെ അകത്ത് വരുന്ന സമയം. நீ தேவனுடைய கரத்துக்குள் வருகிற நேரம், ദൈവത്തിന്റെ കരത്തിനുള്ളിൽ വരുന്ന സമയം. தேசாந்தர வல்லமைகளை உன்னை கொண்டுதான் முறியடிக்க ഈ போகிறார். ദേശത്തിന്റെ ശക്തിയെ നിൻ മൂലം നിർമൂലമാക്കുന്നു. உன்னை கொண்டுதான் அந்த தேசாந்தர வல்லமையை கருவறுக்க போகிறார். നിന്നെ കൊണ്ട് ഈ ദേശത്തിന്റെ ശക്തിയെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു. யெகோவே, யெகோவே, യഹോവേ, நீ வீர் கொண்டு எழும்பு. നീ ജീവൻ പറ്റി എഴുമ്പ്. യെസബേലിൻ முடிவு உன் கரத்திலே, യെസബേലിന്റെ അന്ത്യം നിന്റെ കരങ്ങളിൽ. യെസബേലിன் ஆதிக்கம் உன் கரத்திலே. യെസബേലിന്റെ അന്ത്യം നിന്റെ കരങ്ങളിൽ. ஏனா எலியாவின் வாயிலிருந்து புறப்பட்டு வந்த அந்த வார்த்தை എന്തുകൊണ്ടാ എലിയാവിന്റെ വായിലിരുന്ന് വന്ന ആ വാക്കുകൾ உனக்குள்ள வெளிப்பட போகுது. ഇവിടെ അത് വെളിപ്പെടാൻ പോകുന്നു. அந்த தீர்க்க தரிசன வார்த்தை நிறைவேற்ற போகிற பாத்திரம் நீயே. ഈ പ്രവചന വാക്കുകൾ നിറവേറ്റാൻ പോകുന്ന പാത്രം നീയാണ്. இதோ தேவன் அநேகரை அபிஷேகிக்கிறார், ദൈവം ചിലരെ അഭിഷേകിക്കുന്നു, அநேகரை தொடுகிறார், പലരെ ദൈവം തൊടുന്നു, அநேகர் மேல வல்லமை பாயுதே, പലരെ ദൈവത്തിന്റെ ശക്തി പായുന്നു, அநேகரை தேவன் நிரப்புகிறார், പലരെയും ദൈവം നിറയ്ക്കുന്നു, அநேகருக்குள்ள அக்கினி இறங்குதே. പലരിലും ആ അഗ്നി ഇറങ്ങുന്നു. நீ அக்கினியாய் புறப்படுகிற நேரம், നീ തീയായി പുറപ്പെടുന്ന സമയം. ஒரு கரத்திலிருந்து ஒரு பலவான் புறப்படுகிற நேரம், ഒരു കരത്തിലിരുന്ന് ഒരു ബലമുള്ളവൻ പുറപ്പെടുന്ന സമയം. அது நீயே. അത് നീ തന്നെയാ. எழும்பு, എളുപ്പ്, வல்லமையை தரிசிக்க. നീ ബലമുടയവനായി. தேவன் வெளிப்படுகிறார், ദൈവം വെളിപ്പെടുന്നു, 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 தேவன் வெளிப்படுகிறார். ദൈവം വെളിപ്പെടുന്നു. இந்த கூழாங்கல்லுக்குள் இருந்து ഈ മിനുസമുള്ള കല്ലിനകത്തിരുന്ന് தேவ வல்லமை வெளிப்படுகிற நேரம், ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയം. கலங்கடிக்கிற ஆவிகள் கலங்கடிக்கப்படுது. എല്ലാ നശിപ്പിക്കുന്ന ആത്മാക്കൾ നശിപ്പിക്കട്ടെ. இதோ சத்துருடைய சத்தம் தேசத்துல ஓய போகுது. ശത്രുവിന്റെ ശബ്ദം ദേശത്തിൽ നിർമൂലമാകും. தேசத்துல சத்துருடைய சத்தம் முடிய போகுது. ശത്രുവിന്റെ ശബ്ദം നശിപ്പിക്കാൻ പോകുന്നു. இதோ தேவ ஜனத்தின் ஆரவாரத்தின் ஜெயத்தின் சத்தம் தொடங்க போகுது. ദേവജനത്തിന്റെ ആർപ്പാടത്തിന്റെ ശബ്ദം ഉയരാൻ പോകുന്നു. இதோ வெளிப்படுது, ഇപ്പോൾ വെളിപ്പെടുന്നു. இதோ அந்த அபிஷேகம் ആ അഭിഷേകം இதோ இறங்குது. ഇപ്പോൾ ഇറങ്ങുന്നു. அநேகர் மேல, പലർ മേലോ, அநேகர் மேல അനേകർ മേൽ இதோ புறப்படுது. ഇപ്പോൾ ഇത് പുറപ്പെട്ടു വരുന്നു. எல்லாரும் எழுந்து நிக்கலாம். എല്ലാവരും എഴുന്ന് நல்லா கவனிங்க, ശ്രദ്ധിച്ച്
കേൾക്കൂ. ஆவியானவர் உங்களை ஆண்டு கொண்டிருக்கிறார். പരിശുദ്ധാത്മാവ് നിങ്ങളെ വാഴുന്നു. நீ ஆற்றுக்குள் வாழ அழைக்கப்பட்ட பிள்ளை. നീ ആറ്റിന്റെ അകത്ത് ജീവിക്കാൻ വിളിച്ച ഒരു മകൻ. நீ ஆற்றுக்குள் வாழ அழைக்கப்பட்ட நபர். ആറ്റിന്റെ അകത്ത് നദിയുടെ അകത്ത് വാഴു ജീവിക്കാൻ நீ ஆற்றுக்குள் இருக்கிற பிள்ளை. നീ ആറ്റിന്റെ അകത്തുള്ള മകൾ. நீ பயப்படாத. നീ പേടിക്കണ്ട. நான் உன்னை உருவாக்கிட்டு இருக்கிறேன். ഞാൻ നിന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. இப்ப இருக்கிற போராட்டத்தை குறித்து நீ பயப்படாத. ഇപ്പോ ഉള്ള പോരാട്ടത്തെ ചിന്തിച്ച് ഭയപ്പെടേണ്ട. இது ஆவியானவரால உனக்கு நடக்கிற காரியம். ഇത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കുന്ന സംഭവം. இது உன்னை அழிக்கிறதுக்கு இல்ல. നിന്നെ നശിപ്പിക്കാനല്ല. உன்னை அழிக்கிறதுக்கு இல்ல. നിന്നെ നശിപ്പിക്കാനല്ല. உன்னை உருவாக்குறதுக்கு. നിന്നെ പണിയുവാനാണ്. ஆவியானுடைய நடத்திப்புக்கு உன்னை ஒப்புக்கொடு. ആത്മാവിന്റെ നടത്തിപ്പിന് നിന്നെ സമർപ്പിച്ചു കൊടുക്കുക. நான் உன்னோட தான் இருக்கிறேன். ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. நான் உன்னோட தான் இருக்கிறேன். ഞാൻ നിന്റെ കൂടെ ഉണ്ട്. நான் உன்னை அபிஷேகித்த தெய்வம். ഞാൻ നിന്നെ അഭിഷേകം ചെയ്ത ദൈവം. நான் உன்னோட தான் இருக்கிறேன். ഞാൻ നിന്റെ കൂടെ ഉണ്ട്. நான் உன்னோட இருக்கிறேன். ഞാൻ നിന്റെ കൂടെ ഉണ്ട്. உனக்கு இஸ்ரவேல் என்னும் பேர் இருப்பதாக. നിനക്ക് ഇസ്രായേൽ എന്ന പേര് ഇരിക്കട്ടെ. உனக்கு இஸ்ரவேல் என்னும் பேர் இருப்பதாக. ഇസ്രായേൽ എന്ന പേര് നിനക്കിരിക്കട്ടെ. இதோ இந்த இடத்துல ഈ സ്ഥലത്ത് 3 நபர்களை பார்க்கிறேன். 3 വ്യക്തികളെ കാണുന്നു. 3 நபர். 3 വ്യക്തികൾ. 3 நபர். 3 വ്യക്തികൾ. தேவன் உன்னை எடுக்கிறார். இப்போ ദൈവം പറയുന്നു, உன்னை எடுக்கிறார் தன் கரத்திலே. ദൈവം നിന്നെ എടുക്കുന്നു ഈ പട്ടണത്തില്. நீ ஆற்றில உருவாக்கப்படுகிற பாத்திரம். നീ ആറ്റിന്റെ വെള്ളത്തെ കൊണ്ട് പണിയപ്പെടുന്ന പാത്രം. நீ தேவ சமூகத்தினுடைய ஒப்புக்கொடு. ദൈവ സാന്നിധ്യത്തിൽ നീ സമർപ്പിച്ചു കൊടുക്കുക. ஒப்புக்கொடு. നീ സമർപ്പിച്ചു കൊടുക്കുക. அவர் உன்னை உருவாக்க சித்தமா இருக்கிறார். ദൈവം നിന്നെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. உன்னை அர்ப்பணிச்சிரு. നീ സമർപ്പിക്കുക. Teiman praudaman pragasya kuda rabini andara botamans. உன் மனதிலே ஆழமாய் தேவன் ஒரு முத்திரையை போட விரும்புகிறார். നിന്റെ മനസ്സിന്റെ അകത്ത് ആഴമായ ഒരു മുദ്ര ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. அது நீயே அழிச்சாலும் அழிக்க முடியாது. നീ നശിപ്പിച്ചാലും നശിപ്പിക്കാൻ കഴിയുകയില്ല. நீ அதை இனி மறக்க முடியாது. നീ അതിനെ മറക്കുവാൻ കഴിയുകയില്ല. நீ மறந்து இனி போகவும் முடியாது. നീ மறந்து ഇട്ടിട്ട് പോകുവാനും കഴിയുകയില്ല. ஏனென்றால் இந்த முத்திரை தேவனால் குத்தப்படுகிற முத்திரை. എന്തുകൊണ്ടാൽ ഈ മുദ്ര ദൈവത്താൽ ഇട്ട മുദ്ര. நீ வாழுகிற தேசத்துல நான் உன்னை கூழாங்கல்லாய் தெரிந்து கொண்டிருக்கிறேன். ദിവസങ്ങളിൽ നിന്നെ മിനുസമുള്ള കല്ലായി ഈ ദേശത്തിൽ ഞാൻ തിരഞ്ഞെടുത്തു. നീ என் കരത്തിലിருந்து വെളിപ്പെടുகிற കൂഴാങ്കൽ. നീ എന്റെ കരങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന മിനുസമുള്ള കൽ. നീ என் കരത്തിലിருந்து വെളിപ്പെടുகிற കൂഴാങ്കൽ. നീ എന്റെ കരത്തിൽ നിന്ന് വെളിപ്പെടുന്ന കല്ല. എന്റെ കരത്തിലിருந்து വെളിപ്പെടുகிற കൂഴാങ്കൽ. നീ എന്റെ കരങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന മിനുസമുള്ള കൽ. നീ ഭയപ്പെടാതെ. നീ പേടിക്കണ്ട. ഞാൻ ഉന്നോട് കൂടെ ഇരുന്നു. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യം. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഭയങ്കരമായിരിക്കും. അത് വലുതായിരിക്കും. ആമേൻ. ആമേൻ. கர்த்தருக்கு ஸ்தோத்திரம். இயேசுவின்